ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവരും ഇൻ്ററിൻ്റെ ലാസ്റ്റ് ടൈം റിവിഷൻ ടൈമിലാണെന്നറിയാം. അപ്പം എക്സാം എടുത്തു, Jan 25 എക്സാം എടുത്തു. അപ്പം ലാസ്റ്റ് എനിക്ക് പണികളൊക്കെ ആയിരിക്കും. ഈ ഒരു റിവിഷൻ ടൈമിൽ മൻഡേറ്ററി ആയിട്ട് കവർ ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റാണ് ഈ RTP. ഓരോ എക്സാമിന് മുമ്പും ലാസ്റ്റ് മൊമെൻറ്റ് റിവിഷന് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തരാറുണ്ട്. അത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ മൻഡേറ്ററി ആയിട്ട് കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ഈ RTP എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നേരെ സമയം കളയാതെ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു MCQ ആണ്. എനിക്ക് ഈ ഒരു RTPയിൽ പറയാനുള്ളത് മെയിൻലി AS റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു RTPയിലേക്ക് വന്നിട്ടുള്ളൂ. അതായത് കമ്പനി അക്കൗണ്ട്സ് റിലേറ്റഡ് ടോപ്പിക്കുകളൊന്നും AS ഈ ഒരു ഇതിനകത്ത് കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ASൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ എക്സാമിന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം മൻഡേറ്ററി ആയിട്ട് ഒന്ന് കവർ ചെയ്യുക. സൂര്യ ലിമിറ്റഡ് ഹാസ് 2 ഫിക്സഡ് അസറ്റ്സ്. FA1, first fixed asset being carried in the balance sheet at 600 lakhs and FA2 is carried at 300 lakhs. അപ്പോൾ carrying amount of assets, അതായത് ബുക്കിലെ വാല്യൂ, ഡിപ്രിസിയേഷൻ കഴിഞ്ഞുള്ള വാല്യൂ, ഫസ്റ്റ് അസറ്റിൻ്റെ 600 lakhs സെക്കൻഡ് അസറ്റിന് എത്ര 300 lakhs ആണ്. സോ ഓൺ 31st March 2024 the value in use for fixed asset 1 is 500 lakhs and net selling price is 550 lakhs. വാല്യൂ ഇൻ യൂസും നെറ്റ് സെല്ലിംഗ് പ്രൈസും ഇതെവിടെ AS 28ൻ്റെ പ്രോബ്ലമാണ്. AS 28 ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ്. എന്താ ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റിൻ്റെ ക്യാരിയിങ് എമൗണ്ട്, ദാറ്റ് മീൻസ് ബുക്കിലെ വാല്യൂ, അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിനേക്കാളും കൂടുതലാണ് കിടക്കുന്നതെങ്കിലോ മാക്സിമം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് വരെ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ കൂടുതൽ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ആ ലോസ് ഏതാ ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചാർജ് ചെയ്യണം. AS 28ൻ്റെ പ്രൊവിഷൻ അനുസരിച്ചുള്ള ഇതാണ്. Then the company did upward revaluation last year for 20 lakhs for FA1. upward revaluation 2 വർഷം മുമ്പ് നമ്മളൊന്ന് റീവാല്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ്, റീവാലുവേഷൻ സർപ്ലസ് എത്ര ഉണ്ട്? 20 lakhs ഉണ്ട്. As on 31st March 2024 the value in use for FA2 is 350 lakhs and net selling price is 320 lakhs. ക്ലിയർ? അപ്പോൾ ഇതൊരു AS 28ൻ്റെ ബേസിലുള്ള ഒരു പ്രോബ്ലമാണ്, MCQ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. How much is the total impairment loss for current year for FA1? കറണ്ട് ഇയറിൽ എത്ര FA1ന് ഇമ്പയർമെൻറ്റ് ലോസ് പ്രൊവൈഡ് ചെയ്യണം? ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ? ക്യാരിയിങ് എമൗണ്ട് മൈനസ് റിക്കവറബിൾ എമൗണ്ട്. അപ്പോൾ ഒരു അസറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാലോ, റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന എമൗണ്ട് ഇസ് ദ ഹയർ ഓഫ് വാല്യൂ ഇൻ യൂസ് ഓർ നെറ്റ് സെല്ലിംഗ് പ്രൈസ്. വാല്യൂ ഇൻ യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഇനി ബിസിനസ്സിൽ തുടർന്ന് ഉപയോഗിച്ചാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സിൻ്റെ പെർസെൻറ്റ് വാല്യൂ എടുക്കുന്നത്. നെറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിറ്റാൽ കിട്ടുന്ന എമൗണ്ട്, സെല്ലിംഗ് പ്രൈസ് മൈനസ് സെല്ലിംഗ് എക്സ്പെൻസസ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് അസറ്റിൻ്റെ കാര്യം നോക്കാം. ഇനി അങ്ങോട്ട് ഉപയോഗിച്ചാൽ നമുക്ക് എത്ര രൂപയുടെ ബെനിഫിറ്റ് കിട്ടും? 500 lakhs. ഇതിപ്പോൾ വിറ്റാലോ 550 lakh. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെടുക്കണം? അക്കൗണ്ട്സിൽ പൊതുവേ നമ്മൾ എടുത്തിരിക്കുന്ന വിച്ച് ഒരു സ്ലോവർ ആണ്. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ മാത്രം AS 28 പ്രകാരം റിക്കവറബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതാ റിക്കവർ ചെയ്യുന്നത്, ഏതാ ബെറ്റർ ഓപ്ഷൻ? ഉപയോഗിച്ചാൽ 500 കിട്ടും, ഇപ്പോൾ വിറ്റാൽ 550 കിട്ടും. അപ്പോൾ വിൽക്കാനുള്ളതായിരിക്കും നമ്മളെ സംബന്ധിച്ചൊരു പ്രിഫറൻസ്. അപ്പോൾ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എത്രയായിരിക്കണം? വിച്ച് ഒരു ഹയർ. അപ്പോൾ റിക്കവറബിൾ എമൗണ്ട് ഇവിടെ 550. പക്ഷേ ഇതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് എത്ര? 600. ബുക്കിൽ 600 ഉണ്ട്, പക്ഷേ മാക്സിമം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന എത്ര ഉള്ളൂ? 550 ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് 550ലേക്ക് മാറ്റി കാണിക്കണം. സോ ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എത്ര എടുക്കണം? 600 മൈനസ് 550. അപ്പോൾ എത്ര വരും? 50 lakh. ആൻസർ അതല്ലേ? യെസ്, 1B, 50 lakh. അപ്പോൾ ഇമ്പയർമെൻറ്റ് ലോസ് ഓൺ ഫസ്റ്റ് അസറ്റ് എന്ന് പറയുന്നത് എത്ര വരും? ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറയുന്നത് എത്ര ഉള്ളൂ? ക്യാരിയിങ് എമൗണ്ട് മൈനസ് റിക്കവറബിൾ എമൗണ്ട്. റിക്കവറബിൾ എമൗണ്ട് 500 550 വിച്ച് ഒരു ഹയർ 550 വരും. അപ്പോൾ 600 ആണ് ക്യാരിയിങ് എമൗണ്ട്. 600 മൈനസ് 550, അപ്പോൾ 50 ഇമ്പയർമെൻറ്റ് ലോസ്. ക്ലിയർ? ഇനി ഹൗ മച്ച് ഇമ്പയർമെൻറ്റ് ലോസ് വിൽ ബി ചാർജ്ഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ കറണ്ട് ഇയർ ഫോർ FI? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇമ്പയർമെൻറ്റ് ലോസ് നമ്മൾ എത്ര ഉണ്ട്? ഇപ്പോൾ കണ്ടുപിടിച്ചു, 50 ഫസ്റ്റ് അസറ്റിൻ്റെ. ഇമ്പയർമെൻറ്റ് ലോസ് നമ്മൾ സാധാരണ പിയാനിലേക്ക് ചാർജ് ചെയ്യണ്ടേ, പക്ഷേ ഇവിടെ ഒരു പണ്ട് റീവാല്യൂ ചെയ്തിട്ടുണ്ട്. പണ്ട് റീവാല്യൂ ചെയ്തപ്പോൾ ഒരു 20 ലാഭം കൂടി, പ്രോഫിറ്റ് കൂടി. ഇപ്പോൾ എത്ര കുറഞ്ഞു? ഇമ്പയർമെൻറ്റ് ലോസിൻ്റെ സമയത്ത് 50 കുറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് 20 കൂട്ടിയത് കൊണ്ടായിരിക്കില്ല ഇപ്പോൾ 50 കുറയ്ക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പണ്ട് റീവാല്യൂഷൻ ചെയ്തിട്ടുള്ള അസറ്റ് ആണെങ്കിൽ റീവാല്യൂഷൻ റിസർവിൽ എത്ര ബാലൻസ് ഉണ്ടോ അതുവരെയുള്ള ബാലൻസ് റീവാല്യൂഷൻ റിസർവിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എക്സ്ട്രാ വന്ന ലോസ് മാത്രം നമ്മൾ പിയാനിലേക്ക് ചാർജ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇമ്പയർമെൻറ്റ് ലോസ് എത്ര ഉണ്ട്? ഈ വർഷം 50. അതിൽ 20 റീവാല്യൂഷൻ റിസർവിൽ ബാലൻസ് ഉണ്ട്, അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള ലോസ് ബാക്കി 30 മാത്രം എവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി? പിയാൻഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റൻ എന്താ? ഈ വർഷം പിയാൻഡിലേക്ക് എത്തി ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യണം. 50 ഉണ്ട് ഇമ്പയർമെൻറ്റ് ലോസ് ഈ ഇയറിലെ,
അതിൽ നിന്ന് 20 റീവാലുവേഷൻ റിസർവിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് 30 മാത്രം നമ്മൾ എങ്ങോട്ട് ചാർജ് ചെയ്താൽ മതി, പി ആൻഡ് എല്ലിലേക്ക്. അപ്പോൾ പി ആൻഡ് എല്ലിലേക്ക് എത്ര ചാർജ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 50 lakh, സോറി 30 lakhs. ഹൗ മച്ച് ഇമ്പയർമെൻറ്റ് ലോസ് ടു ബി ചാർജ് ടു പി ആൻഡ് എൽ? എത്ര? 30 lakhs. ഫസ്റ്റ് സെക്കൻഡ് വൺ സി. ഓക്കെ. ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ ഇമ്പയർമെൻറ്റ് ലോസ് ഫോർ കറണ്ട് ഇയർ ഫോർ FI2? ഫിക്സഡ് അസറ്റ് 2. ഫിക്സഡ് അസറ്റ് 2ൻ്റെ ക്യാരിയിങ് എമൗണ്ട് എത്രയായിരുന്നു? ബുക്ക് വാല്യൂ 300 lakhs. ഇനി നോക്ക്, വാല്യൂ ഇൻ യൂസ് 315, നെറ്റ് സെല്ലിംഗ് പ്രൈസ് 320. അപ്പോൾ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതാ വിച്ച് വാസ് ഹയർ? 350 എടുക്കാം. റിക്കവറബിൾ എമൗണ്ട് 350 ഉണ്ട്, ബുക്ക് വാല്യൂ 300 ഉള്ളൂ. അപ്പോൾ റിക്കവറബിൾ എമൗണ്ട് ബുക്ക് വാല്യൂവിനേക്കാളും കൂടുതലുണ്ട്. റിക്കവറബിൾ എമൗണ്ട് ബുക്ക് വാല്യൂവിനേക്കാളും കൂടുതലുണ്ട്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഇമ്പയർമെൻറ്റ് ലോസ്. ഇനി ഇമ്പയർമെൻറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാറില്ല. ഇമ്പയർമെൻറ്റ് ലോസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ പിന്നെ ഈ വർഷം ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. അപ്പോൾ ഈ വർഷത്തെ ഇമ്പയർമെൻറ്റ് ലോസ് FI2ൻ്റെ എത്രയാണ്? നിൽ. ആൻസർ 3D. Then what will be the carrying amount on 1st April 2024 for FI1? FI1ൻ്റെ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര എടുക്കണം? ഫസ്റ്റ് ഫിക്സഡ് അസറ്റിൻ്റെ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര എടുക്കണം? ബുക്കിലെ വാല്യൂ ഇപ്പോൾ 600 പക്ഷേ റിക്കവറബിൾ എമൗണ്ട് 550 ഉള്ളൂ. അപ്പം നമ്മൾ 600 നിന്ന് ഒരു ഇമ്പയർമെൻറ്റ് ലോസ് 50 കുറച്ച് എത്രയാക്കും? 550. അതായത് റിക്കവറബിൾ എമൗണ്ടിലേക്ക് കാണിക്കും. അപ്പോൾ ഈ വർഷം നമ്മൾ ബാലൻസ് ഷീറ്റ് റിക്കവർ മീൻസ് ക്യാരിയിങ് എമൗണ്ട് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ കാണിക്കേണ്ട എത്രയായിരിക്കണം? 550 റിക്കവറബിൾ എമൗണ്ട്. FI1ൻ്റെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. For those May. Then the debit or credit balance of foreign currency monetary item translation difference account, FCMITD, foreign currency monetary item translation difference account എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മളെ സംബന്ധിച്ച് ഒരു ലോസ്, ഫോറിൻ എക്സ്ചേഞ്ച് ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒറ്റയടിക്ക് പി ആൻഡിൽ ചാർജ് ചെയ്യുന്നതിന് പകരം എന്താ ഒരു ലോങ് ടൈം മോണിറ്ററി ഐറ്റത്തിൽ വരുന്ന ലോസ് ആണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? FCMITD, ഫോറിൻ കറൻസി മോണിറ്ററി ഐറ്റം ട്രാൻസ്ലേഷൻ ഡിഫറൻസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്തിട്ട് ഈ ലോണിൻ്റെ ലൈഫ് എത്ര നാളാണോ അത്രയും നാളെ തന്നെ നമുക്ക് പി ആൻഡിലേക്ക് ചാർജ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ലാഭം നഷ്ടമായിരിക്കും അല്ലേ? ഏത് ലോങ് ടൈം മോണിറ്ററി ഐറ്റത്തിന് ഡിഫറൻസി വന്നിരിക്കുന്ന ഒരു ലാഭം നഷ്ടം. ആ ലാഭം നഷ്ടം നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് കാണിക്കുമ്പോൾ ഇറ്റ് ഈസ് ടു ബി ഷോൺ അണ്ടർ ദ ഹെഡിങ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആസ് എ സെപ്പറേറ്റ് ഐറ്റം. ഇത് റിസർവ്സ് ആൻഡ് സർപ്ലസിന് അണ്ടറിൽ വേണം ഷെഡ്യൂൾ 3 പ്രകാരം നമ്മൾ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും MCQ ആണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. മെയിൻലി എക്സാമിന് നമുക്ക് ഇതേപോലെ ഒരു കേസ് സ്റ്റഡി ബേസ്ഡ് 3 കേസ് സ്റ്റഡീസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു കേസ് സ്റ്റഡി RTP ഇട്ടിട്ടുള്ളൂ. നമുക്കൊരു പാറ്റേൺ അറിയാൻ വേണ്ടി ഇതുപോലെ മെയിൻ എക്സാമിൻ്റെ ഒരു 3 കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഇതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പാറ്റേൺ മനസ്സിലാൻ വേണ്ടി ഇട്ടേക്കുന്നുണ്ടോ? ഇതിലേതെങ്കിലും ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അതുകൊണ്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. MCQ മോഡൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Second question. ABC Limited was making provision for non-moving inventories based on based on number of issues for last 12 months up to 31st March 2023. The company wants to provide during the year 31st March 2024 based on technical evaluation. Total value of inventory 100 lakhs. Provision based on 12 months ഇഷ്യൂ. 12 months ഇഷ്യൂവിൻ്റെ ബേസിസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന എത്രയായിരുന്നു? 3.5 lakhs. പ്രൊവിഷൻ റിക്വയർഡ് ബേസ്ഡ് ഓൺ ടെക്നിക്കൽ ഇവാലുവേഷൻ 2.5 lakh. ഡസ് ദിസ് അമൗണ്ട്സ് ടു ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? എത്ര ഇഷ്യൂസ് നമ്മളൊരു മാസത്തിൽ നടത്തുന്നുണ്ടെന്നുള്ളതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രൊവിഷൻ ഫോർ നോൺ മൂവിങ് ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വല്ലപ്പോഴും മാത്രം കൊണ്ടുപോകുന്ന സാധനങ്ങൾ. ദാറ്റ് മീൻസ് കുറേ നാളുടെ സ്റ്റോക്കിലായിട്ടിരിക്കുന്ന ഐറ്റംസ് നമ്മൾ പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ദാൻ ഇപ്പം നമ്മളത് എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടി ഒരു ടെക്നിക്കൽ ഇവാലുവേഷൻ ബേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഡസ് ദിസ് അമൗണ്ട്സ് ടു ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി? ക്യാൻ ദ കമ്പനി ചേഞ്ച് ദ മെത്തേഡ് ഓഫ് പ്രൊവിഷൻ? ഇവിടെ അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്നാൽ എന്തായിരിക്കണം? നോൺ മൂവിങ് ഇൻവെൻട്രീസിന് നമ്മളൊരു പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യണം. അതായിരിക്കും നമ്മളെ സംബന്ധിച്ചൊരു പോളിസി എന്ന് പറയുന്നത്. ഡിസിഷൻ ഓഫ് മേക്കിംഗ് പ്രൊവിഷൻ ഫോർ നോൺ മൂവിങ് ഇൻവെൻട്രീസ് ഓൺ ദ ബേസ് ഓഫ് ടെക്നിക്കൽ ഇവാലുവേഷൻ ഡസ് നോട്ട് എമൗണ്ട് ടു ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി. അതൊരു ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി ആയിട്ട് പറയാൻ വേണ്ടി പറ്റത്തില്ല. അക്കൗണ്ടിങ് പോളിസി ബൈ കമ്പനി മേ റിക്വയർ ദാറ്റ് പ്രൊവിഷൻ ഫോർ നോൺ മൂവിങ് ഇൻവെൻട്രി ഷുഡ് ബി മെയ്ഡ്. അതായത് ആൾക്കാർ കൊണ്ടുപോകാത്ത ഐറ്റംസിൻ്റെ സ്റ്റോക്ക് അതിൻ്റെ വാല്യൂ എന്താണുള്ള ഒരു കുറവ് സംഭവിക്കുന്നുണ്ടാവും. അതിന് പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് മാത്രമേ നമുക്കൊരു പോളിസി ആയിട്ട് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ദ മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ. അപ്പോൾ എത്ര രൂപയുടെ നഷ്ടം ഇൻവെൻട്രി വന്നിട്ടുണ്ടാവും എന്ന് തീരുമാനിക്കുന്നോ? അത് ശരിക്കും പറഞ്ഞ ഒരു എസ്റ്റിമേഷൻ ആണ്. നമുക്ക് കറക്റ്റ് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇൻ ദ K1 കേസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഇൻവെൻട്രി
the change in the amount of required provision of non-moving inventory from 3.5 lakh to 2.5 lakh. അതായത് നമ്മൾ പണ്ട് പ്രൊവൈഡ് ചെയ്ത രീതിയിലായിരുന്നെങ്കിൽ ആ പ്രൊവിഷൻ എത്രയായിരുന്നു? 3.5 ലാക്ക് ആയിരുന്നു. ഇപ്പോഴത്തെ നമ്മൾ കുറച്ചുകൂടെ ഒരു ടെക്നിക്കൽ ഇവാലുവേഷൻ നടത്തി എത്രയായിരുന്നു മതിയെന്ന് തീരുമാനിച്ചു, 2.5 ലാക്ക് മതിയെന്ന് തീരുമാനിച്ചു. ആ ഒരു എക്സ്ട്രാ ഒരു 1 ലാക്കിൻ്റെ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് ഒത്തിരി വലിയൊരു എമൗണ്ട് ആയിരിക്കില്ല, കാരണം നമ്മളെ സംബന്ധിച്ച് 100 ലാക്സിൻ്റെ ഇൻവെൻട്രീസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ബിസിനസ് അല്ലേ. ദെൻ ദ ഡിസ്ക്ലോഷർ ക്യാൻ ബി മെയ്ഡ് ഫോർ സച്ച് ഇൻ ദ ഫോളോയിങ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നോട്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഡിസ്ക്ലോസ് ചെയ്യാം. കമ്പനി ഹാസ് പ്രൊവൈഡഡ് നോൺ മൂവിങ് ഐറ്റം ഓൺ ദ ബേസിസ് ഓഫ് ടെക്നിക്കൽ ഇവാലുവേഷൻ അൺലൈക്സ് പ്രീവിയസ് ഇയേഴ്സ്. പ്രീവിയസ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു, നമ്പർ ഓഫ് ഇഷ്യൂസിൻ്റെ ബേസിസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, തിരിക്കുമായിരുന്നു. ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, ഇപ്പോൾ അത് കുറച്ചുകൂടെ ഒരു ടെക്നിക്കൽ ഇവാലുവേഷൻ്റെ ബേസിൽ നമ്മൾ പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഹാഡ് ദ സെയിം ഹാഡ് ബീൻ ഫോളോഡ് ഇൻ ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷത്തെ അതേ പോളിസിയാണ് നമ്മൾ യൂസ് ചെയ്തെങ്കിലോ, അതേ എമൗണ്ടിൽ തന്നെയായിരുന്നു എമൗണ്ട് തീരുമാനിച്ചെങ്കിലോ, ദ പ്രോഫിറ്റ് ഫോർ ദി ഇയർ കറസ്പോണ്ടിങ് എഫക്ട് ഓഫ് ദി ഇയർ നെറ്റ് അസറ്റ് വുഡ് ഹാവ് ബീൻ ലോവർ ബൈ 1 ലാക്ക്. എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റും അസറ്റിൻ്റെ വാല്യൂ, ഇൻവെൻട്രിയുടെ പ്രൊവിഷൻ നമ്മൾ അസറ്റിൻ്റെ വാല്യൂ തന്നെ ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഒരു 1 ലാക്ക് കൂടെ കുറവായേനെ കഴിഞ്ഞ വർഷത്തെ അതേ യൂസ് ചെയ്തത് എന്നൊരു നോട്ട് മാത്രം ഡിസ്ക്ലോസ് ചെയ്യുക. അത് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി എന്നതിനേക്കാളും ഒരു ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മതി. ക്ലിയർ? കാരണം പോളിസി എന്ന് പറയുന്നത് എന്താ, പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഒരു പോളിസി. അതിനുവേണ്ടി നമ്മൾ എത്ര എമൗണ്ട് പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യണം തീരുമാനിക്കുന്നത് ഒരു എസ്റ്റിമേഷൻ ബേസിലായിരിക്കും. പണ്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്ന എസ്റ്റിമേറ്റിനേക്കാളും കുറച്ചുകൂടെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് കുറച്ചുകൂടെ നല്ലൊരു എസ്റ്റിമേറ്റ് പോസിബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങോട്ട് മാറണം. അപ്പോൾ ഇതൊരു ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ് എന്നുള്ള രീതി മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഡിസ്ക്ലോസർ മാത്രം നമുക്ക് നടത്തിയാൽ മതി. ക്ലിയർ? Then classify the following activities. അടുത്ത ക്വസ്റ്റ്യൻ, classify the following activities as operating activity, investing activity, financing activity and cash equivalents. ആക്ടിവിറ്റീസിന് തിരിക്കാൻ ക്യാഷ് ഫ്ലോയുടെ ബേസിലുള്ള റൂളാണ്. അതിന് മുമ്പത്തെ എന്ന് പറയാൻ AS1 ബേസിലുള്ള ഒരു റൂളായിരുന്നു. AS ബേസിലാവട്ടെ കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് ഈ ഒരു RTPയിൽ ഇട്ടിരിക്കുന്നത്. തേർഡ് മൊഡ്യൂളിലേക്ക് അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ദെൻ classify the following activities as operating activities, investing activities, financing and cash equivalents. പ്രൊസീഡ്സ് ഫ്രം ലോങ് ടൈം ബോറോയിങ്. നമുക്കൊരു ലോങ് ടൈം ലോൺ എടുക്കാൻ വേണ്ടി പ്രൊസീഡ്സ് ഫ്രം ലോങ് ടൈം ബോറോയിങ്സ്. ഏത് ആക്ടിവിറ്റി തിരിക്കണം? ഫിനാൻസിങ് ആക്ടിവിറ്റി. ദെൻ പ്രൊസീഡ്സ് ഫ്രം ട്രേഡ് റിസീവബിൾസ് ഡെപ്റ്റേഴ്സിന് എടുക്കുന്ന പൈസ കിട്ടിയെന്ന് പറഞ്ഞാലോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ട്രേഡിംഗ് കമ്മീഷൻ റിസീവ്ഡ്, ട്രേഡിംഗ് ബിസിനസ് റിലേറ്റഡ് ഒരു കമ്മീഷൻ നമുക്ക് കിട്ടി, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ നമ്മൾ റിഡീം ചെയ്തു. പ്രിഫറൻസ് ഷെയർ നമ്മൾ ഫിനാൻസിന് പർപ്പസിന് ഇഷ്യൂ ചെയ്തായിരിക്കും, അത് റിഡീം ചെയ്തു, ഫിനാൻസിങ് ആക്ടിവിറ്റി. പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വിട്ട് പൈസ കിട്ടി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇൻറ്ററിം ഡിവിഡൻഡ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ്, നമ്മൾ ഇക്വിറ്റി ഷെയർസിന് ഡിവിഡൻഡ് പേ ചെയ്തു, ഫിനാൻസിങ് ആക്ടിവിറ്റി. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഡെബഞ്ചേഴ്സ് ഹെൽഡ് ആസ് ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. Dividend received on shares held as investment, investing activity. Rent received on property held as investment, investing activity. Dividend paid on preference shares, financing activity. Marketable securities. ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഷോർട്ട് ടൈം ഹൈലി ലിക്വിഡ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വിത്തൗട്ട് ഹാവിങ് റിസ്ക് ഓഫ് ചേഞ്ചസ് ഇൻ വാല്യൂ. അത്രയും പറയണമായിരുന്നു കേട്ടോ. എങ്കിലേ ക്യാഷ് ഇക്വലൻസ് ആയിട്ട് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് വിൽക്കാൻ വേണ്ടി പറ്റുന്ന സെക്യൂരിറ്റീസ്. അതിൻ്റെ വാല്യൂ അതൊരു വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ വിൽക്കാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ അതെന്തായിരിക്കണം, അതിൻ്റെ വാല്യൂ എത്ര കിട്ടും, റിഡീം ചെയ്താൽ എത്ര കിട്ടും, അത് വിറ്റ് കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നുള്ള കാര്യം അസർട്ടൈനബിൾ ആയിരിക്കണം. എങ്കിലേ നമുക്കത് ക്യാഷ് ഇക്വലൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി അതിനകത്ത് തരേണ്ടതായിരുന്നു. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഇപ്പം നോർമലി തന്നു കഴിഞ്ഞാൽ ബാക്കി കണ്ടീഷൻ ഓക്കെ ആണെന്നുള്ള രീതിയിൽ നമ്മളത് എന്തായിട്ട് തിരിക്കണം, ക്യാഷ് ഇക്വലൻസ്. ക്ലിയർ? ദെൻ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ലാസ്റ്റ് 3 years കമ്പനി ഓണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഹെലികോപ്റ്റേഴ്സ് റൺ ചെയ്യുന്നൊരു കമ്പനിയാണ്. ലോസ്റ്റ് 4 ഹെലികോപ്റ്റേഴ്സ്, 4 പോയി. ദി കമ്പനീസ് അക്കൗണ്ടന്റ് ഫെൽറ്റ് ദാറ്റ് ആഫ്റ്റർ ദ ക്രാഷ് ദ മെയിൻ്റനൻസ് പ്രൊവിഷൻ ക്രിയേറ്റഡ് ഇൻ റെസ്പെക്റ്റീവ് ഹെലികോപ്റ്റേഴ്സ് വാർ നോ ലോങ്ങർ റിക്വയർഡ്. അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്യും, ഹെലികോപ്റ്റേഴ്സിന് ചിലപ്പോൾ മെയിൻ്റനൻസിന് ഒരുപാട് പൈസകൾ വരില്ലേ. അപ്പോൾ ചിലപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയുള്ള എമൗണ്ട് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഒരു പ്രൊവിഷൻ നേരത്തെ പ്രൊവൈഡ് ചെയ്ത് വെക്കാറുണ്ട്. മെയിൻ്റനൻസ് എക്സ്പെൻസ് ചിലപ്പം ഫസ്റ്റ് ഇയറിൽ കുറവാണെങ്കിലും പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപാട് കൂടുതൽ വരില്ലേ. അപ്പോൾ എല്ലാ വർഷവും ആയിട്ടുള്ള ഒരു ഈക്വൽ ചാർജ് വരാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ നേരത്തെ തന്നെ മുൻകൂട്ടി ഈ പ്രൊവിഷൻ നമ്മൾ ഈ റിപ്പയേഴ്സിന് വേണ്ടി നമ്മളൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ച പ്രൊവിഷനോ ഇനി ഹെലികോപ്റ്റർ ഇല്ലല്ലോ, പിന്നെ നമ്മൾ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇനി മിച്ചം വെക്കേണ്ട ആവശ്യമുണ്ടോ? അത് എന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു,
The company's accountant felt that after the crash, the maintenance provision created in respect of respective helicopters was no longer required and proposed to write it back to the profit and loss account as a prior period item. അത് പ്രയർ പീരീഡ് ആയിട്ടുമായിട്ട് പിയാനിലേക്ക് റൈറ്റ് ബാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇസ് ദ കമ്പനീസ് പ്രൊപ്പോസ്ഡ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് കറക്റ്റ്? ഡിസ്കസ്. ഇത് ശരിക്കും പറഞ്ഞാൽ AS5 നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ് പ്രയർ പീരീഡ് ഐറ്റംസ് ആൻഡ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ് റിലേറ്റഡ് ഒരു ക്വസ്റ്റൻ ആണ്. അപ്പം മെയിൻ്റനൻസ് പ്രൊവിഷൻ ഇനി ആവശ്യമില്ല, കാരണം ഇപ്പോൾ ഹെലികോപ്റ്റർ ഇല്ല. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊവിഷൻ്റെ ബാലൻസ് അതിനെ എന്ത് ചെയ്യാം, ഇനി ആവശ്യമില്ലാത്തതുകൊണ്ട് P&Lലേക്ക് റൈറ്റ് ബാക്ക് ചെയ്യാം. അതായത് പ്രൊവിഷൻ ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻട്രി P&L ടു പ്രൊവിഷൻ. അപ്പോൾ അത് ക്ലോസ് ചെയ്യുമ്പോൾ പ്രൊവിഷൻ ടു P&L ഒരു ഇൻകം പോലെ കാണിക്കണം. അതൊരു പ്രയർ പീരീഡ് ഐറ്റമായിട്ട് കാണിക്കണമെങ്കിലോ, പ്രയർ പീരീഡ് ഐറ്റം മീൻസ് കഴിഞ്ഞ വർഷങ്ങളിലെ എററോ ഒമിഷനോ കൊണ്ട് നമ്മൾ ഈ വർഷം എന്തെങ്കിലും ഒരു ഇൻകമോ എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ മാത്രമേ അതിന് എന്ത് ചെയ്യാൻ വേണ്ടി തിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ, പ്രയർ പീരീഡ് ഐറ്റം തിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ കഴിഞ്ഞ വർഷത്തെ എററോ ഒമിഷനോ കൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ട് ഇപ്പം റൈറ്റ് ബാക്ക് ചെയ്യുന്നതാണോ? ഇല്ല, ഇപ്പോഴാണ് നമുക്ക് ഹെലികോപ്റ്റർ നഷ്ടപ്പെട്ടെന്ന് അറിയുന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊവിഷൻ റൈറ്റ് ബാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ക്ലിയർ? ദ ടൈം പ്രയർ പീരീഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ? as പറഞ്ഞ ASൻ്റെ പേര് AS ഐഡൻറ്റിഫൈ ചെയ്തു. ഓൺലി refers only to income or expense which arise in the current period as a result of error or omission in the preparation of financial statements of one or more prior period. കഴിഞ്ഞ വർഷങ്ങളിൽ എറോ ഒമിഷനോ കൊണ്ട് നമുക്ക് വന്നതാണെങ്കിൽ മാത്രമേ എന്തെന്ന് വരിക്കാൻ വേണ്ടി പറ്റുള്ളൂ, പ്രയർ പീരീഡ് ആയിട്ട്. അപ്പം പ്രൊവിഷൻ ഇപ്പോൾ കിടക്കുന്ന ബാലൻസ് അതുകൊണ്ട് എറോ ഒമിഷനോ കൊണ്ട് നമ്മൾ വന്നതെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. പിന്നെ ഇത് നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് നമുക്ക് ഇനി ഇത് ആവശ്യമില്ലാന്ന് മനസ്സിലായത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പ്രയർ പീരീഡ് ആയിട്ടുമായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേയോ ഈ പ്രൊവിഷൻ റൈറ്റ് ബാക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഓർഡിനറി ആക്ടിവിറ്റി ആണോ, ഓർഡിനറി ബിസിനസ് ആക്ടിവിറ്റി ആണോ നമ്മൾ ഈ മെയിൻ്റനൻസ് പ്രൊവിഷൻ റൈറ്റ് ബാക്ക് ചെയ്യുക എന്ന് പറയുന്നത്? അല്ല. എന്തുകൊണ്ട് ഇങ്ങനൊരു ആക്സിഡൻറ്റിൽ ഈ ഹെലികോപ്റ്റേഴ്സ് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടല്ലേ നമ്മളെ സംബന്ധിച്ച് ഇത് റൈറ്റ് ബാക്ക് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ഐറ്റം പോലെ ട്രീറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഫിനാൻഷ്യൽസിൽ ഈ വർഷം പ്രസൻറ്റ് ചെയ്യണം. എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്ലിയർലി ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ ഓർഡിനറി ആക്ടിവിറ്റീസ്. അത് എന്ത് ചെയ്യണം, P&L കറണ്ട് ഇയറിൽ തന്നെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. ഇപ്പോൾ ഷെഡ്യൂൾ 3 P&L ആണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്ന് പറയുന്നത് P&L എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് ഐറ്റം കൊടുത്ത് അതിനുള്ളിൽ ഇതിൻ്റെ എഫക്റ്റ് കാണിക്കണം. ഇപ്പോൾ പ്രയർ പീരീഡ് ഐറ്റമായിട്ട് കാണിക്കുന്നതിനേക്കാളും നല്ലത് എന്തായിട്ട് കാണിക്കുന്ന, എക്സ്ട്രാ ഓർഡിനറി ഐറ്റമായിട്ട് കാണിക്കുന്നതാണ് ട്രീറ്റ്മെൻറ്റ് ശരി. അല്ലാതെ ഇതൊരു പ്രയർ പീരീഡ് ഐറ്റമായിട്ട് നോർമലി ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് അക്കൗണ്ടൻ്റെ കമ്പനീസ് പ്രപ്പോസ്ഡ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? അല്ല. എന്തുകൊണ്ട്? കഴിഞ്ഞ വർഷത്തെ എററോ ഒമിഷനോ കൊണ്ട് നമ്മൾ റൈറ്റ് ബാക്ക് ചെയ്യാൻ വിട്ടുപോയതായിരുന്നെങ്കിൽ ഓക്കെ, പ്രയർ പീരീഡും തിരിക്കായിരുന്നു. ഇപ്പോൾ എന്താ, ക്രാഷിന് ശേഷം നമുക്ക് ഇനി പ്രൊവിഷൻ ആവശ്യമില്ലാന്ന് മനസ്സിലായി, ഇപ്പം നമ്മൾ റൈറ്റ് ബാക്ക് ചെയ്തു. അല്ലാതെ നമുക്ക് നേരത്തെ മുൻകൂട്ടി അറിയാൻ വേണ്ടി പറ്റില്ല ഇങ്ങനൊരു ക്രാഷ് ഉണ്ടാവും കാര്യങ്ങൾ ഇല്ല. ഇനി ആവശ്യമില്ലാന്ന് മനസ്സിലായി, ഇപ്പോൾ റൈറ്റ് ബാക്ക് ചെയ്തു. കഴിഞ്ഞ വർഷത്തെ എററോ ഒമിഷനോ കൊണ്ട് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തതാണെങ്കിൽ മാത്രം എന്തെന്ന് തീരുമാനിക്കായിരുന്നു, പ്രയർ പീരീഡ് ഐറ്റം തിരിക്കായിരുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Sorry. Rose Constructions undertake to construct a bridge for the government of Uttar Pradesh. Uttar Pradesh ഗവൺമെൻറ്റിന് വേണ്ടി നമ്മളൊരു ബ്രിഡ്ജ് പണിയാൻ വേണ്ടി പോകണം. The construction commenced during the financial year ending 31st March 2024 and is likely to be completed by the next financial year. The contract is for a fixed price of 12 crore with an escalation clause. ഒരു ബ്രിഡ്ജ് പണിയാൻ വേണ്ടി പോകും. You are given the following information for the year ended 31st March 2024. Cost incurred up to 31st March 2024. ഇതുവരെ എത്രയായി? 4 crore. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര crore കൂടെ വരും? 6 crore കൂടെ വരും. എക്സ്കലേഷൻ കോസ്റ്റ് വാസ് 5%. എന്ന് പറയാം കോസ്റ്റ് 5% കൂടി. അപ്പം പൊതുവേ ഈ 6 crore അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇനി വരുന്ന ചിലവുകൾ ഈ കോസ്റ്റോട് കൺസിഡർ ചെയ്തിട്ടായിരിക്കും. ഹെൻസ് ദ കോൺട്രാക്ട് പ്രൈസ് ഇസ് ഓൾസോ ഇൻക്രീസ്ഡ് ബൈ 5%. അതുകൊണ്ട് കോൺട്രാക്ട് പ്രൈസ് എത്രയായിരുന്നു? 12 crore അല്ലേ? 12 crore പ്ലസ് 5%. അപ്പോൾ 12.6 crore ആയിട്ട് നമുക്ക് എടുക്കാം. യു ആർ റിക്വയർഡ് ടു അസർട്ടൈൻ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ, എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ആൻഡ് കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ടു ബി റെക്കഗ്നൈസ്ഡ് ഫോർ ദ ഇയർ ആസ് പെർ AS7. ഇപ്പോൾ ഇത് AS7ൻ്റെ ബേസിലുള്ള പ്രോബ്ലം. AS7 മീൻസ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്. എന്തൊക്കെ കണ്ടുപിടിക്കണം? സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ കണ്ടുപിടിക്കണം, റവന്യൂ കണ്ടുപിടിക്കണം, പ്രോഫിറ്റ് എത്ര ബുക്ക് ചെയ്യണം. അപ്പോൾ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മളെ സംബന്ധിച്ച്? പെർസെൻറ്റേജ് ഓഫ് വർക്ക് കംപ്ലീഷൻ കണ്ടുപിടിക്കുന്ന ഇത്രേ ഉള്ളൂ. ഇതുവരെ എത്ര ചിലവായിട്ടുണ്ട്? 4 crore. ഇനി എത്ര ചിലവാകും? 6 crore. അപ്പോൾ ടോട്ടൽ എത്ര കോസ്റ്റ് ആവും? 10 crore. 10 crore ഇതുവരെ എത്ര കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു? 4 crore. അപ്പോൾ എത്ര ശതമാനം വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 crore ഡിവൈഡഡ് ബൈ 10 crore ഇൻറ്റു 100. അതായത് ഇതുവരെ എത്ര ചിലവായി? 4. ടോട്ടൽ എത്ര ചിലവാൻ ചാൻസസ് ഉണ്ട്? ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ
10 crore. അപ്പോൾ എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി? 40% കംപ്ലീറ്റ് ആയി. ദെൻ അപ്പോൾ ഈ വർഷം റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ എത്ര ബുക്ക് ചെയ്യണം? ഈ വർഷത്തെ നമ്മുടെ ടോട്ടൽ റവന്യൂ എത്ര ആയിരിക്കും? 12.6 കേട്ടോ. ആഫ്റ്റർ എസ്കലേഷൻ 12.6 ഇൻറ്റു 40%. ഈ വർഷം റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ കാണിക്കേണ്ട എത്ര ആയിരിക്കണം? 5.04 crore. റവന്യൂ ഫോർ ദ പീരീഡ് മീൻസ് ടോട്ടൽ കോൺട്രാക്ട് റവന്യൂ ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ. അപ്പോൾ എത്ര വരും? 5.04. അപ്പോൾ ഈ വർഷത്തെ എക്സ്പെൻസ് എത്രയാണ്? ഇതുവരെ ഇൻക്വയറി ചെയ്തേക്കുന്നു കേട്ടോ, 4 crore. അപ്പോൾ ഈ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര വരും? റവന്യൂ ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്ന 5.04ഉം ഈ വർഷത്തെ എക്സ്പെൻസ് 4 crore. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എത്ര പ്രോഫിറ്റ്? 1.04. ഒരു ബേസിക് റൂളാണ് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൻ്റെ. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് പ്രകാരം റവന്യൂ ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ടോട്ടൽ കോൺട്രാക്ട് റവന്യൂ ഇൻറ്റു എത്ര ശതമാനം ഈ വർഷം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ബേസിൽ പ്രൊവൈഡ് ചെയ്യണം. ഈ വർക്ക് കംപ്ലീഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇതുവരെ എത്ര ചിലവായി ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ചിലവാകും? ടോട്ടൽ എത്ര ചിലവാകുമെന്ന് വെച്ചാൽ ഇതുവരെ എത്ര ചിലവായി പ്ലസ് ഇനി എത്ര ചിലവാകും എസ്റ്റിമേഷൻ. അപ്പോൾ ടോട്ടൽ 10 crore. 10 crore 4 crore വർക്ക് കംപ്ലീറ്റ് ആയി. ദാറ്റ് മീൻസ് 40% കംപ്ലീറ്റ് ആയി. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം ഈ റവന്യൂ മൈനസ് എക്സ്പെൻസസ് പ്രോഫിറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ മിത്യ ലിമിറ്റഡ് entered into an agreement with Satya Limited for sale of goods costing 8 lakh at a profit of 20% on cost. അപ്പം മിത്യ ലിമിറ്റഡ് സത്യ ലിമിറ്റഡിന് 8 lakhന്റെ ഗുഡ്സ് 20% പ്രോഫിറ്റിൽ. അപ്പോൾ 8 lakh പ്ലസ് 20% എന്ന് പറഞ്ഞാൽ 9.6 lakh വിൽക്കാൻ വേണ്ടി കോൺട്രാക്ട് ചെയ്തു. ദ സെയിൽ ട്രാൻസാക്ഷൻ ടുക്ക് പ്ലേസ് ഇൻ 1 February 2024. ഫെബ്രുവരി 1 നടത്തിയേക്കുന്നത്. ഓൺ ദ സെയിം ഡേ സത്യ ലിമിറ്റഡ് entered into another agreement with മിത്യ ലിമിറ്റഡ് to resell the same goods at 10.8 lakh on 1 August 2024. 1 August 2024 എന്ന് പറഞ്ഞാൽ വിറ്റ് കഴിഞ്ഞിട്ട് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ്. അപ്പം ഒരു ഓഗസ്റ്റ് വേണ്ട, അപ്പം 6 മാസം കഴിയുമ്പോൾ ഓഗസ്റ്റ് 1 6 മാസം കഴിയുമ്പോൾ തിരിച്ച് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം 9.6 lakh ഇവരുടെ കോൺട്രാക്ട് ഇങ്ങനെ ഉള്ളൂ. മിത്യ ലിമിറ്റഡ് സത്യ ലിമിറ്റഡിന് എന്ത് ചെയ്യണം? വിൽക്കണം. 8 lakhന്റെ ഗുഡ്സ് 20% പ്രോഫിറ്റ്, അതായത് 9.6 lakh വിൽക്കണം. എന്നിട്ടോ ഒരു 6 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? മിത്യ ലിമിറ്റഡ് അത് തിരിച്ച് മേടിക്കും. എത്ര രൂപയ്ക്ക്? 10.8 lakh. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദിസ് ട്രാൻസാക്ഷൻ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് മിത്യ ലിമിറ്റഡ് ഓൺ 31st March 2024. എങ്ങനെ അത് ട്രീറ്റ് ചെയ്യണം? ദ പ്രീ ഡിറ്റർമൈൻഡ് റീസെല്ലിംഗ് പ്രൈസ് കവേഴ്സ് ദ ഹോൾഡിംഗ് കോസ്റ്റ് ഓഫ് സത്യ ലിമിറ്റഡ്. റീസെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ തിരിച്ച് മേടിക്കാനുള്ള കോസ്റ്റ്. ദ ഗീവൺ ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് മിത്യ ലിമിറ്റഡ്. മിത്യ ലിമിറ്റഡിൻ്റെ ബുക്കിലുള്ള എൻട്രി എഴുതണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഏത് AS പ്രകാരമുള്ള റൂളാണെന്ന് വെച്ചാൽ AS 9 റവന്യൂ റെക്കഗ്നിഷൻ പ്രകാരമുള്ള റൂളാണ്. ഇത് സെയിൽ, ഇതൊരു പക്കാ സെയിലാണോ? പക്കാ സെയിൽ എന്ന് പറഞ്ഞാൽ വിൽക്കും. നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ മാത്രമേ കൊടുക്കുള്ളൂ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ. ഇതെന്താ? വിൽക്കും. എത്ര? 8 lakhന്റെ ഗുഡ്സ്, 8 lakh കോസ്റ്റുള്ള ഗുഡ്സ് 20% പ്രോഫിറ്റോട് ഇട്ടിട്ട് 9.6 lakh വിൽക്കും. എന്നിട്ട് അതൊരു 6 മാസം കഴിയുമ്പോൾ, 6 മാസം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 1 ആകുമ്പോൾ അക്രൂ ചെയ്യാനുള്ളൂ. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ നമ്മളത് തിരിച്ച് മേടിക്കും. 1 ഫെബ്രുവരിക്ക് വിറ്റു, 1 ഓഗസ്റ്റ് നമ്മളത് 10.8 lakh തിരിച്ച് മേടിക്കും. അപ്പോൾ 9.6 lakh വിൽക്കും, 10.8 lakh മേടിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1.2 lakh എന്ത് ചെയ്യുന്നുണ്ട്? വിറ്റിട്ട് തിരിച്ച് മേടിക്കുമ്പോൾ എക്സ്ട്രാ പേ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സെയിൽ എന്നതിനേക്കാൾ ഉപരി, സെയിൽ ഓഫ് ഗുഡ്സ് എന്നതിനേക്കാൾ ഉപരി ഇതൊരു ഫിനാൻസിങ് അറേഞ്ച്മെൻ്റ് ആണ്. ഫിനാൻസിങ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഗുഡ്സ് കൊടുത്ത് ഒരു 9.6 lakh തൽക്കാലം ഇപ്പം മേടിക്കുന്നു. എന്നിട്ട് 6 മാസം കഴിയുമ്പോഴോ പൈസ തിരിച്ചു കൊടുത്താൽ ഗുഡ്സ് തിരിച്ചു മേടിക്കുന്നു. അപ്പോൾ ഇതൊരു ലോൺ എടുക്കാൻ വേണ്ടിയുള്ളൊരു പ്രോസസ്സ് മാത്രമാണ്. സെയിൽ ആൻഡ് റീപർച്ചേസ് അല്ലേ? ഇൻ ദ ഗിവൺ കേസ് കൺകറന്റ് അഗ്രി ടു റീപർച്ചേസ് ദ സെയിം. വിൽക്കുകയും ചെയ്യും, എന്നിട്ട് അത് മേടിക്കാനും തീരുമാനിച്ചു. ഓൾസോ റീസെല്ലിംഗ് പ്രൈസസ് പ്രീ ഡിറ്റർമൈൻഡ്. തിരിച്ചെത്ര മേടിക്കുന്ന കാര്യം നമുക്ക് അറിയുകയും ചെയ്യാം. ആൻഡ് കവേഴ്സ് പർച്ചേസിംഗ് ആൻഡ് ഹോൾഡിംഗ് കോസ്റ്റ് ഓഫ് സത്യ ലിമിറ്റഡ്. അപ്പോൾ ഇത്രയും നാളത് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ആ പൈസ തരുന്നതിനുള്ളൊരു കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കുന്നത്. ഹെൻസ് ദ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ മിത്യ ലിമിറ്റഡ് ആൻഡ് സത്യ ലിമിറ്റഡ് ഓൺ 1 February 2024 ഷുഡ് ബി അക്കൗണ്ടഡ് ആസ് ഫിനാൻസിങ് റാദർ ദാൻ സെയിൽ. അതൊരു ഫിനാൻസിങ് ട്രാൻസാക്ഷൻ ആയിട്ട് റെക്കോർഡ് ചെയ്യണം, റാദർ ദാൻ ഒരു സെയിൽ. ഒരു നോർമൽ ഓർഡിനറി സെയിൽ എന്നതിനേക്കാൾ ഉപരി അതൊരു ഫിനാൻസിങ് അറേഞ്ച്മെൻ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ദ റിസൾട്ടിംഗ് ക്യാഷ് ഫ്ലോ ഓഫ് 9.6 lakh റിസീവ്ഡ് ബൈ മിത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ വിൽക്കുമ്പോൾ കിട്ടുന്ന 9.6 lakh ഇല്ലേ, ഈസ് കൺസിഡർഡ് as റവന്യൂ cannot be considered as revenue as per AS 9. അതായത് ഒരു സെയിൽ റവന്യൂ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെയോ ഇതൊരു സെയിൽ ആൻഡ് റീപർച്ചേസ് ട്രാൻസാക്ഷൻ പോലെ ട്രീറ്റ് ചെയ്യണം. അതുകൊണ്ട് 9.6 lakh കിട്ടുമ്പം എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു അഡ്വാൻസ് ഫ്രം സത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്യണം. അപ്പം മിത്യ ലിമിറ്റഡിൻ്റെ ബുക്കിലുള്ള എൻട്രി എന്തായിരിക്കും? മിത്യ ലിമിറ്റഡിന് ഗുഡ്സ് വിറ്റ് പൈസ കിട്ടി, അത് സെയിൽ ഓഫ് ഗുഡ്സ് പോലെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. പിന്നെയോ
എൻട്രി അത് ലോൺ എടുത്തതുപോലെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു അഡ്വാൻസ് ഫ്രം സത്യ ലിമിറ്റഡ്, അഡ്വാൻസ് ഫ്രം സത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ സത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു ലൈബിലിറ്റി പോലെ കാണിക്കുകയും വേണം, ഒരു കറണ്ട് ലൈബിലിറ്റി പോലെ ബാലൻസ് ഷീറ്റിൽ ആ വർഷം കാണിക്കുകയും വേണം. 9.6 lakh. പിന്നെ ഈ പൈസ നമ്മൾ 6 മാസം കഴിയുമ്പോൾ തിരിച്ചു മേടിക്കും. എത്ര കൊടുത്ത്? 10.8 lakh കൊടുത്ത്. അപ്പോൾ ശരിക്കും ഒരു 1.2 lakh എക്സ്ട്രാ കൊടുക്കുന്നില്ലേ? അതെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 6 monthsൽ ഇൻട്രസ്റ്റ് ഫിനാൻസ് ചാർജസ് പോലെ റെക്കോർഡ് ചെയ്യണം, ഈ ഒരു എഗ്രിമെൻ്റ് ഫിനാൻസ് ചാർജസ്. അപ്പോൾ ഒരു മാസം എത്ര വരും? 1.2 lakh ഡിവൈഡ് ബൈ 60 ഡിവൈഡ് ബൈ 6 20,000, അതായത് 0.2 lakh വെച്ചിട്ട് വരും ഒരു 6 മാസത്തെ ഇൻട്രസ്റ്റ്. അപ്പം ഇത് ഫെബ്രുവരി നമ്മൾ വിറ്റിട്ട് അടുത്ത ഓഗസ്റ്റിൽ അക്രൂ ചെയ്യുന്നത്. അപ്പോൾ 31st March ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫിനാൻഷ്യൽ ഇയർ എൻഡ് എന്ന് പറയുമ്പോൾ 2 മാസമായി. അപ്പോൾ 2 മാസം ഇൻട്രസ്റ്റോ 0.4 lakh, അതായത് 40,000 rupees. അത് നമ്മൾ ഫിനാൻസ് ചാർജസ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ എൻട്രി ഫിനാൻസ് ചാർജസ് അക്കൗണ്ട് ലെറ്റർ ടു സത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ അഡ്വാൻസ് ഫ്രം സത്യ ലിമിറ്റഡ്. ഫിനാൻസ് ചാർജസ് അക്കൗണ്ട് ലെറ്റർ ടു അഡ്വാൻസ് ഫ്രം സത്യ ലിമിറ്റഡ്. 2 മാസം റെക്കോർഡ് ചെയ്യണം. ഈ ഫിനാൻസ് ചാർജസ് എന്ത് ചെയ്യണം? പിയാനിലേക്ക് റൈറ്റ് ഓഫും ചെയ്യണം. ഇവിടെ വരെയുള്ള എൻട്രി ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ഫിനാൻഷ്യൽ ഇയർ എൻഡ് 31st March 2024 വരെ. പിന്നെ അടുത്ത വർഷവും August 1st ആകുമ്പോൾ ബാക്കി 4 മാസത്തെ ഫിനാൻസ് ചാർജസ്. അപ്പോൾ എത്ര വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ വന്നു വെച്ചാൽ 1.2 lakh ഡിവൈഡ് ബൈ 6 months, ഒരു മാസത്തെ 0.2. അങ്ങനെ 2 മാസം ഫെബ്രുവരി മാർച്ച് ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഇൻട്രസ്റ്റ് ഈ പീരീഡ് റെക്കോർഡ് ചെയ്തു. ഇനി അടുത്ത ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ 4 മാസം ഇൻട്രസ്റ്റ് 0.8 lakh അടുത്ത പീരീഡ് റെക്കോർഡ് ചെയ്യണം. ഇത് ഫുള്ള് ഇൻട്രസ്റ്റ് ചോദിച്ചിട്ടില്ല. അപ്പോൾ എൻട്രി ഫിനാൻസ് ചാർജസ് ടു സത്യ ലിമിറ്റഡ് 0.8 lakh ഏത് അടുത്ത പീരീഡിൽ. എന്നിട്ട് ആ വർഷത്തെ പിയാനിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യണം. എന്നിട്ട് അപ്പോൾ ടോട്ടൽ അഡ്വാൻസ് ഫ്രം സത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന അക്കൗണ്ടിൻ്റെ ബാലൻസ് അപ്പോൾ 10.8 lakh ആവും. അത് തിരിച്ചു കൊടുക്കണം. അപ്പോൾ എൻട്രി അഡ്വാൻസ് ഫ്രം സത്യ ലിമിറ്റഡ് ബാങ്ക്. പക്ഷേ ഇവിടെ ഏതുവരെ ചോദിച്ചിട്ടുള്ളൂ? 31st March വരെ ഉള്ളത് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു സെയിൽ ഓഫ് ഗുഡ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതൊരു ഫിനാൻസിങ് അറേഞ്ച്മെൻറ്റ് പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റ് പോലെ അത് റെക്കോർഡ് ചെയ്യണം. കൊടുക്കുന്ന എക്സ്ട്രാ റിട്ടേൺ ലോൺ എഴുതു പൈസ കൊടുത്തു എന്നുള്ള രീതി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ? ഇതാണ് സെയിൽ ആൻഡ് റീപർച്ചേസ് ട്രാൻസാക്ഷൻ എന്നുള്ള രീതി വരുന്നത്. ഒരു ഫിനാൻസിങ് അറേഞ്ച്മെൻറ്റ് പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതിനകത്ത് എൻട്രി ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന പൈസ ഒരു അഡ്വാൻസ് പോലെ ലോൺ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് ആ കൊടുക്കുന്ന എക്സ്ട്രാ പൈസ അതൊരു ഫിനാൻസ് ചാർജസ് ഇൻട്രസ്റ്റ് പോലെ നമ്മൾ റെക്കോർഡ് ചെയ്യുകയും വേണം. ഇസ് ഇറ്റ് ക്ലിയർ? AS9 ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ AS9 ഒന്ന് കോട്ട് ചെയ്താൽ നല്ലതായിരിക്കും ഇങ്ങോട്ട് ഇതിനകത്ത്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ number 8. MS Limited has acquired a heavy machinery at a cost of 1 crore with no breakdown of component parts. ഒരു 1 crore വലിയൊരു മെഷീനറി മേടിച്ചു. അതിലെ കമ്പോണൻസ് ഒന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. അതെന്തിനാന്ന് പറഞ്ഞപ്പോൾ കമ്പോണൻറ്റ് വൈസ് വേണം ഡിപ്രീസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ കമ്പോണൻസ് ഒന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ദ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഈസ് 10 years. 10 വർഷം അതിന് ലൈഫുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് 6th year, 6ാമത്തെ വർഷം ആയിരിക്കുമ്പോൾ one of the major components, the turbine, requires replacement as further maintenance is uneconomical. അതിൻ്റെ ടർബൈൻ മാറ്റേണ്ടി വന്നു. The remainder of the machine is perfect and is expected to last for another 4 years. The cost of new turbine is 45 lakh. The discount rate assumed is 5%. Can the cost of new turbine be recognized as an asset, and if so, what treatment should be used? ഇപ്പം ഞാനിതിന് ആദ്യമേ ഇത് AS10 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ AS ആണ്. അപ്പം നിങ്ങൾ എഴുതുമ്പോൾ തന്നെ AS10 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് എഴുതി, അല്ലെങ്കിൽ ആസ് പെർ AS10 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഏത് AS ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മാർക്ക് കിട്ടും. അവരങ്ങനെ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. ദെൻ അപ്പോൾ ഇവിടെ പറയുന്നത് പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ് പ്രകാരം ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കമ്പോണൻറ്റ് ബേസിൽ വേണം ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ. ഇപ്പോൾ ഒരു അസറ്റിൽ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കമ്പോണൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ലൈഫ് എത്രയാണ് അത്രയും നാളത്തെ നോക്കിയിട്ട് വേണം ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ. ഇവിടെ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിൽ ആ കമ്പോണൻറ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത്, റീപ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് എന്ത് ചെയ്യണം? പുതിയ കമ്പോണൻറ്റിൻ്റെ കോസ്റ്റ് അസറ്റിൻ്റെ കോസ്റ്റിനോട് ഈ മെഷീനറിയുടെ കോസ്റ്റിനോട് ആഡ് ചെയ്യുക. പഴയ കമ്പോണൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഇന്ന് എത്ര വാല്യൂ വന്നേനെ അതെന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയിട്ട് പുതിയ കമ്പോണൻറ്റിൻ്റെ കോസ്റ്റ് ആഡ് ചെയ്യണം. ഇതാണ് AS10 പ്രകാരമുള്ള പ്രൊവിഷൻ. ദ ന്യൂ ടർബൈൻ വിൽ പ്രൊഡ്യൂസ് എക്കണോമിക് ബെനിഫിറ്റ്സ് ടു MS ലിമിറ്റഡ് ആൻഡ് കോസ്റ്റ് ഈസ് മെഷറബിൾ. പുതിയ കമ്പോണൻറ്റിൽ നിന്ന് ബെനിഫിറ്റും കിട്ടും, അതിന് കോസ്റ്റ് അറിയാനും പറ്റും. ഹെൻസ് ഐറ്റം ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അസറ്റ്. അതൊരു സിഗ്നിഫിക്കൻറ്റ് അസറ്റുമാണ്. അതുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യണം?
അസറ്റായിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യണം. ദ ഒറിജിനൽ ഇൻവോയ്സ് ഓഫ് ദ മെഷീൻ ഡിഡ് നോട്ട് സ്പെസിഫൈ ദ കോസ്റ്റ് ഓഫ് ദ ടർബൈൻ, ഹൗവർ ദ കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെൻറ്റ്, അതായത് ഈ മേടിച്ച സമയത്ത് ഈ 1 crore പഴയ ടർബൈൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ പുതിയ ടർബൈൻ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര കോസ്റ്റ് ആയെന്ന് അറിയാം, 45 lakh അറിയാം. അതുകൊണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് എന്താ 6 വർഷം മുമ്പത്തെ ഈ ടർബൈൻ മേടിക്കാൻ എത്ര കോസ്റ്റായി കാണും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി ഡിസ്കൗണ്ട് റേറ്റ് തന്നിരിക്കുന്നത്, അത് കണ്ടുപിടിച്ചിട്ട് ഡിപ്രീഷിയേറ്റഡ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, ഈ അസറ്റിൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് അന്നത്തെ സമയത്ത് ഇപ്പോഴത്തെ വില വെച്ചിട്ട് അന്നത്തെ സമയത്തെ വാല്യൂ കണ്ടുപിടിച്ച് അതിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് ആ വാല്യൂ അസറ്റിൽ നിന്ന് കുറച്ചിട്ട് പുതിയ 45 lakh ടർബൈൻ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോസ്റ്റ് ഓഫ് അസറ്റ് മേടിച്ച എത്ര രൂപയ്ക്ക്, 1 lakh. ഞാൻ ഈ അസറ്റിന് എത്ര നാൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തു, 6 വർഷത്തേന്. അപ്പം ടോട്ടൽ 10 വർഷം ലൈഫ്. അപ്പം 1 crore ഡിവൈഡ് ബൈ 10 into 6. അപ്പോൾ ഇതുവരെ എത്ര ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, 60 lakh പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അസറ്റിൽ ആ ടർബൈൻ്റെ കോസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കും. ഇത്രേ ഉള്ളൂ. 6 വർഷം മുമ്പ് ഈ ടർബൈൻ മേടിക്കാൻ നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ടാവും, ഇപ്പം മേടിക്കാൻ വേണ്ടി കൊടുത്തത് 45 lakh. അപ്പോൾ 6 വർഷം മുമ്പ് നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ടാവും, ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുക്കുക, 6 വർഷം മുമ്പത്തെ പ്രസൻറ്റ് വാല്യൂ. എങ്ങനെ പ്രസൻറ്റ് വാല്യൂ എടുക്കുന്നത്, 1 divided by 1.05. അതായത് ഇത്രേ ഉള്ളൂ. ഇന്നത്തെ 1 രൂപ 1 വർഷം കഴിയുമ്പോൾ എത്രയായേനെ, 1 + 5%, 1.05 ആയേനെ ഇല്ലേ. അങ്ങനെ 6 വർഷം മുമ്പ് നമ്മൾ എത്ര രൂപയ്ക്ക് മേടിച്ച ടർബൈൻ ആയിരിക്കും ഇന്ന് മേടിക്കാൻ 45 lakh കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ 6 വർഷം മുമ്പത്തെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അത് എങ്ങനെ കാൽക്കുലേറ്റർ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കൺസെപ്റ്റിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. 1 divided by 1.05 ഫസ്റ്റ് ഇയറിലെ പ്രസൻറ്റ് വാല്യൂ കിട്ടും, 0.9523. സെക്കൻഡ് ഇയറിലെ 0.9070, തേർഡ് ഇയറിലെ 8638, ഫോർത്ത് ഇയറിലെ 0.822, ഫിഫ്ത്ത് ഇയറിലെ 0.7835, സിക്സ്ത് ഇയറിലെ 0.7462 വരും. അത് ഇൻറ്റു 45 lakh മൾട്ടിപ്ലൈ ചെയ്യാം, എത്ര വരും, 33,57,969 എന്നാണ് വരുന്നത്. അപ്പോൾ റൗണ്ട് ഓഫ് ചെയ്തപ്പോൾ 970 അല്ലെങ്കിൽ 900 റൗണ്ട് ഓഫ് ചെയ്ത് എടുത്തേക്കുന്നത്. ഇത് കുറച്ചുകൂടെ എക്സാക്ട്ലി റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 970 എന്ന് എഴുതിയാൽ മതി കേട്ടോ. എക്സാക്ട് റൗണ്ട് ഓഫ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ ചെയ്ത് വെച്ചേക്കുന്ന ഇത്രേ ഉള്ളൂ. 6 വർഷം മുമ്പത്തെ വാല്യൂ. അതായത് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 6 വർഷം മുമ്പ് നമ്മൾ ഈ 33,57,900 കൊടുത്ത മിഷനറി ആയിരിക്കും. ഓരോ വർഷം 5% വെച്ച് പ്രൈസ് ഹൈക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഞാനിത് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇത് +5%, +5%, +5%, +5%, +5%, +5%. ഇങ്ങനെ 6 വർഷം കഴിയുമ്പം നമ്മൾ എത്ര കൊടുക്കേണ്ടി വരും, 44,99,900 സംതിങ് എന്ന് പറഞ്ഞാൽ 45 lakh നമ്മൾ കൊടുത്ത് മേടിക്കേണ്ടി വരും. അപ്പം 6 വർഷം മുമ്പ് ഇത് മേടിക്കാൻ വേണ്ടി എത്ര രൂപ കൊടുക്കണമായിരുന്നു എന്നുള്ളത് 6ാമത്തെ വർഷത്തെ പ്രസൻറ്റ് വാല്യൂ എടുക്കുക. അപ്പം ഇതിൻ്റെ ലോജിക്ക് ഇത്രേ ഉള്ളൂ. ഇത്രയും രൂപയുടെ അസറ്റ് ആയിരിക്കും. 6 വർഷം മുമ്പ് ഇത് മേടിക്കണമെങ്കിലോ ഇത്രയും രൂപ കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോഴോ 5% വെച്ചിട്ട് ഓരോ വർഷം പ്രൈസ് ഹൈക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ 6 വർഷത്തെ പ്രൈസ് ഹൈക്ക് വന്നപ്പോഴായിരിക്കും 45 lakh വന്നേക്കുന്നത്. ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുക, ആ സമയത്ത് വാല്യൂ കണ്ടുപിടിക്കുക, ഡിപ്രീഷിയേറ്റഡ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. അപ്പോൾ ഈ ഒരു അസറ്റിന് പണ്ട് മേടിക്കുമായിരുന്നെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കേണ്ടി വന്നുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ അത് ഇത്രയും വരും. ശരിക്കും 970 തൊട്ട് കറക്റ്റ് വരേണ്ടത്. അപ്പം അത് ഡിവൈഡ് ബൈ 10 into 6. അപ്പോൾ ഈ ഇരിക്കുന്ന പാർട്ടിന് നമ്മൾ 10 വർഷത്തേന് വെച്ചിട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന് ഓൾറെഡി നമ്മളിപ്പോൾ എത്ര ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, 20,14,000. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 33,57,900. ഞാനത് റൗണ്ട് ഓഫ് ചെയ്ത് തന്നെ എടുത്തു കേട്ടോ. 900 ഡിവൈഡഡ് ബൈ 10 into 6. അതിൻ്റെ 6 വർഷത്തെ ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. അപ്പം ഈ ഒരു അസറ്റിൻ്റെ വാല്യൂവിൽ ഇന്ന് ആ പഴയ ടർബൈൻ്റെ വാല്യൂ, അതായത് ഓൾറെഡി എത്ര ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇത് എസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചോട്ടോ. ശരിക്കും മേടിക്കുമ്പോൾ തന്നെ പഴയ ടർബൈൻ്റെ കോസ്റ്റ് 30 lakh ആയിരുന്നു എന്ന് നമുക്ക് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ ആ 30 lakhന് 6 വർഷത്തെ ഡിപ്രീസിയേഷൻ എടുത്തിട്ട് അത് കുറച്ചേനെ. അത് തരാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ 45 lakh ഇപ്പം മേടിക്കാനായല്ലോ. അങ്ങനെയാണ് 6 വർഷം മുമ്പ് എത്ര കൊടുക്കേണ്ടി വരുമായിരിക്കും എന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ ബേസിൽ അതിൻ്റെ 6 വർഷത്തെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ച് കുറച്ചു. ക്ലിയർ? അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു കമ്പോണൻറ്റിൻ്റെ വാല്യൂവിൽ എത്ര ടർബൈൻ്റെ കോസ്റ്റ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചു. അതെന്ത് ചെയ്യണം, അസറ്റിൻ്റെ വാല്യൂവിൽ നിന്ന് കുറയ്ക്കണം. എന്നിട്ട് പുതിയ കമ്പോണൻറ്റിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പം നമ്മളെ സംബന്ധിച്ച് എന്ത് കിട്ടും, വാല്യൂ കിട്ടും. പിന്നെ ഇവിടെ എഴുതുമ്പോൾ ഇത്രയോടെ എഴുതിയാൽ നല്ലതായിരുന്നു. ആസ് പെർ AS 10 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് കോസ്റ്റ് ഓഫ് റീപ്ലേസ്ഡ്
component is to be added to the cost of asset and previous components cost is to be derecognized. അതൊരു സിഗ്നിഫിക്കൻറ്റ് കമ്പോണൻ്റ് ആണെങ്കിൽ എന്താണെങ്കിലും ടർബൈൻ എന്ന് പറയുന്ന ഒരു സിഗ്നിഫിക്കൻറ്റ് കമ്പോണൻ്റ് ആണല്ലോ. ഈ കോസ്റ്റ് തന്നെ ഇത്രയും വരുന്നുണ്ടല്ലോ, മേജർ കമ്പോണൻ്റ് ആണല്ലോ. അപ്പോൾ അത് എന്ത് ചെയ്യണം, അതിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്നിട്ട് പഴയ കമ്പോണൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യണം, ഡീറെക്കഗ്നൈസ് ചെയ്യണം, ഒഴിവാക്കണം. അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്ന ഇത്രേ ഉള്ളൂ. ഈ ഒരു അസറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഇന്ന് ഒരാളുടെ ഡിപ്രിസിയേഷൻ കുറച്ചുള്ള വാല്യൂ, അതിൽ പഴയ ടർബൈൻ്റെ കോസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിന് ഇത്രയും നാളത്തെ ഡിപ്രിസിയേഷൻ കഴിയുമ്പോഴുള്ള വാല്യൂ നമ്മൾ ഒഴിവാക്കി. ഇത് ഡയറക്റ്റ്ലി ക്വസ്റ്റിന് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. അതിന് ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള വാല്യൂ ഒഴിവാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പുതിയ വാല്യൂ ആഡ് ചെയ്യുക. ഇസ് ഇറ്റ് ക്ലിയർ? S10 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ് പ്രകാരമുള്ള ഇതായിരുന്നു. ആ പ്രൊവിഷനോട് ഒന്ന് എഴുതിയിട്ട് ചെയ്താൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 9. പൊതുവെ നമുക്കൊരു 20 ക്വസ്റ്റ്യൻസ് ആണ് RTPയിൽ നമുക്ക് റിലീസ് ചെയ്യാം. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ എങ്കിലും മെയിൻ എക്സാമിന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബെൻസാൽ കമ്പനി ലിമിറ്റഡ് ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽസ് വർത്ത് $12,000 on 15th January 2024 when the exchange rate was 68 per $. The payment for the transaction was made in 5th May 2024 when the exchange rate was 64 per $. അപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്തു January 15th, എന്നിട്ട് മെയ് മാസം 5th ഒരു അറൗണ്ട് ഒരു 3-4 months 3.5-4 months കഴിയുമ്പോഴാണ് ഈ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അല്ലേ. when the exchange rate was 64 per $. Then at the year end 31st March 2024 the rate of exchange was 65 per $. exchange rate എത്രയാണ്, 65 per $. അപ്പോൾ ഇയർ എൻഡിലെ എക്സ്ചേഞ്ച് റേറ്റ് തന്നിട്ടുണ്ട്. The accountant of the company passed an entry on 31st March 2024 adjusting the cost of raw material consumed for the difference between 64 and 68 as per $. 64.8 എന്ന് പറയാൻ മേടിച്ച അന്നത്തെ 64 എന്ന് പറഞ്ഞാൽ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്തു, റോ മെറ്റീരിയൽ കൺസ്യൂമിൻ്റെ വാല്യൂയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ ലാഭം ആ നഷ്ടം റോ മെറ്റീരിയൽ കൺസ്യൂമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഡിസ്കസ് വെദർ ദ ട്രീറ്റ്മെൻറ്റ് ഈസ് ജസ്റ്റിഫൈഡ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് AS4 AS11. AS ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ചിലപ്പം ഡിസ്കസ് വെദർ ദ ട്രീറ്റ്മെൻറ്റ് ഈസ് ജസ്റ്റിഫൈഡ് എന്ന് മാത്രം ചോദിക്കുമായിരുന്നെങ്കിലോ AS ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 1/2 മാർക്ക് കിട്ടിയാണ്. ഇപ്പോൾ ഇവിടെ ഏതാ AS11 പേരെന്താ, ദ എഫക്ട്സ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ്. AS പ്രകാരം പറയുന്ന അതിൻ്റെ പ്രൊവിഷൻ എന്താ പറയുന്നത്, ഒരു ട്രാൻസാക്ഷൻ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെങ്കിലോ ട്രാൻസാക്ഷൻ നടക്കുന്ന അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റിൽ അത് കൺവേർട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബുക്കിൽ എൻട്രി തന്നെ പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ആ ഫോറിൻ ക്രെഡിറ്റർ ഏത് എമൗണ്ട് 12,000 into 68 ആ റേറ്റിൽ തന്നെ അത് കൺവേർട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അസറ്റ് മേടിക്കുമ്പോൾ തന്നെ ഈ ഗുഡ്സ് മേടിക്കുമ്പോൾ തന്നെ പർച്ചേസ് അക്കൗണ്ട് അറ്റ് ക്രെഡിറ്റർ എന്നും പറയുന്നുണ്ടോ 12,000 into 68 ആ എമൗണ്ട് തന്നെ റെക്കോർഡ് ചെയ്യണം. 8,60,000 അത് റെക്കോർഡ് ചെയ്യണം. ഞാൻ ASൻ്റെ പ്രൊവിഷൻ പറയുന്നത് ട്രാൻസാക്ഷൻ നടക്കുന്ന അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റിൽ ഒരു ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ. എന്താ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ? ഒരു ട്രാൻസാക്ഷൻ അതിൻ്റെ ബില്ല് അല്ലെങ്കിൽ അതിൻ്റെ സെറ്റിൽമെൻറ്റ് നടന്നിരിക്കുന്നത് ഒരു അതർ ദാൻ റിപ്പോർട്ടിംഗ് കറൻസി ആണെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. കാരണം ഇവിടെ ഒരു ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ നമ്മൾ ഈ ഗുഡ്സ് മേടിച്ചിട്ട് $12,000 കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ അത് ട്രാൻസാക്ഷൻ നടക്കുന്ന അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റിൽ അത് കൺവേർട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാം. ഇനി ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആയപ്പോഴോ എക്സ്ചേഞ്ച് റേറ്റ് കുറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൽ മോണിറ്റർ ഐറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ക്രെഡിറ്റേഴ്സ് എന്തുകൊണ്ട് മോണിറ്റർ ഐറ്റം ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര കൊടുക്കണം, $12,000 കൊടുക്കണം. എന്ന് കൊടുക്കണം, മെയ് ആകുമ്പോൾ കൊടുക്കണം. ആർക്ക് കൊടുക്കണം, ഈ ഫോറിൻ പാർട്ടിക്ക് കൊടുക്കണം. ഒരു എമൗണ്ട് അത് ആർക്ക് കൊടുക്കണം, എത്ര എമൗണ്ട് കൊടുക്കണം എന്നത് നമുക്ക് അസർട്ടൈനബിൾ ആണെങ്കിൽ അതൊരു മോണിറ്ററി ഐറ്റംസിൻ്റെ ഡെഫിനേഷൻ എത്രയാണ്, മോണിറ്ററി ഐറ്റംസ് ആർ മണി ഹെൽഡ്, പൈസ. ഇപ്പോൾ ഒരു പുറത്തൊരു ഫോറിൻ കറൻസി ബാങ്ക് അക്കൗണ്ടോ ക്യാഷ് ബാലൻസോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത്, ഓർ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ടു ബി റിസീവ്ഡ് ഓർ ടു ബി പെയ്ഡ് ഇൻ ഫിക്സഡ് ഓർ ഡിറ്റർമിനബിൾ എമൗണ്ട് ഓഫ് മണി എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് അല്ലെങ്കിൽ ലൈബിലിറ്റി. ഇവിടെ ലൈബിലിറ്റി അല്ലേ, ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കാനുണ്ട്. അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ടു ബി റിസീവ്ഡ് ഓർ ടു ബി പെയ്ഡ് ഇൻ ഫിക്സഡ് ഓർ ഡിറ്റർമിനബിൾ എമൗണ്ട് ഓഫ് മണി. എമൗണ്ട് എത്രയാണ് കൊടുക്കേണ്ടത്, അത് ഫിക്സഡാണ് 12,000. ആർക്കാണ് കൊടുക്കേണ്ടത്, അത് ഡിറ്റർമിനാണ്. ഈ ഒരു ഫോറിൻ ക്രെഡിറ്ററിന് US ഒരു ക്രെഡിറ്ററിനാണ് കൊടുക്കേണ്ടത്. എത്ര കൊടുക്കണം, $12,000. അതൊരു മണി വാല്യൂ തന്നെ ആയിരിക്കും സെറ്റിലും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതൊരു മോണിറ്ററി ഐറ്റമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള മോണിറ്ററി ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റിലേക്ക് മാറ്റി കാണിക്കണം. അപ്പോൾ അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ എത്രയാണ്, 65. അപ്പം 12,000 into 65 ആ ക്രെഡിറ്റർ മാറ്റി കാണിക്കണം. അതായത് ഒരു 3 rupees വെച്ചിട്ട് എക്സ്ചേഞ്ച് റേറ്റ് കുറവുണ്ടാവും. അപ്പോൾ 12,000 into 3 ഒരു 36 നമ്മളെ സംബന്ധിച്ച് ലയബിലിറ്റി കുറയും, അന്നത്തെ റേറ്റിലേക്ക് മാറ്റി കാണിക്കും. അപ്പോൾ ഒരു 36,000 നമ്മളെ സംബന്ധിച്ച് ലാഭം വരും. ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, ഇപ്പം നമ്മുടെ ബുക്കിൽ ക്രെഡിറ്റർ നമ്മളോട് കാണിച്ചിരിക്കുന്നത് 12,000 into 16 8,16,000.
നമ്മളിനി 12,000 × 65 വെച്ചിട്ട് കാണിച്ചാൽ മതി, 7,80,000 കാണിച്ചാൽ മതി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു 36ൻ്റെ ലയബിലിറ്റി കുറയും, നമ്മളെ സംബന്ധിച്ച് ലാഭം വരും. അത് ഫോറിൻ എക്സ്ചേഞ്ച് ഡിഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് P&L ലാഭമായിട്ട് അന്ന് കാണിക്കണം. ഇനി അത് സെറ്റിൽ ചെയ്യുന്ന സമയം ആകുമ്പോഴോ 1 രൂപയുടെ കുറയും. അപ്പോൾ അത് അന്ന് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ലാഭം നഷ്ടമായിട്ട് കാണിക്കണം. ആസ് പെർ AS 11 ഇനി ആൻസറിലേക്ക് ഞാൻ പോകട്ടോ. As per AS 11, the effects of changes in foreign exchange rates, initial recognition of foreign currency transaction is done in the reporting currency by applying the exchange rate at the date of transaction. Transaction നടക്കുന്ന exchange rate വേണം ഈ ഒരു initially transaction നടക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ. Accordingly, on 15th January, the raw material purchased and its creditors will be recorded at $12,000 × 68. അപ്പോൾ നമ്മുടെ ബുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ $12,000 എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതിനെ കറസ്പോണ്ടിങ് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ 8,16,000 റെക്കോർഡ് ചെയ്യണം. ഓൾസോ ഓൺ ബാലൻസ് ഷീറ്റ് ഡേറ്റ് സച്ച് ട്രാൻസാക്ഷൻ ഈസ് റിപ്പോർട്ടഡ് അറ്റ് ക്ലോസിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഏത് ട്രാൻസാക്ഷൻ എന്ന് ചോദിച്ചാൽ അതിലെ മോണിറ്റർ റേറ്റ് എന്ന് പറയുമ്പോൾ ഏതാ ക്രെഡിറ്റേഴ്സ്, അത് അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റിലേക്ക് മാറ്റി കാണിക്കണം. ഇറ്റ് വിൽ ബി വാല്യൂഡ് അറ്റ് ദ ക്ലോസിംഗ് റേറ്റ്, ദാറ്റ് മീൻസ് 65ലേക്ക് വാല്യൂ ചെയ്യണം. ഇപ്പോൾ 12,000 × 65 7,80,000 വാല്യൂ ചെയ്യണം ഓൺ 31st March 2024 ഇറസ്പെക്റ്റീവ് ഓഫ് ദ പേയ്മെൻറ്റ് മെയ്ഡ്. ഇനി പേയ്മെൻറ്റ് നടത്തുമ്പോൾ അന്ന് 64 വെച്ച് കൊടുത്താൽ മതി. ആ ലാഭോടെ നമ്മൾ ഇപ്പോഴും ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബാലൻസ് ഷീറ്റ് ഡേറ്റിലെ റേറ്റിലേക്ക് അത് മാറ്റി കാണിക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്ത് വരും, ലയബിലിറ്റി കുറയും. ആ ലാഭം നമ്മളിപ്പം ഫോറിൻ എക്സ്ചേഞ്ച് ഡിഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്യണം. അപ്പം ഇത് ഫോറിൻ എക്സ്ചേഞ്ച് ഡിഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് P&L ഒരു ലാഭമായിട്ട് റെക്കോർഡ് ചെയ്യണം. അല്ലാതെ ഇത് കോസ്റ്റ് ഓഫ് പർച്ചേസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമല്ല, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ കൺസ്യൂമറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമല്ല വേണ്ടത്. ഇത് ഫോറിൻ എക്സ്ചേഞ്ച് ഡിഫറൻസ് എന്ന് പറയുന്നത് അതൊരു ലാഭമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ക്ലിയർ? അല്ലാതെ അത് കോസ്റ്റ് ഓഫ് പർച്ചേസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമല്ല വേണ്ടത്. ഇൻ ദ സബ്സിക്വൻറ്റ് ഇയർ ഓൺ സെറ്റിൽമെൻറ്റ് ഡേറ്റ് കമ്പനി വുഡ് റെക്കഗ്നൈസ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പിന്നെ 1 രൂപയുടെ കുറവ് വരില്ലേ? അപ്പോൾ അത്രയും ലാഭം, ഇപ്പോൾ ഒരു 12,000 ലാഭം നമ്മളെ സംബന്ധിച്ച് വരില്ലേ? ആ ലാഭം വീണ്ടും അന്ന് ഫോറിൻ എക്സ്ചേഞ്ച് ഡിഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്യണം. ഇവിടെ അക്കൗണ്ടിങ്ങിലുള്ള ഇവരെന്താ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്? ഈ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ്, മേടിച്ച സമയത്ത് നമ്മളുള്ള എക്സ്ചേഞ്ച് റേറ്റ് അത് മുഴുവൻ പർച്ചേസ് കോസ്റ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് പർച്ചേസിൻ്റെ വാല്യൂയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ പറ്റത്തില്ല. അത് ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ്, ഇവിടെ ഗെയിൻ ആണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യേണ്ടി വരും, P&L റെക്കോർഡ് ചെയ്യേണ്ടി വരും. അല്ലാതെ അത് കോസ്റ്റ് ഓഫ് പർച്ചേസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് എടുക്കുമ്പോൾ ബാലൻസ് ഷീറ്റ് ഡേറ്റിലേക്ക് ആദ്യം മാറ്റി കാണിക്കണം. എന്നിട്ടത് ആ ലാഭം ആ വർഷം റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് സെറ്റിൽമെൻറ്റിൻ്റെ സമയമാകുമ്പോൾ ഉണ്ടാകുന്ന പിന്നീടുള്ള ലാഭം അത് അടുത്ത പീരീഡ് റെക്കോർഡ് ചെയ്യണം. അല്ലാതെ ഒറ്റയടിക്ക് മേടിച്ചു പേയ്മെൻറ്റ് നടത്തി ആ ഒരു സമയത്ത് എക്സ്ചേഞ്ച് റേറ്റിലേക്ക് മാറ്റി കാണിക്കാൻ പറ്റില്ല. പ്രൊവൈഡഡ് ഇവിടെ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ഇടയ്ക്ക് വരുന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ട് അത് P&L ലാഭമായിട്ട് റെക്കോർഡ് ചെയ്യണമായിരുന്നു. അതൊരിക്കലും കോസ്റ്റ് ഓഫ് പർച്ചേസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഇവിടുത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ശരിയാണോ? AS 11 പ്രൊവിഷൻ പ്രകാരമാണോ ഇവർ അക്കൗണ്ട് ചെയ്തേക്കുന്നത്? അല്ല. ക്ലിയർ? ഇതാണ് 9th ക്വസ്റ്റിന് ആൻസർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 10th ക്വസ്റ്റ്യൻ പകുതി. Asta Limited is absorbed by Nista Limited. നല്ല പേര്. The consideration being the takeover of liabilities, the payment of cost of absorption not exceeding ₹10,000, actual cost 9,000. അതായത് റിയലൈസേഷൻ എക്സ്പെൻസസ്, കോസ്റ്റ് ഓഫ് അബ്സോർപ്ഷൻ ഈ ഒരു കമ്പനി പൂട്ടണ്ടേ. Asta Limited is absorbed by Nista Limited. അപ്പോൾ Asta Limited വെൻഡർ കമ്പനി, സെല്ലിംഗ് കമ്പനി, പർച്ചേസിംഗ് കമ്പനിയാണ് Nista Limited. Consideration being the takeover of liabilities, the payment of cost of absorption not exceeding 10,000 വരെയുള്ള റിയലൈസേഷൻ എക്സ്പെൻസ് ആരുടെ? അസ്താൻ ലിമിറ്റഡിൻ്റെ കമ്പനി പൂട്ടണ്ടേ. അപ്പോൾ ആ ചിലവ് 10,000 വരെയുള്ള എക്സ്പെൻസ് നമ്മൾ റീംബേഴ്സ് ചെയ്യും. നിസ്താൻ ലിമിറ്റഡ് പർച്ചേസിംഗ് കമ്പനി റീംബേഴ്സ് ചെയ്യും. പക്ഷേ ആക്ച്വലി 9,000 വന്നുള്ളൂ. അപ്പോൾ 9,000 ഫുൾ റീംബേഴ്സ് ചെയ്യും. ദ പേയ്മെൻറ്റ് ഓഫ് 9% ഡെബഞ്ചേഴ്സ് ഓഫ് 50,000. അസ്താൻ ലിമിറ്റഡിൽ ഒരു 9% ആനുവലി ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ഒരു 50,000 റുപ്പീസ് ഫേസ് വാല്യൂ ഉള്ള ഡെബഞ്ചർ ഉണ്ടായിരുന്നു. അത് അറ്റ് എ പ്രീമിയം ഓഫ് 20%. അപ്പോൾ 50,000 രൂപയുടെ സാധനം 20% പ്രീമിയത്തില്ല. അപ്പോൾ 60,000 രൂപയുടെ ഡെബഞ്ചർ നമ്മളിവിടെ കൊടുക്കും. ത്രൂ 8% ഡെബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓഫ് 25% ഓഫ് ഫേസ് വാല്യൂ. അപ്പം ഒരു ഡെബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ ഇപ്പോൾ 100 ആണെങ്കിൽ 125 രൂപയുടെ ഡെബഞ്ചറായിട്ട് നമ്മൾ കൊടുക്കും. 25% പ്രീമിയത്തിൽ കൊടുക്കും. എത്ര രൂപയ്ക്ക്? 60,000 രൂപയുടെ ഡെബഞ്ചർ കൊടുക്കും. അപ്പോൾ 60,000 രൂപ 125 ഒരു 450 ഡെബഞ്ചർ 125 രൂപ വാല്യൂ എന്നുള്ള രീതി കൊടുക്കുക. അപ്പോൾ 60,000 രൂപയുടെ ഡെബഞ്ചർ, പഴയ കമ്പനിയുടെ 50,000 രൂപയുടെ ഡെബഞ്ചർ പകരം പുതിയ കമ്പനി 60,000 രൂപ വാല്യൂ ഉള്ള ഡെബഞ്ചർ കൊടുക്കും ഡെബഞ്ചർ ഹോൾഡേഴ്സിന്. ആൻഡ് the payment of 15 per share in cash and allotment of 3 11% preference shares of 10 each and 4 equity shares of 10 each at a premium of 20% fully paid for every 5 shares in Asta Limited. എന്ന് പറയുന്നത് എന്താ? അസ്താൻ ലിമിറ്റഡിൽ ഇരിക്കുന്ന ഓരോ ഷെയറിനും 15 രൂപ ക്യാഷ് ആയിട്ട് കൊടുക്കും. എന്നിട്ടോ അലോട്ട്മെൻറ്റ് ഓഫ് 3 11% preference shares of 10 each 3 പ്രിഫറൻസ് ഷെയറും കൊടുക്കും, 4 ഇക്വിറ്റി ഷെയറും കൊടുക്കും. ഫുള്ളി പെയ്ഡ് ഫോർ എവറി 5 ഷെയർസ് ഇൻ അസ്താൻ ലിമിറ്റഡ്. അസ്താൻ ലിമിറ്റഡിൽ 5 ഷെയറുള്ള ആൾക്കാർക്ക് 3 പ്രിഫറൻസ് ഷെയറും 4 ഇക്വിറ്റി ഷെയറും കൊടുക്കും. 5 ഷെയർ ഉള്ളവർക്ക്. ദ നമ്പർ ഓഫ് ഷെയർസ് ദ വെൻഡർ കമ്പനി
ആർ വെൻഡർ കമ്പനി എന്ന് പറഞ്ഞാൽ അസ്താൻ ലിമിറ്റഡിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്? 1,50,000 ഷെയർസ് ₹10 ഈസ് ഫുള്ളി പെയ്ഡ്. 1,50,000 ഷെയറാണ് ഉള്ളത്. കാൽക്കുലേറ്റ് പർച്ചേസ് കൺസിഡറേഷൻ ആസ് പെർ AS14. എന്താ ഈ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്ര രൂപയ്ക്കാണ് പർച്ചേസിങ് കമ്പനി ആ സെല്ലിംഗ് കമ്പനി നിങ്ങൾ മേടിച്ചിരിക്കുന്നത്? ഇച്ചിരൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസിങ് കമ്പനി സെല്ലിംഗ് കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന കൺസിഡറേഷൻ്റെ ആകെ തുക. അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, ക്യാഷ് ആയിട്ട് കൊടുക്കാം, ഡെബഞ്ചറായിട്ട് കൊടുക്കാം, ഷെയർ ആയിട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഷെയർ ഹോൾഡേഴ്സിന് മാത്രം കൊടുക്കുന്ന പേയ്മെൻറ്റ് എടുക്കുള്ളൂ. അപ്പം ഇവിടെ ആ റിയലൈസേഷൻ എക്സ്പെൻസസ് കൊടുത്തേക്കുന്നു അത് ഒരിക്കലും പർച്ചേസ് കൺസിഡറേഷൻ എടുക്കത്തില്ല. ഇവിടെ ഡെബഞ്ചേഴ്സിന് കൊടുത്തേക്കുന്ന പേയ്മെൻറ്റോ അത് ഡെബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തേക്കുന്നതല്ലേ. ഡെബഞ്ചർ ഹോൾഡേഴ്സിന് ഡെബഞ്ചർ ഇഷ്യൂ ചെയ്തു, അതൊരിക്കലും പർച്ചേസ് കൺസിഡറേഷനേ വരില്ല. അതായത് ലൈബിലിറ്റി സെറ്റിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തതാണ്. പഴയ കമ്പനി പൂട്ടി പോകുമ്പോൾ ഇനി അസ്താൻ ലിമിറ്റഡിൻ്റെ ഡെബഞ്ചർ സർട്ടിഫിക്കറ്റ് അവർ കൈവച്ചിട്ട് കാര്യമില്ലല്ലോ. പകരം അസ്താൻ ലിമിറ്റഡ് പുതിയ ഡെബഞ്ചർ ഇഷ്യൂ ചെയ്തു, അതൊരിക്കലും പർച്ചേസ് കൺസിഡറേഷൻ വരത്തില്ല. പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് മേടിച്ചിട്ട് അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ്. ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യണം? ഇവിടെ 1,50,000 ഷെയർ ഉണ്ട്. ഒരു ഷെയറിന് ₹15 പെർ ഈച്ച് ഇൻ ക്യാഷ്. അപ്പോൾ 1,50,000 ഇൻറ്റു 15 ഒരു 22,50,000 ക്യാഷ് തന്നെ ആയിട്ട് കൊടുക്കേണ്ടി വരും, ക്യാഷ് ആയിട്ട്. ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് 11% പ്രിഫറൻസ് ഷെയർസ് ഓഫ് 10 ഈസ്. അപ്പോൾ 1,50,000 ഷെയർ ഉണ്ട്. ഓരോരുത്തർക്കും 3 വെച്ച് കൊടുക്കുമെന്നല്ല പറഞ്ഞ്, 5 ഷെയർ ഉള്ളവർക്ക് 3 ഷെയർ. അപ്പോൾ 1,50,000 ഡിവൈഡഡ് ബൈ 5 30,000 ഇൻറ്റു 3. അതായത് 1,50,000 ഷെയറിന് പകരമോ 5 ഷെയർ ഉള്ളവർക്ക് 3 ഷെയർ. അപ്പോൾ 1,50,000 ഷെയർ ഉള്ള ആൾക്കാർക്കോ 1,50,000 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 3 അല്ലെങ്കിൽ ഇൻറ്റു 3/5 എത്ര? 90,000 എന്ത് പ്രിഫറൻസ് ഷെയർ കൊടുക്കും, 10 രൂപയുടെ ഷെയർ. അപ്പോൾ 90,000 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്ര വരും? 9 lakh. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ എടുത്ത് കഴിയുമ്പോൾ എത്ര വരും? 90,000 പ്രിഫറൻസ് ഷെയർസ് ₹10 ഈച്ച്. അപ്പോൾ എമൗണ്ട് എത്ര വരുമെന്ന് ചോദിച്ചാൽ 9 lakh. ഇവിടെ നമ്പറോടെ എഴുതിയാൽ നല്ലത് കേട്ടോ. 90,000 11% പ്രിഫറൻസ് ഷെയർസ് 10 ഈച്ച്. എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ 90,000 എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ 1,50,000 ഇൻറ്റു 3/5 അത് ഇൻറ്റു 10. അപ്പം എമൗണ്ട് എത്ര വന്നു? 9 lakh. അപ്പോൾ ഇവിടെ 90,000 11% പ്രിഫറൻസ് ഷെയർസ് ഓഫ് 10 ഈച്ച് എത്ര? 9 lakh വരും. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി എന്താ? 4 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 20%. അപ്പോൾ 10 രൂപയുടെ ഷെയർ 12 രൂപയ്ക്കാണ്, 20% പ്രീമിയം 12 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം 1,50,000 ഡിവൈഡ് ബൈ 5 ഷെയർ ഉള്ളവർക്ക് 4 ഷെയർ, ഓരോ ഷെയർ ഉള്ളവർക്ക് 4 കൊടുക്കുന്നല്ല പറയുന്നത്. അപ്പോൾ 1,50,000 ഇൻറ്റു 4/5 അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 5 ഇൻറ്റു 4 1,20,000 ഇക്വിറ്റി ഷെയർ കൊടുക്കും. ഒരു ഷെയർ എത്ര രൂപ വെച്ചിട്ടാ? 12 രൂപ വെച്ചിട്ട്. പ്രീമിയം പ്രീമിയം ഒക്കെ അവരുടെ ബുക്ക് റെക്കോർഡ് ചെയ്താൽ പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടിയ വില ഷെയർ 12 രൂപയുടെ ഷെയർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര? 1,20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് 20% പ്രീമിയം അറ്റ് 12 ഈച്ച് എന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്താൽ മതി. ഇവിടെ പ്രീമിയം നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു ഷെയർ കിട്ടുമല്ലേ, നമ്മളെ സംബന്ധിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് 12 രൂപ. അപ്പം 1,20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹12 ഈച്ച്. അപ്പോൾ എത്ര വരും? 14,40,000. അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഡെബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തതും റിയലൈസേഷൻ എക്സ്പെൻസസ് കൊടുത്തോ അതും നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ എടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം ഇതിനകത്ത് AS കോട്ട് ചെയ്യുന്നത് നല്ലത്. ആസ് പെർ AS ഇത് ഏതിൻ്റെ പ്രോബ്ലമാണ്? അമാൽഗമേഷൻ്റെ പ്രോബ്ലമാണ്. As per AS14, accounting for amalgamation, the term purchase consideration has been defined as the aggregate of shares or other securities issued and the payment made in the form of cash or other securities by the transferring company to the shareholders of transfer company. അതായത് പർച്ചേസിങ് കമ്പനി സെല്ലിംഗ് കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ടോട്ടൽ പേയ്മെൻറ്റ്സിന് എല്ലാം കൂടെ ഒരു ടോട്ടൽ, അതാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? Payments made by transfer company to discharge the debenture holders and outside liabilities and cost of winding up for transfer company are not. അപ്പോൾ ഡെബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്ത പേയ്മെൻറ്റും ആ റിയലൈസേഷൻ എക്സ്പെൻസും കൊടുത്തത് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കുമ്പോൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെയോ ഏത് മാത്രം എടുത്താൽ മതി? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്. ഇനി ഷെയർ ഹോൾഡേഴ്സിന് ഇവിടെ കുറച്ച് ഡെബഞ്ചർ കൊടുത്തു എന്ന് പറഞ്ഞായിരുന്നെങ്കിലോ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തായിരുന്നെങ്കിൽ അതെല്ലാം എടുത്തേനെ. ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ആയിട്ട് കൊടുത്തതോ സെക്യൂരിറ്റീസ് ആയിട്ട് കൊടുത്തോ ക്യാഷ് ആയിട്ട് കൊടുത്തോ ഇനി എന്ത് ഫോമിൽ കൊടുത്താലും എടുക്കും. അതല്ലേ ഇപ്പം നമ്മുടെ ബിസിനസ് മേടിച്ചിട്ട് ഇപ്പം എൻ്റെ ബിസിനസ് വേറെ ആൾ മേടിക്കുക, എനിക്ക് തരുന്ന കൺസിഡറേഷൻ മാത്രമല്ലേ ഉള്ളൂ പർച്ചേസ് കൺസിഡറേഷൻ എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ കമ്പനിയിലെ കുറച്ച് ക്രെഡിറ്റേഴ്സിന് അവർ കുറച്ച് പൈസ കൊടുക്കുക, എൻ്റെ കമ്പനിയിലെ ഡെബഞ്ചർ ഹോൾഡേഴ്സിന് അവർ കുറച്ച് പൈസ കൊടുത്തു, അതൊന്നും എനിക്ക് കിട്ടുന്ന പേയ്മെൻ്റ് അല്ലല്ലോ. അപ്പം ഓണേഴ്സിന് കിട്ടുന്ന പേയ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന പേയ്മെൻറ്റ് അത് മാത്രമേ പർച്ചേസ് കൺസിഡറേഷൻ എടുക്കാൻ പാടുള്ളൂ. ക്ലിയർ? എൻ്റെ ലോജിക്ക് ക്ലിയർ ആണല്ലോ അല്ലേ? S14 ബേസിലുള്ള ഒരു പ്രോബ്ലമാണ്, ചിലപ്പോൾ ചോദിക്കാം. ക്ലിയർ? അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും, ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയി. ക്ലിയർ? കുഴപ്പമില്ലല്ലോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 11. How much interest
be capitalized when qualifying assets are funded by borrowings in the nature of bonds that are issued at a discount. അപ്പോൾ ഇത് AS16 ബോറോയിങ് കോസ്റ്റിനെ ബേസിലുള്ള പ്രോബ്ലമാണ്. അപ്പോൾ നമ്മളൊരു ക്വാളിഫയിങ് അസറ്റ് അതിൻ്റെ ഫണ്ട് കണ്ടെത്തുന്നത് എന്താ, ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടാണ്, ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലുമാണ്. എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് ഇൻ ദ ഇയർ 1 a 3-year 10% per annum interest paid annually bond with a face value of 1 lakh at a price of 90,000 to finance the qualifying asset which is ready for intended use at the end of year 2. ഇപ്പോൾ ഒരു ക്വാളിഫയിങ് അസറ്റിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ബോണ്ട് ഇഷ്യൂ ചെയ്തു. 1 lakh rupees ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചർ 90,000 rupees ഇഷ്യൂ ചെയ്തു. അപ്പോൾ 10,000 ഡിസ്കൗണ്ടിൽ ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓരോ വർഷം 10% കൊടുക്കണം, ഏതിൻ്റെ ഫേസ് വാല്യൂൻ്റെ. അപ്പോൾ 1 lakhൻ്റെ 10%, ആനുവൽ ഇൻട്രസ്റ്റ് എത്ര വരും, 10,000 വെച്ച് വരും. ഡിസ്കൗണ്ട് എത്ര ഉണ്ട്, 10,000 ഉണ്ട്. Compute the amount of borrowing cost to be capitalized if the company uses amortization or discount on straight line basis. അപ്പോൾ ഈ ഡിബഞ്ചർ എത്ര നാളത്തേനായിരിക്കും നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, 3 വർഷത്തേനല്ലേ. അപ്പോൾ ഈ ഡിബഞ്ചർ നമ്മൾ എന്ത് ചെയ്യണം, 3 വർഷത്തേന് അമോർട്ടൈസ് ചെയ്യണം. 3 ഇയറിലേക്കുള്ള ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. അപ്പം ഡിസ്കൗണ്ട് ഓരോ വർഷം 10,000 ഡിവൈഡ് ബൈ 3, 3,333 വെച്ചിട്ട് നമ്മൾ അമോർട്ടൈസ് ചെയ്യുകയും വേണം. AS16 പ്രകാരം ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും, ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആൻഡ് അതർ കമ്മിറ്റ്മെന്റ് കോസ്റ്റസ് വരും. പിന്നെയോ അമോർട്ടൈസേഷൻ ഓഫ് ഡിസ്കൗണ്ട് ഓർ പ്രീമിയം റിലേറ്റിംഗ് ടു ബോറോയിങ്, അതായത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഡിബഞ്ചേഴ്സ്, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ഇതെല്ലാം ബോറോയിങ് കോസ്റ്റിനകത്ത് കവർ ചെയ്യും. ബോറോയിങ് കോസ്റ്റ് കവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു 5 ടോപ്പിക്കുകൾ, അതായത് ബോറോയിങ് കോസ്റ്റിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുമ്പം നോർമലി ഏതൊക്കെ വരും, ഇൻട്രസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെന്റ് ചാർജസ് വരും. ഇനി ഡിസ്കൗണ്ട് ഓർ പ്രീമിയം ഓൺ അമോർട്ടൈസേഷനും ബോറോയിങ്സ് വരും. പിന്നെ ഫിനാൻസ് ലീസിന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിനാൻസ് ചാർജസ് വരും. പിന്നെ വേറെ ഏതൊക്കെയായിരുന്നു ബോറോയിങ് കോസ്റ്റ്, പിന്നെ ലോൺ പ്രോസസ്സിങ് ചാർജ്, ആൻസിഡൻ്റ് എക്സ്പെൻസസ്, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് വരും, ബോറോയിങ് കോസ്റ്റ് കവർ ചെയ്യും. അപ്പോൾ ഇവിടെ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും, ഇതിന് കൊടുക്കണം ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എത്ര കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, 1 lakhൻ്റെ 10% ഇൻട്രസ്റ്റ്. അപ്പോൾ എത്ര വരും, 10,000 ആനുവലി നമ്മൾ ഇൻട്രസ്റ്റ് വെച്ച് കൊടുക്കണം. ഇത് കൂടാതെ നമുക്ക് എന്ത് വരും, ഒരു 10,000 ലോസ് വരും, ഡിസ്കൗണ്ട് വരും. അത് 3 വർഷത്തേന് നമ്മൾ അമോർട്ടൈസ് ചെയ്യണം വേണ്ടേ. സോ ബോറോയിങ് കോസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. AS16 പ്രകാരം ബോറോയിങ് കോസ്റ്റ്. അപ്പോൾ AS ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി അമോർട്ടൈസേഷൻ ഓഫ് ഡിസ്കൗണ്ട്, അതും ഒരു കമ്പോണൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഈ പാരഗ്രാഫ് ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് ഇവിടെ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, അപ്പോൾ 1 lakhൻ്റെ 10%, 10,000 ഇൻട്രസ്റ്റും വരും. പിന്നെ ഈ ഡിസ്കൗണ്ട് 10,000, അത് 3 വർഷത്തേന് അമോർട്ടൈസ് ചെയ്യില്ല. അപ്പോൾ ഓരോ വർഷം 3,000 വെച്ചിട്ട് 3,333 വെച്ചിട്ട് വരികയും ചെയ്യും. അത് രണ്ടും ബോറോയിങ് കോസ്റ്റിനകത്ത് വരും. ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും വരും. ഇനി ബോറോയിങ് കോസ്റ്റ് ഡയറക്ട്ലി റിലേറ്റിംഗ് ദ അക്വിസിഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ ക്വാളിഫയിങ് അസറ്റ് ആണെങ്കിൽ അത് എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യണം. എപ്പോൾ വരെയുള്ള ആക്ടിവിറ്റി ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അത് കംപ്ലീറ്റ് ആവുന്ന സമയം വരെയുള്ള ക്യാപിറ്റലൈസേഷന് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണെങ്കിലും 2 വർഷം എടുക്കും ഒരു ക്വാളിഫയിങ് അസറ്റ് റെഡി ആവാൻ വേണ്ടി. അപ്പോൾ ആ 2 വർഷത്തേന് നമ്മൾ മുടക്കുന്ന ആ ഒരു എമൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം. ക്ലിയർ. അപ്പോൾ എന്തൊക്കെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഓരോ വർഷത്തെ ഇൻട്രസ്റ്റ് എല്ലാ വർഷവും 10,000 വെച്ച് കൊടുക്കണം. പിന്നെ ഡിസ്കൗണ്ട് നമ്മൾ എത്ര വെച്ച് അമോർട്ടൈസ് ചെയ്യും, 3,333 വെച്ചിട്ട് അമോർട്ടൈസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ബോറോയിങ് കോസ്റ്റ് ഇത്രയും വരും. അപ്പം നമുക്കിവിടെ ബോറോയിങ് കോസ്റ്റ് ഏതൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യാം, ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ഇത്രയും കോസ്റ്റ് കൂടെ, അസറ്റ് പണിയാനുള്ള ചിലവിൻ്റെ കൂടെ ഇത്രയും ഇൻട്രസ്റ്റ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം. അതായത് അസറ്റ് പണിയാനുള്ള കോസ്റ്റിൻ്റെ കൂടെ, കൺസ്ട്രക്ഷൻ ഓഫ് അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഈ 3ാമത്തെ വർഷത്തെ കോസ്റ്റ് എന്ന് പറയുന്നതോ സെക്കൻഡ് ഇയറും കൊണ്ട് അത് കംപ്ലീറ്റ് ആവും. പിന്നെ 3rd ഇയറിലെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, അത് എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യണം. അത് റെഡിയായി കഴിഞ്ഞതിന് ശേഷം വരുന്ന എക്സ്പെൻസസ് അല്ല തേർഡ് ഇയറിലെ എക്സ്പെൻസസ് PNലേക്ക് ചാർജ് ചെയ്യണം. ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറിലെയും എക്സ്പെൻസസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാതെ അതിൻ്റെ പ്രൊവിഷൻ കൂടെ ഒന്ന് എഴുതിയിട്ട് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പനി ഹാസ് ആൻ ഇന്റർസെഗ്മെന്റ് ട്രാൻസ്ഫർ പ്രൈസിംഗ് പോളിസി ഓഫ് ചാർജിങ് അറ്റ് കോസ്റ്റ് ലെസ് 5%. നമ്മൾ കോസ്റ്റിനേക്കാളും 5% കുറച്ചിട്ടാണ് അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ വിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കമ്പനിക്കുള്ളിൽ തന്നെയുള്ള അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ വിൽക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് ആർ ജനറലി 20% എബോവ് കോസ്റ്റ്. യു ആർ റിക്വയർഡ് ടു എക്സാമിൻ വെദർ ദ പോളിസി അഡോപ്റ്റഡ് ബൈ ദ കമ്പനി ഈസ് കറക്റ്റ് ഓർ നോട്ട്. അപ്പോൾ ഇത് ഏത് ASന്റെ ബേസിലുള്ള പ്രോബ്ലം ആയിരിക്കും, സെഗ്മെന്റ് റിപ്പോർട്ടിംഗ്. AS17 സെഗ്മെന്റ് റിപ്പോർട്ടിംഗ് ബേസിലുള്ള പ്രോബ്ലം ആയിരിക്കും. സെഗ്മെന്റ് റിപ്പോർട്ടിംഗ് പ്രകാരം ഇന്റർ സെഗ്മെന്റ് ട്രാൻസ്ഫർ നിങ്ങൾ ഈ പ്രൈസിലെ നടത്താവുള്ളൂ എന്ന് പറയുന്നുണ്ടോ, ഇല്ല. നിങ്ങൾ കഴിഞ്ഞ വർഷം പണ്ട് ഏത് പ്രൈസിലാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതേ പ്രൈസിൽ തന്നെ ഈ വർഷം നടത്തിക്കുക, ഒരു പ്രശ്നമില്ല. As per AS17, segment reporting requires that inter-segment transfer should be measured on the basis that the enterprise actually used to price. ഇത് എങ്ങനെയാണ് പണ്ടോട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ പ്രൈസിൽ തന്നെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു, അത് കോസ്റ്റിനേക്കാൾ ഇത്ര ശതമാനം കൂടുതലായിരിക്കണം അങ്ങനെയൊന്നും പറയുന്നുണ്ടോ, ഇല്ല. ദ ബേസിസ് ഓഫ് പ്രൈസിങ് ഇന്റർ സെഗ്മെന്റ് ട്രാൻസ്ഫേഴ്സ് ആൻഡ് എനി ചേഞ്ച് therein should be disclosed. അതിലെന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം മാത്രം ഡിസ്ക്ലോസ്
ചെയ്താൽ മതി. ദെൻ hence the enterprise can have its own policy for pricing intersegment transfers and transfers. Hence intersegment transfers may be based on cost. അത് കോസ്റ്റിനേക്കാളും കൂടുതലോ കുറവോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഏത് പ്രൈസിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ള കാര്യം അതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം മാത്രം ഡിസ്ക്ലോസ് ചെയ്താൽ മതി. However, whichever policy is followed, the same should be disclosed and applied consistently. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ പറയാൻ കഴിഞ്ഞ വർഷം നിങ്ങൾ ഏത് പോളിസിയാണ് യൂസ് ചെയ്തത് അതേ പോളിസിയാണ് ഈ വർഷം യൂസ് ചെയ്താൽ മതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. Therefore, in the given case, intersegment transfer pricing policy adopted by the company is correct if followed consistently. കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് തന്നെയാണ്. വേറെ സ്പെസിഫിക് ഡിസ്ക്ലോഷർ അതിന് വേണ്ടി ആവശ്യമില്ല. ഇനി അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ ആ ഒരു ഫാക്ട് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം മാർക്കറ്റ് പ്രൈസിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യണമെന്നൊന്നും സെഗ്മെൻറ്റ് റവന്യൂവിൽ പറയുന്നില്ല. സെഗ്മെൻറ്റ് റവന്യൂ നിങ്ങൾ ഏത് രീതിയിലാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതും അതിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഫാക്റ്റ് ഒന്ന് ഡിസ്ക്ലോസ് ചെയ്താൽ മതി. ക്ലിയർ? അല്ലാതെ ഇന്ന പ്രൈസ് ട്രാൻസ്ഫർ ചെയ്യാവുള്ളൂ എന്നൊന്നും പറയുന്നില്ല. മോഡൽ AS സ്റ്റഡി മെറ്റീരിയൽ പ്രോബ്ലം മോഡലുണ്ട്, അതേ മോഡലിൽ തന്നെ ഒരു പ്രോബ്ലം എക്സ്ട്രാ തന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ക്ലിയർ? ദെൻ will transactions with related parties for services provided or received free of cost be required to be disclosed? റിലേറ്റഡ് പാർട്ടി ആയിട്ട് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് സർവീസ് കിട്ടി, അത് ഫ്രീ ഓഫ് കോസ്റ്റിനാണ്, ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണമെന്നില്ല, അത് ഡിസ്ക്ലോസ് ചെയ്യണം വേണ്ടേ? A Limited has a corporate communications department which centralizes the public relations functions for the whole group of A Limited and subsidiary. A Limited and ഗ്രൂപ്പിൻ്റെ എല്ലാം കൂടി ഈ പബ്ലിക് റിലേഷൻസ് ഫംഗ്ഷൻ എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് ഒരുമിച്ചാണ് ചെയ്യുന്നത്. നോ ചാർജസ് ആർ ഹൗവർ ലെവേഡ് ബൈ A Limited ഓൺ ഇറ്റ് സബ്സിഡറീസ് ആൻഡ് അക്കൗണ്ടിംഗ്ലി ദീസ് ട്രാൻസാക്ഷൻ ആർ നോട്ട് ഗീവൺ ഇൻ അക്കൗണ്ട്സ് റെക്കഗ്നിഷൻ. അതായത് നമ്മൾ ഇതിനൊന്നും ചാർജസ് ഒന്നും കളക്ട് ചെയ്യുന്നുള്ള അക്കൗണ്ടിങ് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും റെക്കോർഡ് ചെയ്തിട്ടൊന്നുമില്ല. വുഡ് ദീസ് കോൺസ്റ്റിറ്റ്യൂട്ട് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ റിക്വയറിംഗ് ഡിസ്ക്ലോഷർ ആസ് പെർ AS 18 ഇൻ ദ സ്റ്റാൻഡേർഡ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് A Limited. A Limitedന്റെ ഫിനാൻഷ്യൽസിൽ അതിലൊരു നോട്ട്സിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, റിലേറ്റഡ് പാർട്ടി ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇത് ഏതിൻ്റെ ബേസിലുള്ള പ്രോബ്ലമാണ്? AS 18 റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷറിൻ്റെ ബേസിലുള്ള പ്രോബ്ലമാണ്. ദീസ് ട്രാൻസാക്ഷൻ വുഡ് ഡിസ്ക്ലോഷർ അണ്ടർ AS 18 ഇൻ സ്റ്റാൻഡേർഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് A Limited. ഇത് അവസാനം എഴുതിയാലും മതി കേട്ടോ, കാരണം ഓപ്ഷനാണ്, പിന്നെ അവസാനം എഴുതുന്നത് നല്ലത്. ആസ് പെർ പാര 10 ഓഫ് AS 18 ഇതൊന്നും വേണ്ട. ആസ് പെർ AS 18 റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സ് ഓർ ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ റിലേറ്റഡ് പാർട്ടീസ് റിഗാർഡ്ലെസ് വെദർ ഓർ നോട്ട് പ്രൈസ് ഈസ് ചാർജ്ഡ്. പ്രൈസ് ഫ്രീ ഓഫ് കോസ്റ്റിനാണെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് റിലേറ്റഡ് പാർട്ടി ആയിട്ടാണെങ്കിലോ അതും റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനിൽ കവർ ചെയ്യും. ഇൻ ദ ഗിവൺ സിറ്റുവേഷൻ ദർ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സ് ഫ്രം A Limited to A Limited to its subsidiaries. സോ പ്രൈസ് ഇസ് നോട്ട് ചാർജഡ്. അതായത് കോമൺ പ്ലാറ്റ്ഫോം നമ്മൾ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷൻസ് ബാക്കിയുള്ളവർക്കൂടെ അക്സസബിൾ ആകുന്ന രീതിയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് ഉണ്ട്, പക്ഷേ പ്രൈസ് ഒന്നും ചാർജ് ചെയ്യുന്നില്ല. ഹെൻസ് ഇറ്റ് വിൽ കോൺസിഡർ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? A Limitedന്റെ ഫിനാൻഷ്യൽസിൽ അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആയിട്ട് പ്രൈസ് ഒന്നും ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫിനാൻഷ്യൽസ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പം ഈ ഒരു RTP എഡിഷനിൽ കൂടുതലും AS റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് 1-2 ഒരു ക്വസ്റ്റ്യൻസ് എക്സാമിന് ചിലപ്പോൾ വരാൻ ചാൻസസ് ഉണ്ട്. ലാസ്റ്റ് മൊമെന്റിൽ നിന്ന് കവർ ചെയ്യുക, കാരണം ASന്റെ ഒരു പുതിയ ക്വസ്റ്റ്യൻ എന്ത് എഴുതും എന്നുള്ളത് നമുക്കൊരു ഡൗട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പം തിയറി ആയിട്ട് എഴുതി പഠിക്കേണ്ടവർ അങ്ങനെ പഠിച്ചോളുക. ക്ലിയർ? ഇതിൻ്റെ ഒരു കൺസെപ്റ്റാണ് ഞാൻ ഈ ഒരു ക്ലാസ് കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു RTP നിങ്ങൾ കേൾക്കാതെ പോരുത്, അറിയാതെ പോരുത്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ അല്ലേ? നെക്സ്റ്റ്, Money Limited leased a machine to Hello Limited. നല്ല പേര്. On the following terms: fair value machine 24 lakh, lease time 5 year, lease rental per annum 4 lakh. ഓരോ വർഷം ലീസ് റെന്റ് 4 lakh വെച്ച്, അങ്ങനെ 5 വർഷത്തിന് 4 lakh വെച്ച് ലീസ് റെന്റൽ കൊടുക്കണം. ഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂ 8.8 lakh, അതായത് 80,000 0.8 lakh. എക്സ്പെക്റ്റഡ് റെസിജ്വൽ വാല്യൂ 1.5 lakh. അപ്പം അൺഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂ എന്ന് പറഞ്ഞാലോ 0.7 lakh വരും. എന്ത് ഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ, ഞാൻ 5 വർഷത്തേന് ഒരു മിഷനറി ലീസിന് കൊടുത്തു. 5 വർഷം കഴിയുമ്പോൾ അവരത് മുഴുവൻ നശിപ്പിച്ചാണ് ഇങ്ങോട്ട് തരുന്നതെങ്കിലോ നമ്മളെ സംബന്ധിച്ച് നഷ്ടമല്ലേ, കൊടുത്ത ആളെ സംബന്ധിച്ച് അത് നഷ്ടമല്ലേ. അപ്പം അവർ പ്രതീക്ഷിക്കുന്ന ഒരു എക്സ്പെക്റ്റഡ് വാല്യൂ ഉണ്ട്, സെല്ലർ പ്രതീക്ഷിച്ച എക്സ്പെക്റ്റഡ് വാല്യൂ, അത് 1.5 lakh. അതിൽ ലെസി എത്ര ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്? ലെസി പറഞ്ഞു 1.5 lakh ഉണ്ടാവുമെന്ന് ഉറപ്പ് വരാൻ പറ്റില്ല, ഒരു 80,000 ഉണ്ടാവും, 0.8 lakh ഉണ്ടാവുമെന്ന് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. ഈ എക്സ്പെക്റ്റഡ് റെസിജ്വൽ വാല്യൂവിൽ എത്ര ലെസി ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടോ അതിന് തുല്യമായിട്ടുള്ള റെസിജ്വൽ വാല്യൂ എന്ന് പറയുന്നവരാണ് ഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂ. അപ്പോൾ ബാക്കിയുള്ളത് അൺഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂ. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്ര? 15% നമുക്ക് പെർസെന്റ് വാല്യൂ എടുക്കാനുള്ളത്. ഇത് ഡിസ്കൗണ്ട് റേറ്റ് അതും തന്നിട്ടുണ്ട്. ഇത് തന്നിട്ടില്ലേ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, 1/1.15 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ട്, അത് തരും കേട്ടോ. അസർടൈൻ അൺഏൺഡ് ഫിനാൻസ് ഇൻകം. അപ്പോൾ ഇത് ഏത് ASന്റെ ബേസിലുള്ള പ്രോബ്ലമാണ്?
AS 19. അപ്പോൾ അതൊന്ന് എഴുതിയാൽ ആദ്യം തന്നെ നല്ലത്. ആസ് പെർ AS 19 അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലീസ് ആൻഡ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലീസ്. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലീസ് എന്ന് പറഞ്ഞാലോ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലീസ് ആൻഡ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലീസ്. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലീസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലീസ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ലീസ് റെന്റൽസ്. ലീസ് റെന്റൽ എന്ന് പറയുമ്പോൾ ഇവിടെ 4 lakh വെച്ച് അങ്ങനെ 5 വർഷം. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 4 × 5 20 lakh വരും. പ്ലസ് ഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂ പ്ലസ് അൺഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 21,50,000 വരും. 4 lakh വെച്ച് 5 year. അപ്പോൾ എത്ര വരും? 20 lakh. 20 lakh പ്ലസ് ഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂ 8 lakh പ്ലസ് അൺഗ്യാരണ്ടീഡ് ഇനി ബാക്കി ഇതിൻ്റെ 0.7 lakh. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 20 lakh പ്ലസ് 1.5 എന്നുള്ള രീതിയിൽ എടുത്താലും മതി. 21,05,000 വരും. 21.5 വരും. അതാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലീസ്. ഇനി നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ലീസ് എന്ന് പറഞ്ഞാലോ ഇതിൻ്റെ എല്ലാം കൂടെ പ്രസന്റ് വാല്യൂ എടുക്കുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്ന് പറയുന്നത്. പറഞ്ഞാൽ ഇവിടെ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ലീസ് എന്ന് പറയുന്നത് അത്രയായിരിക്കും നമ്മൾ ആകെ നടത്തേണ്ട പേയ്മെന്റ്. ടോട്ടൽ നമ്മൾ കൊടുക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ 5 വർഷം 4 ലക്ഷം വെച്ച് കൊടുക്കണം. പിന്നെ ഒരു 80,000 ഗ്യാരണ്ടി റെസിജ്വൽ വാല്യൂ, പിന്നെ ഒരു അൺഗ്യാരണ്ടി റെസിജ്വൽ വാല്യൂ 70,000. അങ്ങനെ ടോട്ടൽ നോക്കി കഴിയുമ്പോൾ 21,50,000. ഇതിനിടയ്ക്ക് വെച്ച് ഇങ്ങനെ ടോട്ടൽ എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ 21,50,000 ഏത് വരും? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ലീസ്. ഇനി നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ലീസ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രസന്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ 4 lakh × 0.8696 3,47,000. ഇതൊക്കെ കറക്റ്റ് ആണല്ലോ അല്ലേ? 4 lakh × 0.8696 3,47,840. അങ്ങനെ ഇതിന്റെ പ്രസന്റ് വാല്യൂ എടുക്കുക. ഏതിൻ്റെയൊക്കെ പ്രസന്റ് വാല്യൂ? ലീസ് റെന്റലിന്റെയും പ്രസന്റ് വാല്യൂ എടുക്കണം, ഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂവിന്റെയും എടുക്കണം, അൺഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂ രണ്ടും എടുക്കണം. ഇതെല്ലാം കൂടി എടുക്കുമ്പോൾ എത്ര വരും? 13,45,000 എത്ര വരും? 852. അപ്പോൾ ടോട്ടൽ ഇതൊന്നുകൂടെ നോക്കട്ടെ. 3,47,840 പ്ലസ് 3,02,440 പ്ലസ് 2,63,000 പ്ലസ് 2,28,720 പ്ലസ് 1,98,880 പ്ലസ് 39,776. അപ്പോൾ 13,80,656 വരും. അത് പ്ലസ് 34,804. ശരിക്കും വരേണ്ടത് ഇത് 14,15,000. ഇത് ഇവർ പ്ലസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഇവരുടെ ആൻസറിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഏതുകൂടെ ഈ അൺഗ്യാരണ്ടി റെസിജ്വൽ വാല്യൂവിൻ്റെ എമൗണ്ട് കൂടെ പ്ലസ് ചെയ്യേണ്ട. പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് വരേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ് വരേണ്ടത്? ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് അവർ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പ്ലസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരത് മൈനസ് ചെയ്ത് വെച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ പ്ലസ് ചെയ്യാനല്ലേ പറഞ്ഞേക്കുന്നത്, പക്ഷേ അതൊരു ആൻസർ കീ എടുത്തപ്പോൾ മൈനസ് ചെയ്തേക്കാം. അപ്പോൾ ഇവിടെ ശരിക്കും വരേണ്ടത് 14,15,460 എന്നുള്ള രീതി വരണം. അതായത് 13,80,656 പ്ലസ് 34,804. ശരിക്കും ഇവിടെ 14,15,460 ആണ് വരേണ്ടത്. പ്രസന്റ് വാല്യൂ ഓഫ് ഏതൊക്കെ? ലീസ് റെന്റൽസ് പ്ലസ് ഗ്യാരണ്ടി റെസിജ്വൽ വാല്യൂ പ്ലസ് അൺഗ്യാരണ്ടി റെസിജ്വൽ വാല്യൂ. ഇത് തെറ്റാട്ടോ. 14,15,460 നിങ്ങളുടെ ആൻസർ കീയിൽ ഇട്ടേക്കുന്ന RTP അത് തമ്മിലുള്ള ഡിഫറൻസ്. എന്ന് പറയുമ്പോൾ എത്ര വരും? 21,50,000 ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ലീസ് മൈനസ് 14 lakh. അപ്പം 7,34,540. 7,34,540 വേണം ആൻസർ വരാൻ കേട്ടോ. ഒരു അവസാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒറ്റ മിസ്റ്റേക്ക്. എല്ലാം എഴുതിയേക്കുന്നത് ശരിയാണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഫിഗർ എത്ര? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരണ്ടേ? 14,15,000 സംതിങ് അല്ലേ വരേണ്ടത്. അതിനകത്തൊരു മിസ്റ്റേക്ക് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 14,15,460 എടുക്കണം. അത് നമ്മളുടെ ഡിഫറൻസ് അൺഏൺഡ് ഫിനാൻസ് ഇൻകം. അപ്പോൾ എത്ര വരണം? അൺഏൺഡ് ഫിനാൻസ് ഇൻകം 7,34,540 ആണ് ആൻസർ വരേണ്ടത് കേട്ടോ. ചെറിയൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്സ് അവരുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഈ അൺഏൺഡ് ഫിനാൻസ് ഇൻകം? ചുരുക്കി പറഞ്ഞാൽ ഇത്ര ഉള്ളടാ. ഇവർ സെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നത്, ഇപ്പം ഫിനാൻസ് ലീസ് ആകുമ്പോൾ നമ്മൾ വിറ്റു എന്ന് പറഞ്ഞുകൊണ്ട് സെല്ലർ റെക്കോർഡ് ചെയ്യുന്നത് എത്രയായിരിക്കും? 14,15,460 ആയിരിക്കും. പക്ഷെ നമുക്ക് ആകെ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്ര ഉണ്ടാവും? 21,50,000 ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളത് നമ്മളൊരു അൺഏൺഡ് ഫിനാൻസ് ഇൻകം പോലെ ട്രീറ്റ് ചെയ്യണം. അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്താ? ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ലീസ്. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ലീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് ദ ടോട്ടൽ ഓഫ്
ഏതൊക്കെ? ലീസ് റെൻ്റൽ പ്ലസ് ഗ്യാരണ്ടി റിസീവബിൾ പ്ലസ് അൺഗ്യാരണ്ടി റിസീവബിൾ വാല്യൂ. ഇതിനെല്ലാം കൂടെ പ്രസന്റ് വാല്യൂ എടുക്കുന്നതാണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ലീസ്. ഇത് നമ്മുടെ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് അൺഏൺഡ് ഫിനാൻസ് ഇൻകം. അല്ലേ? അപ്പോൾ എത്ര വരണം അൺഏൺഡ് ഫിനാൻസ് ഇൻകം? 7,34,540 കേട്ടോ. 7,34,540. ഇസ് ഇറ്റ് ക്ലിയർ? ചെറിയ മിസ്റ്റേക്ക് ഇവരുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതിലൂടെ ആഡാ ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു അവരത് കുറച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അടുത്ത XY അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ. ഇതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ടിപ്പിൽ വല്ലപ്പോഴും കാൽക്കുലേഷൻ മിസ്റ്റേക്സ് വരുന്നത് സ്വാഭാവികമാണ് കേട്ടോ. ഓർത്തോണ്ട് അത് തന്നെ പഠിച്ചു വെക്കരുത് കേട്ടോ. ചിലർ ഇത് കാണുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പഠിച്ചങ്ങ് വെക്കും. അങ്ങനെ പഠിക്കരുത് കേട്ടോ. 15. XYZ Limited has a wholly owned subsidiary BC Limited. 100% owned subsidiary owned BC Limited. The group prepares consolidated financial statements for the year ended 31st March 2024. XYZ Limited in separate financial statements has incurred a loss of 2 crore during the year, while the consolidated profit of the group during the year is 40 lakh. XYZ Limited has 5 lakh shares outstanding on 31st March 2024. അപ്പോൾ XYZ Limited ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി BC അവർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. XYZ Limited ഇൻ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഹാസ് ഇൻക്വയർഡ് എ ലോസ് ഓഫ് 2 crore. അയ്യോ, കമ്പനിക്ക് 2 crore ലോസ് ആണ്. വൈൽ ദ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ഫോർ ദ ഗ്രൂപ്പ് നോക്കി കഴിയുമ്പോൾ 40 lakh പ്രോഫിറ്റ് ഉണ്ട്. ഹോൾഡിംഗ് കമ്പനി നഷ്ടത്തില്ല, അപ്പോൾ സബ്സിഡറി ചിലപ്പോൾ പ്രോഫിറ്റിലായിരിക്കും. അതുകൊണ്ട് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഉണ്ട്, പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചോ 2 crore ലോസാണ്. ആയി നല്ല ലോസ്. XYZ Limitedന് എത്ര ഷെയർ ഉണ്ട് ഇപ്പോൾ നിലവിൽ? 5 lakh ഷെയർ ഉണ്ട്. ഫർദർ ഇറ്റ് ഹാസ് ഗ്രാൻഡഡ് ഓപ്ഷൻസ് ടു ഇഷ്യൂ ഷെയർസ് അറ്റ് ദാറ്റ് ഡേറ്റ്. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ വല്ലതും അനൗൺസ് ചെയ്തിട്ടുണ്ടാവും. ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഓപ്ഷൻസ് 1 lakh ഷെയർസ് ആർ കൺസിഡേർഡ് ടു ബി ഇഷ്യൂഡ് അറ്റ് നോ കൺസിഡറേഷൻ. അതായത് ഓപ്ഷനിലെ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് എത്രയാണ്? 1 lakh. അത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഓപ്ഷനിലുള്ള ഷെയറിൽ എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന് കുറച്ചൊരു ഡിസ്കൗണ്ട് പ്രൈസ് ഫ്യൂച്ചറിൽ ഷെയർ കൊടുക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് കുറച്ച് ഷെയർ മാർക്കറ്റ് പ്രൈസിലായിരിക്കും, കുറച്ച് ഷെയർ ഫ്രീ ഓഫ് കോസ്റ്റിലായിരിക്കും. അങ്ങനെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർ എത്രയായിരിക്കും? 1 lakh. ഇതിന് ഡൈലൂട്ടഡ് EPS കണ്ടുപിടിക്കാൻ വേണ്ടി there are no changes in income or expense that are expected from the issue of equity shares on exercise of this option. അതുകൊണ്ട് വേറെ ഇൻകത്തിലെ എക്സ്പെൻസസിലും വേറെ ചേഞ്ച് ഒന്നും വരുന്നില്ല. അതായത് എംപ്ലോയീസിന് ഇനി ഷെയർ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇനി അവർക്ക് സാലറി കൊടുക്കേണ്ട അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇല്ല. കാൽക്കുലേറ്റ് ബേസിക് ആൻഡ് ഡൈലൂട്ടഡ് EPS ഫോർ XYZ Limited ഫോർ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഫോർ ദ ഗ്രൂപ്പ്. രണ്ട് കണ്ടുപിടിക്കണം. ഏതൊക്കെ? ബേസിക്കും ഡൈലൂട്ടഡും. ബേസിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഇനി ഡൈലൂട്ടഡ് കമ്പ്യൂട്ട് ചെയ്യുമ്പോഴോ ഈ 1 lakh ഷെയറോട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇത്രേ ഉള്ളൂ. ക്ലിയർ? അപ്പം അതും സെപ്പറേറ്റിൻ്റെ കാര്യം പറയാം. സെപ്പറേറ്റ് ഏണിങ്സ് പെർ ഷെയർ ചെയ്യുമ്പോഴോ കമ്പനിയെ സംബന്ധിച്ച് 2 crore ലോസാണ്. 2 crore ഡിവൈഡ് ബൈ 5 lakh. 2 crore ഡിവൈഡഡ് ബൈ 5 lakh. മീൻസ് 40 ലോസ് നെഗറ്റീവായിട്ട് കാണിക്കേണ്ടി വരും കേട്ടോ. സ്റ്റാൻഡേർഡ് ഒന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എന്ത് ചെയ്യേണ്ടി വരും? 40 ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് ബേസിക് ഏണിങ്സ് പെർ ഷെയർ 40 കാണിക്കേണ്ടി വരും. ഇനി കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുമ്പോൾ ബേസിക്കിൻ്റെ കാര്യം ഞാൻ പറയാം. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ 40 lakh പ്രോഫിറ്റ് ഉണ്ട്, ഡിവൈഡഡ് ബൈ 5 lakh നമ്പർ ഓഫ് ഷെയർസ് എത്ര? 8 rupees. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ചെയ്യുമ്പോഴോ ഏണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര എടുക്കണം? 8. ഇനി സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് XYZ ലിമിറ്റഡിൻ്റെ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുമ്പോൾ -40, അതായത് 40 ലോസ് വെച്ച് പെർ ഷെയർ നോക്കുമ്പോൾ 40 ലോസ് വെച്ച് കാണിക്കണം. ഇനി ഡൈലൂട്ടഡ് EPS എടുക്കുമ്പോഴോ ഡൈലൂട്ടഡ് EPS എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 1 lakh കൂടെ നമ്പർ ഓഫ് ഷെയർസിനൂടെ ആഡ് ചെയ്യണം. അപ്പം നമ്മളെ സംബന്ധിച്ച് ശരിക്കും ആദ്യം കൺസോളിഡേറ്റഡ് പറയാം. 40 lakh ഉണ്ട് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് 5 lakhന് വരും 6 lakh എന്ന് എടുക്കേണ്ടി വരും. 5 lakh ഷെയറും പിന്നെ ഒരു 1 lakh ഷെയറിന് ഫ്യൂച്ചറിൽ ഇഷ്യൂ ചെയ്യും. ഫ്രീ ഓഫ് കോസ്റ്റിന് എംപ്ലോയീസിന് ഫ്രീ ഓഫ് കോസ്റ്റിന് ഇഷ്യൂ ചെയ്യുന്ന പോലെ ഓപ്ഷനിലെ കുറച്ച് ഷെയർ ഫ്രീ ഓഫ് കോസ്റ്റിന് ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 1 lakh ഷെയറോട് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് 6 lakh ആവും. അങ്ങനെയാണെങ്കിൽ ഈ ഷെയറിന് ഇഷ്യൂ കഴിയുമ്പോൾ ഏണിങ്സ് പെർ ഷെയറോ ഗ്രൂപ്പിൻ്റെ ഏണിങ്സ് പെർ ഷെയർ 6.66 ആയിട്ട് കുറഞ്ഞു പോകും. ഇനി ഡൈലൂട്ടഡ് ഏണിങ്സ് പെർ ഷെയർ എടുക്കുമ്പോഴോ ഞാൻ ഒറ്റ കാര്യം പറയാം. ഈ സെപ്പറേറ്റ് ഫിനാൻഷ്യൽസ് 2 lakh ഡിവൈഡഡ് ബൈ ഞാനിപ്പോൾ 2 crore ലോസാ ഡിവൈഡ് ബൈ 60 lakh. 2 crore ഡിവൈഡഡ് ബൈ 6 lakh എത്ര വരും?
33.33. ഞാനിവിടെ 33.33 എന്ന് കാണിച്ചാൽ ചിലർ വിചാരിക്കുന്നത് തെറ്റല്ലേ? അല്ല, 33.33 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലോസ് 33.33 ആയിട്ട് പെർ ഷെയർ കുറയും. അപ്പോൾ നമ്മൾ ലോസ് 40 എന്നുള്ളത് 33 ആയിട്ട് 33.33 എന്ന് ഞാനിവിടെ എഴുതിയാലോ? ലോസ് 33.33 ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാലോ? ഡൈല്യൂഷൻ ആണോ സംഭവിച്ചിരിക്കുന്നത്? അല്ല. ഏർണിങ്സ് പെർ ഷെയർ ഇപ്പോൾ ലോസ് 40 ആണോ, നെഗറ്റീവ് 40 ആണോ, നെഗറ്റീവ് 33 ആണോ വലുതെന്ന് വെച്ചാൽ 33, നെഗറ്റീവ് 33 അല്ലേ വലുത്. ആ മാക്സ് അറിയാലോ അല്ലേ? നെഗറ്റീവ് 40 ആണ് നെഗറ്റീവ്. ഞാനിപ്പോൾ ഇവിടെ 6 ലാഖിൽ നിന്ന് എടുത്താൽ 2 crore ഡിവൈഡ് ബൈ 6 ലാഖിൽ നിന്ന് എടുത്താൽ ഞാനിവിടെ 33.33 എന്ന് കാണിക്കേണ്ടി വരും. അപ്പം ഡൈല്യൂഷൻ ഉണ്ടോ? ഇല്ല. അപ്പം ഡൈല്യൂഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏർണിങ്സ് കുറയുന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഡൈല്യൂട്ടഡ് EPS എടുക്കുമ്പോഴും 40 തന്നെ കാണിക്കണം. ചിലർ വിചാരിക്കും ഇത് തെറ്റല്ലേ? അല്ല, ഞാനിത് 6 ലാഖിൽ നിന്ന് എടുത്തിട്ട് ഡിവൈഡ് അപ്പോൾ 33.33 കാണിച്ചു കഴിഞ്ഞാലോ ബേസിക്കിനേക്കാളും കൂടിയൊരു എമൗണ്ട് ഡൈല്യൂട്ടഡ് EPS നമ്മളോട് കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അത് ബേസിക് തന്നെ കാണിച്ചു. ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് പെർ പാര 19, പാരയൊക്കെ വിട്ടേക്ക്, പാര 13 AS20, ആസ് പെർ AS20 പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർസ്, അതായത് പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർ ഒരു 1 lakh ഇക്വിറ്റി ഷെയറോടെ പുതിയതായിട്ട് വരില്ലേ, ഷുഡ് ബി treated as dilutive when and only when their conversion into equity shares would decrease net profit from continuing ordinary operation. അതായത് കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ എന്നുള്ള പ്രോഫിറ്റിൻ ഏർണിങ്സ് പെർ ഷെയർ കുറയ്ക്കുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഡൈലൂട്ടഡ് ആയിട്ട് എടുക്കാൻ വേണ്ടി തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഒരു കേസസിലോ ഓപ്ഷൻ എക്സൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡൈല്യൂട്ടഡ് ലോസ് റെഡ്യൂസ് ആവുക ചെയ്യുന്നത്. 40 രൂപ ലോസ് എന്നുള്ളത് പിന്നെ എത്രയായിട്ട് കുറയും? 33.33 ആയിട്ട് കുറയും. അപ്പോൾ ഡൈല്യൂട്ടഡ് എന്ന് പറയുന്നത് ചെറുത് കാണിക്കുന്നത്, കുറഞ്ഞ എമൗണ്ട് കാണിക്കുന്നത് ശരിയാണോ? അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത് ആൻറ്റി ഡൈല്യൂട്ടീവ് ആയിട്ട് വരും ഓപ്ഷൻ. ഏത്? സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കുമ്പോൾ. അതുകൊണ്ട് സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലോ ബേസിക് EPS തന്നെ കാണിക്കേണ്ടി വരും, 40 തന്നെ കാണിക്കേണ്ടി വരും. കൺസോളിഡേറ്റഡ് നോക്കുമ്പോഴോ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രോഫിറ്റ് ഉള്ള സിറ്റുവേഷൻ ആണെങ്കിലോ ഡൈല്യൂട്ടീവ് ആണ്, കൺസോളിഡേറ്റഡ് ഡൈല്യൂട്ടീവ് ആണ് എടുത്തു. പക്ഷേ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കി കഴിയുമ്പോഴോ ലോസ് പെർ ഷെയറിൽ ഒരു കുറവ് വരിക ചെയ്യുന്നത്. അപ്പം ഏർണിങ്സ് പെർ ഷെയർ എടുത്തു കഴിയുമ്പോൾ കുറഞ്ഞ എമൗണ്ട്, ഞാനിവിടെ 33.33 എന്ന് എടുത്തു കഴിഞ്ഞാലോ ഇത് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഇത് 2 crore പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ എന്തെന്ന് കാണിക്കായിരുന്നു? 40, പിന്നെ ഇവിടെ 33.33 എന്ന് കാണിക്കായിരുന്നു. പക്ഷേ ലോസ് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡൈല്യൂട്ടഡ് EPS എടുക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത് ഡൈല്യൂഷൻ അല്ല, ആൻറ്റി ഡൈല്യൂട്ടീവ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് 40 തന്നെ പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. ചിലർക്ക് ഇതൊരു ഡൗട്ട്, തെറ്റല്ലേ എന്നൊരു ഡൗട്ട് വരും. ഇല്ല, ഞാൻ ഇത് പോസിറ്റീവ്, ഇത് രണ്ടും 2 crore പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? ഇത് 40 33.33 എന്ന് കാണിക്കായിരുന്നു. പക്ഷേ ലോസ് വന്നതുകൊണ്ടോ ലോസ് 40 എന്നുള്ളത് 33.33 ആയിട്ട് കുറയുക എന്ന് പറയുമ്പം ആൻറ്റി ഡൈല്യൂട്ടീവ് ആയിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ആ 40 തന്നെ പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. ഇസ് ഇറ്റ് ക്ലിയർ? 15th ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ABC Limited prepares it accounts annually on 31st March. ഫിനാൻഷ്യലി 31st മാർച്ചിലാണ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. On 1st April 2022, it purchased a machine at a cost of 1,50,000. The machine has a useful life of 3 years and expected scrap value of 0. 1,50,000 ഉണ്ട്, യൂസ്ഫുൾ ലൈഫ് 3, എക്സ്പെക്റ്റഡ് റെസിജ്വൽ വാല്യൂ 0. അപ്പോൾ ഓരോ വർഷം ഡിപ്രീസിയേഷൻ ഇപ്പോൾ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് 50,000 ഡിവൈഡ് ബൈ 3, 1,50,000 ഡിവൈഡ് ബൈ 3, 50,000, 50,000, 50,000 വെച്ച് വരും. ഓൾസോ ഇറ്റ് ഈസ് എലിജിബിൾ ഫോർ 100% ഫസ്റ്റ് ഇയർ ഡിപ്രീസിയേഷൻ അലവൻസ് ഫോർ ടാക്സ് പർപ്പസ്. ടാക്സിൽ ഈ 1,50,000 മുഴുവൻ ഫസ്റ്റ് ഇയർ തന്നെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ദ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഈസ് കൺസിഡർഡ് അപ്രോപ്രിയേറ്റ് ഫോർ അക്കൗണ്ടിങ് പർപ്പസ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ ഡിപ്രീസിയേഷൻ ഫസ്റ്റ് ഇയറിൽ എത്ര വരുള്ളൂ? 50,000. പക്ഷേ ഇന്ത്യൻ ടാക്സിൽ 1,50,000 ഫസ്റ്റ് ഇയർ തന്നെ ക്ലെയിം ചെയ്യാം. അതുകൊണ്ടോ സെക്കൻഡ് ഇയറിൽ പിന്നെ അക്കൗണ്ടിങ് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇൻകം ടാക്സ് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അക്കൗണ്ടിങ്ങിലും സെക്കൻഡ് ഇയറിൽ 50 lakh, തേർഡ് ഇയറിലും 50 lakh ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതൊരു ടൈമിംഗ് ഡിഫറൻസ് ആണ് ഈ ഡിപ്രീസിയേഷൻ. ABC Limited has profits before depreciation and taxes of 2 lakh each and corporate tax rate is 40% each year. The purchase of machine at a cost of 1,50,000 in 2022 give rise to tax saving of 60,000. അത്രയുടെ ടാക്സ് സേവിങ് വന്നിട്ടുണ്ട്. The corporate tax rate has been assumed to be same in each of the 3 years. 3 വർഷത്തെയും കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് സെയിം ആണ്. 3 വർഷത്തെ ടാക്സ് റേറ്റ് സെയിം ആണ്. കാൽക്കുലേറ്റ് ഡെഫേർഡ് ടാക്സ് ആൻഡ് പാസ് നെസറി ജേണൽ എൻട്രീസ്. ജേണൽ എൻട്രിയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ അതിന് ജേണൽ എൻട്രി ഒന്നും കവർ ചെയ്യുന്നില്ലായിരുന്നു. ഡെഫേർഡ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാം, എന്നിട്ട് ജേണൽ എൻട്രി എഴുതുക. അതിൻ്റെ വാട്ട് വിൽ ദ എമൗണ്ട് ഓഫ് ഡെഫേർഡ് ടാക്സ്? ഇത് അടുത്ത ക്വസ്റ്റൻ ആയിട്ട് കരുതണം കേട്ടോ. വാട്ട് വിൽ ബി ദ ഡെഫേർഡ് ടാക്സ് ഇഫ് ദ സബ്സ്റ്റാൻഷ്യലി എനാക്റ്റഡ് റേറ്റ് ഫോർ 2022? അങ്ങനെ പറഞ്ഞാൽ 2022-23 എന്ന് പറയണമായിരുന്നു കേട്ടോ. സബ്സ്റ്റാൻഷ്യലി എനാക്റ്റഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ഫ്യൂച്ചർ ഇയേഴ്സിലേക്കുള്ള ടാക്സ് റേറ്റ് 22-23 23-24 ആൻഡ് 24-25 അങ്ങനെ എടുക്കണമായിരുന്നു. 40%, 35% ആൻഡ് 38%. അപ്പോൾ അടുത്ത വർഷത്തെ ടാക്സ് റേറ്റുകൾ
ആണ് സബ്സ്റ്റാൻഷ്യലി എനാക്റ്റഡ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ഈ വർഷം ബഡ്ജറ്റൊക്കെ അവതരിപ്പിച്ച് ഇനി അടുത്ത വർഷത്തെ പ്രൊപ്പോസ് റേറ്റ്. അപ്പോൾ ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തോണം കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര രൂപയുടെ മെഷീൻ മേടിച്ചിട്ടുണ്ട്? 1,50,000. അക്കൗണ്ടിങ് ഡിപ്രിസിയേഷൻ എങ്ങനെ? ഡിവൈഡ് ബൈ 3. അപ്പോൾ 50,000 50,000 50,000. പക്ഷേ ഇൻകം ടാക്സിൽ ഒറ്റയടിക്ക് 1,50,000 ആദ്യത്തെ വർഷം ക്ലെയിം ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ വർഷത്തിലോ പിന്നെ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ 1,50,000 ഇൻകം ടാക്സിൽ ഒറ്റയടിക്ക് ക്ലെയിം ചെയ്യും, അക്കൗണ്ട്സിൽ 3 വർഷമായിട്ട് ക്ലെയിം ചെയ്യും. അതൊരു ടൈമിംഗ് ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത് ശരിക്കും ഏത് AS പ്രകാരമുള്ള റൂളോ? ഡെഫേർഡ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ AS 22 അക്കൗണ്ടിങ് ഫോർ ടാക്സസ് ഓൺ ഇൻകം. അപ്പോൾ അതിനകത്ത് ഡെഫേർഡ് ടാക്സിൻ്റെ കമ്പ്യൂട്ടേഷനാണ് മെയിൻലി ചോദിച്ചിരിക്കുന്നത്. കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് എല്ലാ വർഷവും 40% ആണ് അസ്യൂം ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ പിന്നെ ഇവിടെ താഴെ പറഞ്ഞേക്കുന്നത് അത് അടുത്ത ക്വസ്റ്റൻ ആണ്, ഇതാണെങ്കിൽ എങ്ങനെ എത്ര വന്നതിനെന്നുള്ളത്. അപ്പോൾ എല്ലാ വർഷവും 40% ടാക്സ് റേറ്റ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സസോ 2 lakh in each year ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ഈസ് 40%. എല്ലാ വർഷവും പ്രോഫിറ്റ് ബിഫോർ ടാക്സും ഇതൊക്കെ 2 lakh ആയിട്ട് കരുതുക. അപ്പോൾ ആൻസറിൽ അപ്പോൾ ഇതൊരു അക്കൗണ്ടിങ് പർപ്പസിൽ 3 വർഷത്തേന് ഈക്വലി ക്ലെയിം ചെയ്യും, പക്ഷേ ഇൻകം ടാക്സിൽ ഒറ്റയടി ക്ലെയിം ചെയ്യും. സോ അതൊരു ടൈമിംഗ് ഡിഫറൻസ് ആണ്, അതുകൊണ്ട് ഡെഫേർഡ് ടാക്സിന് എഫക്റ്റ് വരും. അപ്പം പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സസ് 200 lakh. അതിൽ നിന്ന് അക്കൗണ്ടിങ്ങിൽ ഓരോ വർഷം ഡിപ്രിസിയേഷൻ എത്ര വരും? 50. അപ്പോൾ അക്കൗണ്ടിങ്ങിലെ പ്രോഫിറ്റ് ബിഫോർ ടാക്സസ് എത്ര വരും? 150. ഒരിക്കൽ അക്കൗണ്ടിങ്ങിലെ പ്രോഫിറ്റാണോ ടാക്സിലെ പ്രോഫിറ്റാണോ നമ്മൾ കറണ്ട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നു? കറണ്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ റേറ്റ് പ്രകാരമുള്ള ടാക്സ്. ഇൻകം ടാക്സിൽ ഈ വർഷം എത്രയായിരിക്കും പ്രോഫിറ്റ് വന്നിരിക്കുന്നത്? ഫസ്റ്റ് ഇയറിൽ 200 മൈനസ് 150. 150 എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫസ്റ്റ് ഇയറിൽ തന്നെ ഡിപ്രിസിയേഷൻ എടുക്കുക. അപ്പോൾ പ്രോഫിറ്റ് 50 വരുള്ളൂ. അപ്പോൾ 50യുടെ 40% ടാക്സ്. 50യുടെ 40% എന്ന് പറയുമ്പോൾ എത്ര വരും? 50 × 40% 20. ഈ വർഷത്തെ കറണ്ട് ടാക്സ് 20. അപ്പം പിയാനിൽ നമ്മൾ എടുക്കുമ്പോൾ ഏതൊക്കെ എടുക്കണം? ഈ വർഷത്തെ കറണ്ട് ടാക്സ് 20. പക്ഷേ അടുത്ത 2 വർഷം കറണ്ട് ടാക്സ് എത്ര വെച്ച് വരും? 200ൽ നിന്ന് പിന്നെ ഡിപ്രിസിയേഷൻ ഒന്നും കുറയ്ക്കാനില്ല. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഇൻകം ടാക്സ് പർപ്പസിന് 200 വരും. 200ൻ്റെ 40% 80 lakh വെച്ച് വരും. അപ്പോൾ ഡിപ്രിസിയേഷൻ ഒറ്റയടി ക്ലെയിം ചെയ്തുകൊണ്ട് ഇതാ പറഞ്ഞത് 60 lakh ടാക്സ് സേവിങ് ഉണ്ടെന്ന്. കറണ്ട് ടാക്സിൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത്. അപ്പം ഈ വർഷം 20 lakh അടച്ചാൽ മതി, പക്ഷേ വരുന്ന വർഷങ്ങളിൽ 80 lakh വെച്ച് അടക്കേണ്ടി വരും. ഇസ് ഇറ്റ് ക്ലിയർ? ഇതുവരെ ക്ലിയർ ആണോ? പ്രോഫിറ്റ് 200 lakh. അക്കൗണ്ടിങ് നമ്മൾ ഡിപ്രിസിയേഷൻ എടുത്തേക്കുന്നത് 50. അപ്പോൾ 150 വന്നു. അക്കൗണ്ടിങ്ങിലെ പ്രോഫിറ്റിലാണോ ഇൻകം ടാക്സിൻ്റെ പ്രോഫിറ്റിനാണോ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്? ഇൻകം ടാക്സിലെ പ്രോഫിറ്റിന്. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ പ്രോഫിറ്റ് ഫസ്റ്റ് ഇയറിൽ എത്ര വരും? 200 മൈനസ് 150 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷം മാത്രമേ ഡിപ്രിസിയേഷൻ എടുക്കാനുള്ളൂ. അപ്പോൾ 50 വരുള്ളൂ. 50യുടെ 40% ടാക്സ് റേറ്റ് 40%. അപ്പോൾ 20 വരും. ഇനി പക്ഷേ വരുന്ന വർഷങ്ങളിലോ ഡിപ്രിസിയേഷൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് 200ൻ്റെ 40% എത്ര വെച്ച് ടാക്സ് വരും? 80 വെച്ചിട്ട് ടാക്സ് വരും. ഇനി ഡെഫേർഡ് ടാക്സ് എത്ര ടൈമിംഗ് ഡിഫറൻസ് വരുന്നുണ്ടോ ഫസ്റ്റ് ഇയറിൽ? ഫസ്റ്റ് ഇയറിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഡിപ്രിസിയേഷൻ എടുക്കുമ്പോൾ എത്ര എടുക്കും? 50 എടുക്കുള്ളൂ. പക്ഷേ ഇൻകം ടാക്സിൽ 150 എടുക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ടാക്സിലെ ഇൻകം അക്കൗണ്ടിങ്ങിൽ ഇൻകത്തിനേക്കാളും കുറഞ്ഞു വരും. ഈ വർഷം അക്കൗണ്ടിങ് 150 ആണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വന്നതെങ്കിൽ ടാക്സിൽ എത്രയേ വരുള്ളൂ? വെറും 50 വരുള്ളൂ അല്ലേ? അതുകൊണ്ടൊരു ടൈമിംഗ് ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് 100. അതുകൊണ്ട് എന്താ സംഭവിച്ചേക്കുന്നത്? ഇൻകം ടാക്സ് പ്രകാരം ഈ വർഷം പ്രോഫിറ്റ് കുറവാണ്, പക്ഷേ വരുന്ന വർഷങ്ങളിലോ ഈ 100 പ്രോഫിറ്റ് കൂടിയല്ലേ വരുള്ളൂ. എന്ന് പറഞ്ഞാൽ വരുന്ന വർഷങ്ങളിലൊക്കെയോ അക്കൗണ്ടിങ് പ്രോഫിറ്റ് 150, ടാക്സിൽ 200 വരും. അടുത്ത വർഷവും അക്കൗണ്ടിങ് 150 പ്രോഫിറ്റ് വരും, ടാക്സിൽ 200 വരും. അപ്പോൾ ഈ വർഷം ടാക്സിലെ പ്രോഫിറ്റ് എത്രയേ വന്നുള്ളൂ? 50 വന്നുള്ളൂ. അതായത് അക്കൗണ്ടിങ്ങിലെ പ്രോഫിറ്റ് 150, ടാക്സിലെ പ്രോഫിറ്റ് 50 വന്നുള്ളെങ്കിലോ വരുന്ന വർഷങ്ങളിൽ എന്ത് ചെയ്യും? ടാക്സിലെ പ്രോഫിറ്റ് ഇത്രയും കൂടുതൽ വരും. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോഴോ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഈ വർഷം കുറച്ചേ ടാക്സ് അടച്ചോളൂ എങ്കിലും ഫ്യൂച്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പം 100ൻ്റെ 40% ഒരു 40 ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ വർഷം എത്ര ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും? 40. എങ്ങനെ? ടൈമിംഗ് ഡിഫറൻസ് എത്ര ഉണ്ട്? ഫസ്റ്റ് ഇയർ നോക്കുമ്പോൾ അക്കൗണ്ടിങ്ങിൽ ഡിപ്രിസിയേഷൻ എടുത്തേക്കുന്നത് 50, ഇൻകം ടാക്സിൽ 150. അപ്പം ഇൻകം ടാക്സിൽ 100 കൂടുതലാണ് ഡിപ്രിസിയേഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വരുന്ന വർഷങ്ങളിൽ അത്രയും കുറച്ചേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഡിപ്രിസിയേഷൻ ഇനി എടുക്കാൻ പറ്റാത്തതുകൊണ്ടോ ടാക്സിലെ പ്രോഫിറ്റ് അത്രയും കൂടുതലായിരിക്കും. അത്രയും കൂടുതൽ എമൗണ്ടിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇപ്പം ടാക്സ് കുറവാണെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ടാക്സ് ഒബ്ലിഗേഷൻ കൂടും. സോ ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി എത്ര? 100ൻ്റെ 40%. 100 ടൈമിംഗ് ഡിഫറൻസ് അതിൻ്റെ 40%, 40 ക്രിയേറ്റ് ചെയ്യണം. ഇനി അടുത്ത വർഷമോ ആ ടൈമിംഗ് ഡിഫറൻസിലൊരു 50 ഈ വർഷം റിവേഴ്സ് ആവില്ലേ? അപ്പോൾ മിച്ചം ഇനി ടൈമിംഗ് ഡിഫറൻസ് എത്രയേ കാണുള്ളൂ? 50. 50യുടെ 40% എത്ര മതി? 20 ബാലൻസ് കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി 20 റൈറ്റ് ഓഫ് ചെയ്യുക. ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി റൈറ്റ് ഓഫ് ചെയ്യുക.
ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചൊരു ഇൻകം പോലെ വരും, അതുകൊണ്ട് നെഗറ്റീവായിട്ട് ടാക്സ് എക്സ്പെൻസ് രണ്ടും നെഗറ്റീവായിട്ട് കാണിച്ചു. അടുത്ത വർഷവും 20 വെച്ച് റിവേഴ്സ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ചെയ്താലുള്ള മെച്ചം എന്നാണെന്നറിയോ? ടാക്സ് എക്സ്പെൻസ് P&L എടുക്കുമ്പോൾ എല്ലാ വർഷവും നോക്കിക്കേ 60-60-60. അക്കൗണ്ടിങ്ങിലെ പ്രോഫിറ്റും അക്കൗണ്ടിങ്ങിലെ ടാക്സ് എക്സ്പെൻസസും മാച്ചിങ് ആയില്ലേ? അതിനുവേണ്ടി കൊണ്ടുവന്നൊരു കൺസെപ്റ്റാണ് ഏതെന്ന് പറയുന്നത് ഈ ഡെഫേർഡ് ടാക്സ്. ഞാൻ ഒന്നുകൂടെ പറയാം, കറണ്ട് ടാക്സിൻ്റെ കമ്പ്യൂട്ടേഷൻ. കറണ്ട് ടാക്സ് എപ്പോഴും ഇൻകം ടാക്സ് പ്രോഫിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിൽ ഇൻകം ടാക്സിൻ്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും? 200 മൈനസ് 150 ഫുൾ ഡിപ്രിഷിയേഷൻ എടുത്തു. അപ്പോൾ ബാക്കി എത്ര വരുള്ളൂ? 50. 50യുടെ 40%. ഹൗ മച്ച്? 20. അടുത്ത 2 വർഷങ്ങളിൽ നമുക്ക് ഡിപ്രിസിയേഷൻ എടുക്കാൻ ബാക്കിയില്ല. അപ്പോൾ ഡിപ്രിസിയേഷൻ എടുക്കാൻ ബാക്കിയില്ലാത്തത് കൊണ്ട് അപ്പോൾ നെക്സ്റ്റ് 2 ഇയേഴ്സിലോ ഡിപ്രിസിയേഷൻ എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് 200ൻ്റെ തന്നെ 40%, 80 വെച്ച്. കറണ്ട് ടാക്സ് മനസ്സിലായല്ലോ അല്ലേ? ഇനി ഡെഫേർഡ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നോ? ടൈമിംഗ് ഡിഫറൻസ് എത്ര ഉണ്ട്? അക്കൗണ്ടിങ്ങിൽ ഈ വർഷം വന്നിരിക്കുന്ന പ്രോഫിറ്റ് 150, പക്ഷേ ടാക്സിൽ 50 വരുള്ളൂ, കാരണം ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോൾ. അപ്പോൾ ഒരു 100 റുപ്പീസിന് ഡിഫറൻസ് വന്നു. ഇത് വരുന്ന വർഷങ്ങളിൽ എന്ത് ചെയ്യും? റിവേഴ്സ് ആവും. അപ്പോൾ ഇതൊരു ടൈമിംഗ് ഡിഫറൻസാണ്. അപ്പോൾ ആ ടൈമിംഗ് ഡിഫറൻസ് 100ൻ്റെ 40% എത്ര? ഫ്യൂച്ചറിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം 40. അടുത്ത 2 വർഷവും ആ 50-50 വെച്ച് റിവേഴ്സ് ആവുമല്ലേ? അപ്പം 15 40%. ഒരു 20 ഇനി റീറ്റെയിൻ ചെയ്താൽ മതി, ബാക്കി 20 റൈറ്റ് ഓഫ് ചെയ്യണം. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അത്രയും കുറയണം. ഇതിൻ്റെ എൻട്രീസിലേക്ക് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള മെച്ചം എന്താ? ടാക്സിലെ പ്രോഫിറ്റും അക്കൗണ്ടിങ്ങിലെ പ്രോഫിറ്റും അക്കൗണ്ടിങ്ങിൽ എടുക്കേണ്ട ടാക്സ് എക്സ്പെൻസ് മാച്ചിങ് ആയിട്ട് വരും. അതിനുവേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സംഭവമാണ് ഈ ടൈമിംഗ് ഡിഫറൻസസിന് മേലുള്ള ടാക്സ്, ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. അത് പ്രൊവൈഡഡ് അതൊരു ടൈമിംഗ് ഡിഫറൻസ് കൊണ്ടാണ് ഈ വ്യത്യാസം വന്നിരിക്കുന്നതെങ്കിൽ, അക്കൗണ്ടിങ്ങിലെ ടാക്സും ഇൻകം ടാക്സ് പ്രകാരമുള്ള ടാക്സും തമ്മിൽ ഡിഫറൻസ് വന്നിരിക്കുന്നതെങ്കിൽ അത് മാച്ചിങ് ആക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന സംഭവമാണ് ഈ ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വർഷവും നെറ്റ് ടൈമിംഗ് ഡിഫറൻസ് ഫസ്റ്റ് ഇയറിൽ എത്ര ടൈമിംഗ് ഡിഫറൻസ് വന്നിട്ടുണ്ട്? 100. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് നമ്മൾ ഡിപ്രിസിയേഷൻ 50 എടുക്കുന്നുള്ളൂ, ഇൻകം ടാക്സ് 150 എടുക്കും. അപ്പോൾ ഒരു 100 റുപ്പീസിന് ഡിഫറൻസ് വന്നു. അടുത്ത വർഷം ഇനി അക്കൗണ്ടിങ്ങിൽ ഒരു 50 എടുക്കും, ടാക്സിൽ എടുക്കാനില്ല. അപ്പോൾ ഒരു 50 ടൈമിംഗ് ഡിഫറൻസ് റിവേഴ്സ് ആയി, ഇനി ബാലൻസ് 50 ഉള്ളൂ. അടുത്ത വർഷം കൊണ്ട് ടൈമിംഗ് ഡിഫറൻസ് ഫുൾ 0 ആയി. അപ്പോൾ ഈ 100ൻ്റെ 40%, ഓരോ വർഷം ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എത്ര വേണം? 40 വേണം. അടുത്ത വർഷം 20 വേണം. അടുത്ത വർഷം 0 വേണം. അപ്പോൾ ആദ്യത്തെ വർഷം 40 ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തു. വരുന്ന വർഷങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? 20 വെച്ച് റിവേഴ്സ് ചെയ്യണം. ഇനി ഇൻ 2022 എമൗണ്ട് ഡിപ്രിസിയേഷൻ ഫോർ ടാക്സ് എക്സീഡ്സ് ദ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ചാർജ് ഫോർ അക്കൗണ്ടിംഗ് പർപ്പസ് ബൈ 1 lakh. അതുകൊണ്ട് ടാക്സിബിൾ ഇൻകം കുറവായിരുന്നു. ഇതൊരു ടൈമിംഗ് ഡിഫറൻസ് ആണ്. അതുകൊണ്ട് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം 40,000. അടുത്ത വർഷങ്ങളിൽ ഇത് കുറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു 20 വെച്ചിട്ട് നമ്മൾ 3 വർഷങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും? ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി റിവേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി ഇതിൻ്റെ എൻട്രീസോടെ ചോദിക്കുന്നുണ്ട്. എൻട്രീസ് എന്ത് വരും? ശരിക്കും പറഞ്ഞത് ഫുൾ എൻട്രി അവർ ചോദിച്ചിട്ടുണ്ട്. ബെറ്റർ കറണ്ട് ടാക്സ് എത്ര? 20,000 അടക്കണം. അപ്പോൾ അതിൻ്റെ എൻട്രി കറണ്ട് ടാക്സ് അക്കൗണ്ട് ഇട്ടിട്ട് പ്രൊവിഷൻ ഫോർ ടാക്സ് 20,000. കറണ്ട് ടാക്സ് അക്കൗണ്ട് ഇട്ടിട്ട് പ്രൊവിഷൻ ഫോർ ടാക്സ് 20,000. എന്നിട്ട് ഈ കറണ്ട് ടാക്സ് P&Lക്ക് റൈറ്റ് ഓഫ് ചെയ്യണം. എൻട്രി P&L അക്കൗണ്ട് ഇട്ടിട്ട് കറണ്ട് ടാക്സ്. ഇവർ P&L റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രീസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ അടുത്തത് ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി ഡെഫേർഡ് ടാക്സ് അക്കൗണ്ട് ഇട്ടിട്ട് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. എന്നിട്ട് ഈ ഡെഫേർഡ് ടാക്സ് P&Lക്ക് റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ എൻട്രി P&L അക്കൗണ്ട് ഇട്ടിട്ട് ഡെഫേർഡ് ടാക്സ്. ഇവർ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒറ്റ എൻട്രി മതി. ഇതിന് വരെ 2 എൻട്രി എഴുതിയാൽ നല്ലത്. എങ്ങനെ? കറണ്ട് ടാക്സ് പ്രൊവിഷൻ, ഈ വർഷത്തെ ടാക്സ് അടയ്ക്കാനുള്ള പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. കറണ്ട് ടാക്സ് ടു പ്രൊവിഷൻ ഫോർ ടാക്സ് 20,000. ഈ പ്രൊവിഷൻ ഫോർ ടാക്സ് ലയബിലിറ്റി ആയിട്ട് കാണിക്കും. എന്നിട്ട് ഈ കറണ്ട് ടാക്സ് P&Lക്ക് റൈറ്റ് ഓഫ് ചെയ്യും. P&L അക്കൗണ്ട് ഇട്ടിട്ട് കറണ്ട് ടാക്സ് 20,000. ഇതുപോലെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഒരു 40,000 ക്രിയേറ്റ് ചെയ്യണ്ടേ? അപ്പോൾ എൻട്രി ഡെഫേർഡ് ടാക്സ് അക്കൗണ്ട് ഇട്ടിട്ട് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. അപ്പോൾ ഈ ഡെഫേർഡ് ടാക്സ് ഒരു എക്സ്പെൻസ് പോലെ P&Lക്ക് റൈറ്റ് ഓഫ് ചെയ്യണം. P&L ടു ഡെഫേർഡ് ടാക്സ് 40,000. ഇനി അടുത്ത വർഷവും വീണ്ടും കറണ്ട് ടാക്സ് ടു പ്രൊവിഷൻ ഫോർ ടാക്സ് 80,000. കറണ്ട് ടാക്സ് അക്കൗണ്ട് ഇട്ടിട്ട് പ്രൊവിഷൻ ഫോർ ടാക്സ് 80,000. എന്നിട്ട് കറണ്ട് ടാക്സ് P&Lക്ക് ക്ലോസ് ചെയ്യുമ്പോൾ P&L അക്കൗണ്ട് ഇട്ടിട്ട് കറണ്ട് ടാക്സ്. ഇനി ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയോ ഒരു 20,000 നമ്മൾ റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യേണ്ടത് എത്രയെന്നുള്ളത് ഇത് മനസ്സിലായല്ലോ അല്ലേ? 20,000 റിവേഴ്സ് ചെയ്യണം. അപ്പം നമ്മുടെ ബുക്കിലുള്ള എൻട്രി ലയബിലിറ്റി കുറയണം. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അക്കൗണ്ട് അറ്റ് ടു ഡെഫേർഡ് ടാക്സ്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അക്കൗണ്ട് അറ്റ് ടു ഡെഫേർഡ് ടാക്സ്. അപ്പോൾ ഈ ഡെഫേർഡ് ടാക്സ് ഒരു ഇൻകം പോലെ വരും. ആ ഇൻകം ഇനി P&Lക്ക് ക്ലോസ് ചെയ്യണം. ഡെഫേർഡ് ടാക്സ് അക്കൗണ്ട് അറ്റ് ടു P&L. ഈ 2 എൻട്രിക്ക് വരെ 4 എൻട്രി വെച്ച് എഴുതിയാൽ നല്ലത് കേട്ടോ. ദെൻ അടുത്ത വർഷം വീണ്ടും കറണ്ട് ടാക്സ് അക്കൗണ്ട് ഇട്ടിട്ട് പ്രൊവിഷൻ ഫോർ ടാക്സ് 80. പിന്നെ P&L അക്കൗണ്ട് ഇട്ടിട്ട് കറണ്ട് ടാക്സ് 80,000. പിന്നെ അടുത്തത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഉള്ള 20 ഇനി റിവേഴ്സ് ചെയ്യണം. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കുറയണം. ഡെബിറ്റ് ചെയ്തു. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ടു ഡെഫേർഡ് ടാക്സ് 20,000. ഇനി അത് P&Lക്ക് റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ എൻട്രി ഡെഫേർഡ് ടാക്സ് അക്കൗണ്ട് ഇട്ടിട്ട് P&L അതൊരു ലാഭം പോലെയും കാണിക്കണം. P&Lനെ ക്രെഡിറ്റ് സൈഡിൽ. ഇതുവരെ ക്ലിയർ ആണോ? ഇനി ഈ കറണ്ട് ടാക്സ് ഓഫ് പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. സെപ്പറേറ്റ് ആയിട്ടൊക്കെ കാണിക്കണം. ഇനി സപ്പോസ് ഫ്യൂച്ചറിലെ ടാക്സ് റേറ്റ്
സബ്സ്റ്റാൻഷ്യലി എനാക്റ്റഡ് ടാക്സ് റേറ്റ് ഫോർ 2022 എന്ന് പറഞ്ഞാൽ 22-23 എന്ന് ഉദ്ദേശിച്ചു കേട്ടോ. 22-23 സബ്സ്റ്റാൻഷ്യലി എനാക്റ്റഡ് ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തെ ടാക്സ് റേറ്റ് എത്രയാണ്? 40%. അങ്ങനെയാണെങ്കിലോ ഫസ്റ്റ് ഇയറിൽ എത്ര ടൈമിംഗ് ഡിഫറൻസ് വരുന്നുണ്ട്? 100. ആ 100ൻ്റെ 40% നമ്മൾ എത്ര ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും? 100ൻ്റെ 40% എന്ന് പറയുമ്പം 40,000 ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇനി അടുത്ത വർഷം അതിലൊരു 50,000 റിവേഴ്സ് ആവും. ടൈമിംഗ് ഡിഫറൻസ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഒരു 50,000 റിവേഴ്സ് ആവും. പിന്നെ ബാലൻസ് ടൈമിംഗ് ഡിഫറൻസ് എത്രയാണ് ഉണ്ടാവുള്ളൂ? വെറും 50,000. ആ 50,000ൻ്റെ എത്ര ശതമാനം ടാക്സ് റേറ്റ് അടുത്ത വർഷത്തെ സബ്സ്റ്റാൻഷ്യൽ എനാക്റ്റഡ് ടാക്സ് റേറ്റ് 23-24 35% ആണെങ്കിലോ? അപ്പം ബാക്കി ഇനി റിവേഴ്സ് ആവാനുള്ള ടൈമിംഗ് ഡിഫറൻസ് ഇനി 50 ഉള്ളൂ സെക്കൻഡ് ഇയർ എൻ്റെ നോക്കി കഴിയുമ്പോൾ. 50,000 ഇൻറ്റു 35% എത്ര? 17,500. തേർഡ് ഇയർ ആയി കഴിയുമ്പോഴോ സബ്സ്റ്റാൻഷ്യലി എനാക്റ്റഡ് ടാക്സ് റേറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് 22 അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഡേറ്റ് ഇടുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കാരണം അസറ്റ് മേടിച്ചത് 22 അല്ലേ, ഇയർ എൻഡ് വെച്ച് വരണം. അപ്പോൾ ഇത് സബ്സ്റ്റാൻഷ്യൽ എനാക്റ്റഡ് ടാക്സ് റേറ്റ് ഫോർ ദ ഇയർ എൻഡ് 23, 24 ആൻഡ് 25 എന്നുള്ള രീതി പറയണമായിരുന്നു കേട്ടോ. ഓപ്പണിങ്ങിലല്ലോ, വർഷാവസാനമല്ലേ. വർഷാവസാനം എന്ന് പറയുമ്പോൾ 22 31 മാർച്ച് 23 വരും. ആ 23 ഇതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക്. 31 മാർച്ച് 2023 എത്ര വേണം? 1 lakh ടൈമിംഗ് ഡിഫറൻസ് ഉണ്ട്, അതിൻ്റെ 40%. അപ്പോൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എത്ര ക്രിയേറ്റ് ചെയ്യണം? 40,000. അടുത്ത വർഷം അതിലൊരു 50,000 റിവേഴ്സ് ആവും. അപ്പോൾ ബാലൻസ് പിന്നെ എത്രയേ കാണുള്ളൂ ഡെഫേർഡ് ടാക്സ് ടൈമിംഗ് ഡിഫറൻസ്? 50. അതിൻ്റെ 35% മെയിൻറ്റെയിൻ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ 17,500 മതി മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യണം? ഓൾറെഡി നമ്മൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എത്ര ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഇയറിലെ ടൈമിംഗ് ഡിഫറൻസ് എത്രയാണ്? ഇത് കുറച്ച് കൺഫ്യൂഷൻ ചിലർക്ക് വരാം. ഫസ്റ്റ് ഇയറിൽ എത്ര ടൈമിംഗ് ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്? 1,50,000 മുഴുവൻ ടൈമിംഗ് ഡിഫറൻസ് അല്ല. 1,50,000 ഇൻകം ടാക്സ് ഡിപ്രീസിയേഷൻ എടുക്കും, അക്കൗണ്ടിങ് 50 എടുക്കും. അപ്പോൾ ടൈമിംഗ് ഡിഫറൻസ് എത്ര? 1 lakh. അപ്പോൾ 1 lakhൻ്റെ 40% നമ്മൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഒരു 40,000 ക്രിയേറ്റ് ചെയ്യണം. എൻട്രി ഡെഫേർഡ് ടാക്സ് ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി 40,000. എന്നിട്ട് ഡെഫേർഡ് ടാക്സ് പിയാനിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യണം. പിയാനിൽ ടു ഡെഫേർഡ് ടാക്സ് 40,000. ഇനി അടുത്ത വർഷം വരുമ്പോഴോ ഈ 1 lakh ടൈമിംഗ് ഡിഫറൻസിൽ ഒരു 50 റിവേഴ്സ് ആയി. ബാലൻസ് എത്ര ടൈമിംഗ് ഡിഫറൻസ് കാണും? 50,000. റിവേഴ്സ് ആയതല്ല, ബാലൻസ്. അതേ ഇൻറ്റു 35%. ഇനി വരുന്ന വർഷങ്ങളിലേക്ക് ടാക്സ് റിവേഴ്സ് ആവാൻ പോകുന്ന എത്രയാണ്? 35% എന്നല്ല കരുതിയേക്കുന്നേ. അപ്പം ഇതിന് ഡേറ്റ് വ്യത്യാസമുണ്ട്. ഇത് 24 നോക്കണേ. 17,500 മതി ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഇപ്പോൾ എത്ര ഉണ്ട്? 40 ഉണ്ട്. അപ്പോൾ അടുത്ത വർഷം എത്ര നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടി വരും? 40 മൈനസ് 17,500. ഇപ്പോൾ 40 ഉണ്ട്, 17,500 മതി. ഇപ്പോൾ ഒരു 22,500 ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി റിവേഴ്സ് ചെയ്യണം. അപ്പോൾ എൻട്രി ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ടു ഡെഫേർഡ് ടാക്സ് 22,500. അപ്പോൾ ബാലൻസ് എത്രയും വരുള്ളൂ. എന്നിട്ട് ഡെഫേർഡ് ടാക്സ് ടു പിയാൻഡൽ 22,500. അപ്പോൾ അടുത്ത വർഷം എത്ര റിവേഴ്സ് ചെയ്യണമെന്ന് വെച്ചാൽ 22,500 റിവേഴ്സ് ചെയ്യണം. ഇനി മൂന്നാമത്തെ വർഷം ആകുമ്പോഴോ ഇനി ടൈമിംഗ് ഡിഫറൻസ് ഒന്നുമില്ല. ഈ വർഷം ഡിപ്രീസിയേഷനോട് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താവും? 0 ആവും. അപ്പം ടൈമിംഗ് ഡിഫറൻസ് ഇനി ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഒന്നും ബുക്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വർഷം അടുത്ത വർഷം അപ്പോൾ എത്ര റിവേഴ്സ് ചെയ്യണം? 17,500 ഉള്ള ബാലൻസ് 17,500 റിവേഴ്സ് ചെയ്യണം. ഇതിനകത്തൊരു ഡേറ്റ് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് 23, ഇത് 24, ഇത് 25 എന്നാക്കണം. ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെ മാറ്റണം കേട്ടോ. റൈറ്റ്സ് 4. അപ്പോൾ ഫസ്റ്റ് ഏപ്രിൽ 22 മേടിച്ചു. അപ്പോൾ 31 മാർച്ച് 2023, 24, 25 ആ 3 വർഷങ്ങളിലെ എഫക്റ്റ്. ക്ലിയർ? ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ ടാക്സ് റേറ്റ് വ്യത്യാസം വരുന്നുണ്ടെങ്കിലോ കറണ്ട് ടാക്സ് മെഷർ ചെയ്യേണ്ടതോ അത് വ്യത്യാസം വരില്ല കേട്ടോ. കറണ്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിലെ റേറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ഡെഫേർഡ് ടാക്സ് ഇവിടെ ഡെഫേർഡ് ടാക്സ് മാത്രം കമ്പ്യൂട്ട് ചെയ്താലും മതി. പിന്നെ ഇത്രയും വലിയ പ്രോബ്ലം ഒന്നും എക്സാമിന് പൊതുവേ ചോദിച്ച് കണ്ടിട്ടില്ല. AS-ൻ്റെ ബേസിലാണെങ്കിൽ പൊതുവെ 7 മാർക്ക് 10 മാർക്കൊക്കെ ആയിരിക്കും മാക്സിമം വരുന്നത്. അതിനുവേണ്ടി ഇത്രയും ചോദിക്കുന്നു കരുതുന്നുണ്ട്. ഇതൊരു 14 മാർക്സിനൊക്കെ ഇത്രയും വലിയ പ്രോബ്ലം ആയിട്ട് ചോദിക്കാൻ ചാൻസസ് ഉള്ളൂ. പിന്നെ എൻട്രീസ് നമ്മുടെ സിലബസിൽ അങ്ങനെ പറയുന്നുമില്ല. അതുകൊണ്ട് എത്രത്തോളം ചോദിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നട്ടിപ്പിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് തന്നെ പോവാം. ഇത് ക്ലിയർ ആണോ? ടൈമിംഗ് ഡിഫറൻസിന് മേലുള്ള ടാക്സ് ഡെഫേർഡ് ടാക്സ്. ഇപ്പോൾ ഡെഫേർഡ് ടാക്സ് ഇത് രണ്ടാമത്തെ പ്രോബ്ലം ആയിട്ടോ കേട്ടോ. ടാക്സ് റേറ്റ് മാറിയാലുള്ളത്. ടാക്സ് റേറ്റ് മാറിയാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എത്ര ടൈമിംഗ് ഡിഫറൻസ് ബാലൻസ് ഉണ്ടോ അതേ ഇൻറ്റു ആ സബ്സ്റ്റാൻഷ്യൽ അടുത്ത വർഷത്തെ സബ്സ്റ്റാൻഷ്യൽ അതിനായിട്ട് ടാക്സ് റേറ്റ് ഉണ്ടല്ലോ അത് അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് എത്ര ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ബാലൻസ് കീപ്പ് ചെയ്യണമെന്ന് മനസ്സിലാവും. അതും ഉള്ള ബാലൻസ് നമ്മൾ ഡിഫറൻസ് അത് ഓരോ വർഷം റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. A Limited invested 1 lakh to acquire 10% stake in B Limited. 10% സ്റ്റേക്ക് മേടിച്ചു. ആൻഡ് ലേറ്റർ ഇൻവെസ്റ്റഡ് 3 lakh to acquire additional 20% ഇൻവെസ്റ്റ്മെൻറ്റ്. ആദ്യം ഒരു 10% മേടിച്ചു, പിന്നെ അടുത്തൊരു 20% മേടിച്ചു. ആദ്യം ഒരു 1 lakh കൊടുത്തിട്ട് 10% മേടിച്ചു, അടുത്തൊരു 20% 3 lakh കൊടുത്തിട്ട് മേടിച്ചു. നെറ്റ് അസറ്റ് ഓഫ് ദ വാല്യൂ B Limited അറ്റ് ദ
റെസ്പെക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡേറ്റ്സ് നെറ്റ് അസെറ്റ്സ് മേടിക്കുന്ന അന്നത്തെ ബി ലിമിറ്റഡിൻ്റെ നെറ്റ് അസെറ്റ്സ് 7,50,000 ഉണ്ടായിരുന്നു ആദ്യം മേടിക്കുന്ന സമയത്ത് 10% മേടിച്ചപ്പോൾ. പിന്നെ അടുത്ത മേടിക്കുന്ന സമയത്ത് 12,50,000 ആയി. നെറ്റ് അസെറ്റ്സ് കൂടി. ഡിറ്റർമൈൻ വെദർ ബി ലിമിറ്റഡ് ഇസ് ആൻ അസോസിയേറ്റ് ഓഫ് എ ലിമിറ്റഡ്. അസോസിയേറ്റ് ആയിട്ട് കൂട്ടൂ. ടോട്ടൽ എത്ര ശതമാനം ഷെയർ ഹോൾഡിംഗ് ഉണ്ട്? ആദ്യം 10%, പിന്നെ അടുത്ത് 20%. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 30% ആയി. അപ്പം പൊതുവേ നമ്മളൊരു മോർ ദാൻ 20% ഷെയർ ഹോൾഡിംഗ് അപ് ടു 50% ആണെങ്കിൽ നമ്മൾ എന്തെന്ന് തിരിക്കും? അസോസിയേറ്റ് തിരിക്കും. അപ്പോൾ അതുകൊണ്ട് അസോസിയേറ്റ് ആവും. ഓൾസോ കാൽക്കുലേറ്റ് ഗുഡ് വിൽ എറൈസിങ് ഓൺ അക്വിസിഷൻ ഓഫ് അസോസിയേറ്റ്. അസോസിയേറ്റിൻ്റെ ഈ ഷെയർ മേടിക്കുമ്പോൾ എന്തെങ്കിലും ഗുഡ് വിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. പെർ പാര 3. ഈ പാര എഴുതിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്കൊന്നും മാർക്ക് പോലും പോയില്ല കേട്ടോ. പാര എഴുതി കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആസ് പെർ AS 23. ഇത് ഏതിൻ്റെ ബേസിലുള്ള പ്രോബ്ലമാണ്? AS 23. ഏത്? അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ അസോസിയേറ്റ്സ് ഇൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതോടെ എഴുതിയാൽ നല്ലത് കേട്ടോ. ആസ് പെർ AS 23. അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ അസോസിയേറ്റ്സ് ഇൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് an enterprise in which the investor has a significant influence and which is neither a subsidiary or joint venture. സബ്സിഡറി ആണെങ്കിൽ പിന്നെ AS 21 ആപ്ലിക്കബിൾ ആയി പോകും. ജോയിൻറ്റ് വെഞ്ചർ ആണെങ്കിൽ AS 27 ആപ്ലിക്കബിൾ പോകും. അതും അല്ലെങ്കിൽ പിന്നെ അതെന്തായിട്ട് തിരിക്കാം? ഇൻവെസ്റ്റർ അസോസിയേറ്റ് റിലേഷൻഷിപ്പ് ആയിട്ട് തിരിക്കാം. സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാലോ ഒന്നെങ്കിൽ ഓണർഷിപ്പ് ബൈ എഗ്രിമെൻറ്റ്, ഒന്നെങ്കിൽ ഓണർഷിപ്പിൻ്റെ ബേസിലായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും എഗ്രിമെൻറ്റ് ബേസിൽ കിട്ടാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് പ്രകാരം കിട്ടാം. നോർമലി ഓണർഷിപ്പിലാണെങ്കിലോ ഹോൾഡിംഗ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി 20% ഓഫ് മോഡ് ഓഫ് വോട്ടിംഗ് റൈറ്റ് ഇസ് പ്രിസ്യൂംഡ്. അപ്പോൾ 20% കൂടുതൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് തിരിക്കാം? അസോസിയേറ്റ് ആയതായിട്ട് ട്രീറ്റ് ചെയ്യാം. അതുകൊണ്ട് ഈ കേസിൽ ടോട്ടൽ 30% ഹോൾഡിംഗ് വരും. അതുകൊണ്ട് അസോസിയേറ്റ് ആവും. ഇപ്പോൾ ബി ലിമിറ്റഡ് എ ലിമിറ്റഡിൻ്റെ അസോസിയേറ്റ് ആവും. എ ലിമിറ്റഡ് ഇൻവെസ്റ്ററും ബി ലിമിറ്റഡ് അസോസിയേറ്റ് ആവും. ഇനി ഗുഡ് വിൽ ആണെങ്കിൽ ക്യാപിറ്റൽ ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മേടിച്ച് എത്ര രൂപ കൊടുത്താൽ? 1 lakh. ഷെയർ മേടിച്ചത് 1 lakh കൊടുത്ത്. എത്ര ശതമാനം? 10%. അപ്പം ഇതിൻ്റെ 10%, 7,50,000 10% എന്ന് പറയുമ്പോൾ എത്ര വരും? അന്നത്തെ നെറ്റ് അസെറ്റ് 7,50,000 ഉള്ളത്. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 75,000 റുപ്പീസിന് മേടിക്കേണ്ട ഷെയർ 1 lakh കൊടുത്ത് മേടിച്ചു. എന്നോട് പറയാം 7,50,000 ആണ് നെറ്റ് അസെറ്റ്. അതിൻ്റെ 10% എത്ര വരും? 75,000. 75,000 മേടിക്കേണ്ട ഷെയർ 1 lakh കൊടുത്ത് മേടിച്ചു. അപ്പോൾ എത്ര കൂടുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട്? ഒരു 25,000 കൂടുതൽ പേ ചെയ്തിട്ടാണ് മേടിക്കുന്നത്. ആ 25,000 ഗുഡ് വിൽ. ആദ്യത്തെ കേസിൽ 25,000 ഗുഡ് വിൽ സെറ്റ്. ഇനി രണ്ടാമത്തതോ നെറ്റ് 3 lakh കൊടുത്തിട്ട് മേടിച്ചു. എത്ര ശതമാനം? അഡീഷണൽ 20%. അപ്പോൾ 12,50,000 20%. 12,50,000 20%. 2,50,000 മേടിക്കേണ്ട ഷെയറോ 3 lakh കൊടുത്തിട്ട് മേടിക്കുന്നു. അപ്പോൾ എത്ര കൂടുതൽ കൊടുക്കുന്നു? ഒരു 50,000 കൂടുതൽ കൊടുത്ത് മേടിക്കുന്നു. അതും ഗുഡ് വിൽ. അങ്ങനെ ടോട്ടൽ ഗുഡ് വിൽ എന്ന് പറയുന്നത് 50,000 + 25,000 75,000 എന്നുള്ള രീതി വരും. ക്ലിയർ? ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ബേസിക് ഒരു കാൽക്കുലേഷൻ ഉള്ളൂ. നെറ്റ് അസറ്റിനേക്കാളും കൂടുതൽ കൊടുത്താൽ പർച്ചേസ് കൺസിഡറേഷൻ മേടിച്ചെങ്കിലോ, കൂടുതൽ പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്താൽ മേടിച്ചെങ്കിലും ഗുഡ് വിൽ. അതേ കൺസെപ്റ്റ് തന്നെ ഇവിടെ ഉള്ളൂ. നെറ്റ് അസറ്റ് 7,50,000 10%, 75,000 ഷെയർ 1 lakh കൊടുത്ത് മേടിച്ചു. അപ്പോൾ 25,000 ഗുഡ് വിൽ. അടുത്തതോ 12,50,000 20% അഡീഷണൽ മേടിച്ചത്. അപ്പോൾ 2,50,000 മേടിക്കേണ്ട ഷെയർ 3 lakh കൊടുത്ത് മേടിച്ചു. അപ്പോൾ 50,000 ഗുഡ് വിൽ. അങ്ങനെ ടോട്ടൽ ഗുഡ് വിൽ എത്ര? 75,000. അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം കാൽക്കുലേഷൻ മാത്രം ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല കേട്ടോ, പകുതി മാർക്കായി പോകും. ആദ്യം അസോസിയേറ്റ് ആണോ എന്നുള്ളത് നോക്കണം. അസോസിയേറ്റ് ആവാനുള്ള കണ്ടീഷൻ ഹോൾഡിംഗ് എന്താ? സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കണം. സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ മോർ ദാൻ 20% ഹോൾഡിംഗ് ഉണ്ടാവണം. അതുകൊണ്ട് അസോസിയേറ്റ് ആയി. ഇനി ഗുഡ് വിൽ കാൽക്കുലേഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിസ്ക്ലോഷർ? ഇതുവരെ ക്ലിയർ ആണോ? ദെൻ വാട്ട് ആർ ദ ഡിസ്ക്ലോഷർ? ഈ RTP എന്ന് പറയുന്ന എക്സാം മോഡൽ അല്ല കേട്ടോ. ലാസ്റ്റ് മൂമെൻറ്റ് റിവിഷന് വേണ്ടി നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നേക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് കരുതരുത് കേട്ടോ. ആ മോഡൽ MTP ഒക്കെ നമുക്ക് ആ ഒരു മോഡലായിരിക്കും. കാരണം എക്സാമിന് ഒരു 30 മാർക്സിന് MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബാക്കി ഒരു 70 മാർക്ക് 14 മാർക്സിൻ്റെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിലേതെങ്കിലും 5 എണ്ണം നമ്മൾ പിക്ക് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ അതിനകത്ത് വലിയ വലിയ പ്രോബ്ലംസ് കാണും കേട്ടോ. കമ്പനി അക്കൗണ്ട്സിന് 3rd മൊഡ്യൂൾ കൂടുതൽ വെയിറ്റേജ് പൊതുവെ 3rd മൊഡ്യൂളിലാണ് വരാറ്. പിന്നെ കൺസോളേഷൻ പ്രോബ്ലംസ് അതിൽ നിന്ന് തന്നെ ഒരു 50% മാർക്ക് വരാറുണ്ട്. പിന്നെ ബാക്കി 2nd മൊഡ്യൂളിൽ ASും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് ASന് മാത്രം ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. വാട്ട് ആർ ദ ഡിസ്ക്ലോഷർ ആൻഡ് പ്രസൻറ്റേഷൻ റിക്വയർമെൻറ്റ് ഓഫ് AS 24? അതായത് മൊഡ്യൂൾ 2 എന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിനകത്ത് കാര്യങ്ങളായിട്ട് വന്നിട്ടുള്ളൂ. മൊഡ്യൂൾ 1 ആ AS, മൊഡ്യൂൾ 2. വാട്ട് ആർ ദ ഡിസ്ക്ലോഷർ ആൻഡ് പ്രസൻറ്റേഷൻ റിക്വയർമെൻറ്റ് ഓഫ് AS 24 ഫോർ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ? ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ്റെ പ്രസൻറ്റേഷൻ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? What are the disclosure and presentation requirement of AS 24? Give 4 examples of activities that do not necessarily satisfy criterion A of the paragraph 3 of AS 24, but that
ഡു സോ ഇൻ കോമ്പിനേഷൻ വിത്ത് അതർ സർക്കംസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സാമ്പിൾ കൊടുക്കാൻ. നോർമലി അതൊരു ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ആയിട്ട് എടുക്കത്തില്ല, പക്ഷേ ബാക്കി കുറേ കോമ്പിനേഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ, ബാക്കി കുറേ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ അത് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് ഐറ്റത്തിൻ്റെ എക്സാമ്പിൾ കൊടുക്കാൻ. ഒക്കെ സ്റ്റഡി മെറ്റീരിയൽ അതേ രീതിയിൽ തന്നെ കൊടുക്കുന്ന പ്രോബ്ലം. 24 പൊതുവെ ഒരു തിയറി മാത്രമേ ഉള്ളൂ, പ്രോബ്ലം ഒന്നും ഇല്ലാത്തൊരു കേസാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം? ഇത്രേ ഉള്ളൂ. എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. എന്ത് ഓപ്പറേഷനാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. അതൊരു ബിസിനസ് സെഗ്മെൻ്റ് ആണോ ജിയോഗ്രഫിക്കൽ സെഗ്മെൻ്റ് ആണോ എന്നുള്ള കാറ്റഗറി. നേച്ചർ ഓഫ് സെഗ്മെൻറ്റ്, അതായത് ബിസിനസ് സെഗ്മെൻ്റ് ആണോ ജിയോഗ്രഫിക്കൽ സെഗ്മെൻ്റ് ആണോ എന്നുള്ള ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ. ദ ഡേറ്റ് ആൻഡ് നേച്ചർ ഓഫ് ഇനീഷ്യൽ ഡിസ്ക്ലോഷർ ഇവൻറ്റ്. അപ്പോൾ ഇനീഷ്യൽ ഡിസ്ക്ലോഷർ ഇവൻറ്റ് ഈസ് ദ earlier of date of entering into binding sale agreement or date on which plan is approved and announced. എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പ്ലാൻ അപ്രൂവ് ചെയ്ത് അനൗൺസ് ചെയ്ത ഡേറ്റ്, അല്ലെങ്കിൽ നമ്മൾ വിൽക്കാൻ വേണ്ടി ബൈൻഡിങ് സെയിൽ എഗ്രിമെൻറ്റ് ചെയ്ത ഡേറ്റ് വിച്ച് വാസ് എയർലി, അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനീഷ്യൽ ഡിസ്ക്ലോഷർ ഇവൻറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അന്നോട്ടാണ് ഈ ഡിസ്ക്ലോഷേഴ്സ് ഒക്കെ നമ്മൾ തുടങ്ങേണ്ടത്. അത് ഇതിലേതാണ്, ബൈൻഡിങ് സെയിൽ എഗ്രിമെൻറ്റിൻ്റെ ഡേറ്റ് ആണോ അതോ പ്ലാൻ അപ്രൂവ് ചെയ്ത് അനൗൺസ് ചെയ്ത ഡേറ്റ് ആണോ, അത് ഏതെന്നുള്ള അതിൻ്റെ നേച്ചറും അതിൻ്റെ ഡേറ്റും. ഡേറ്റ് ഓർ പീരീഡ് ഇൻ വിച്ച് ഡിസ്കണ്ടിന്യൂസ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി കംപ്ലീറ്റഡ്. എത്ര നാളിനുള്ളിൽ നമ്മൾ ഈ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാനാണ്, ഡിസ്കണ്ടിന്യൂൻസ് കംപ്ലീറ്റ് ആവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ക്യാരിയിങ് എമൗണ്ട് അസ് അറ്റ് ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ഓഫ് ദ ടോട്ടൽ അസറ്റ്സ് ടു ബി ഡിസ്പോസ്ഡ് ആൻഡ് ടോട്ടൽ ലയബിലിറ്റീസ് ടു ബി. ഈ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷനിലെ ഏത് സെഗ്മെൻ്റാണ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതിൻ്റെ ടോട്ടൽ എത്ര അസറ്റ്സ് ഉണ്ട്, എത്ര ലയബിലിറ്റീസ് ഉണ്ട്. എമൗണ്ട് ഓഫ് റവന്യൂ ഓർ എക്സ്പെൻസ് ഇൻ റെസ്പെക്ട് ടു ഓർഡിനറി ആക്ടിവിറ്റീസ് അട്രിബ്യൂട്ടബിൾ ടു ദ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ഡ്യൂറിങ്. ഈ വർഷം എന്തെങ്കിലും ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിൽ നിന്ന് നമുക്ക് ഓർഡിനറി ആക്ടിവിറ്റീസിൽ നിന്ന് വന്നിരിക്കുന്ന ഇൻകം, ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷനിൽ നിന്നുള്ള റവന്യൂ എക്സ്പെൻസസ്, ഈ ഡിസ്കണ്ടിന്യൂ നമ്മൾ നിർത്താൻ വേണ്ടി പോകുന്ന ഓപ്പറേഷനിൽ നിന്ന് ഈ വർഷം നമുക്ക് കിട്ടിയിരിക്കുന്ന റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ്. പ്രീ ടാക്സ് പ്രോഫിറ്റ് ഫ്രം ഓർഡിനറി ആക്ടിവിറ്റീസ്. ഇത് നമുക്ക് ഷെഡ്യൂൾ 3 പിയാനിലും കാണിക്കാനുണ്ട് കേട്ടോ, ഇത് നോട്ട്സിലുള്ള ഡിസ്ക്ലോഷർ. പിന്നെ അതിൻ്റെ ഇൻകം ടാക്സ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു, അതായത് ഇൻകം ടാക്സ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഓർഡിനറി ഈ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. ദ എമൗണ്ട് ഓഫ് നെറ്റ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് ഫ്രം ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിങ് ആൻഡ് ഓപ്പറേറ്റിംഗ്, അത് തിരിച്ചും കാണിക്കണം. ഇനി പാര 3 of AS 24 discontinuing operation explains the criteria for determination discontinuing operation. According to section para 9 of AS 24, examples of activities that do not necessarily satisfy criterion A of the paragraph 3 but that ഡു സോ ഇൻ കോമ്പിനേഷൻ വിത്ത് അതർ സർക്കംസ്റ്റൻസസ് എന്ന് പറയാൻ നോർമലി ഇത് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷനായിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. പക്ഷേ ബാക്കി എല്ലാ സർക്കംസ്റ്റൻസസും ഒരു ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷനായിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷനുണ്ട്? ഒരു സ്പെസിഫിക് പ്ലാനിൻ്റെ ബേസിൽ നമ്മളൊരു ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്, മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു പ്ലാനിൻ്റെ ബേസിൽ ഒരു ടൈം ബൗണ്ട് ആയിട്ട് നമ്മളൊരു ഓപ്പറേഷൻ മൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതൊരു മേജർ സെഗ്മെൻ്റ് ആണ്, റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്, 10% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് ആയിരിക്കണം. അത് നമ്മൾ ഒറ്റയടിക്ക് ഒന്നെങ്കിൽ പൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു, ഒറ്റയടിക്ക് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു, അതല്ലെങ്കിൽ പീസ് മീൽ ബേസിസ് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു, അബാൻഡൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇങ്ങനെ ഈ കണ്ടീഷൻ എല്ലാം കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷനായിട്ട് തിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് സെയിം തിയറി ക്വസ്റ്റൻ ആയിട്ട് തന്നെ പറഞ്ഞേക്കുന്നത്. ഫോളോയിങ് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഡു നോട്ട് നെസസറി സാറ്റിസ്ഫൈ ക്രൈറ്റീരിയ ഓഫ് ദ പാരഗ്രാഫ് 3 ബട്ട് ദാറ്റ് ഡു സോ ഇൻ കോമ്പിനേഷൻ വിത്ത് അതർ സർക്കംസ്റ്റൻസസ് ഇൻക്ലൂഡ് ഗ്രാജുവൽ ഓർ ഇവല്യൂഷണറി ഫേസിംഗ് ഔട്ട് ഓഫ് എ പ്രൊഡക്റ്റ് ലൈൻ ഓർ ക്ലാസ് ഓഫ് സർവീസ്. നമ്മളൊരു പതിയെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓപ്പറേഷൻസ് കുറയ്ക്കുക. ഞാനിപ്പോൾ ഡീസൽ കാറിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് പതിയെ ഇലക്ട്രിക് കാറിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുവാണ്. ഒരു പ്രൊഡക്റ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് സർവീസ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പതിയെ കുറച്ച് അത് അടുത്തതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുവാണ്. അത് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊവൈഡഡ് അത് ബാക്കി എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷനായിട്ട് തന്നെ മെൻഷൻ ചെയ്യേണ്ടി വരും. ഡിസ്കണ്ടിന്യൂയിങ് ഈവൻ ഇഫ് റിലേറ്റഡ്ലി അബ്രപ്റ്റ്ലി സെവറൽ പ്രൊഡക്ട്സ് ഓഫ് ആൻ ഓൺഗോയിങ് ലൈൻ ഓഫ് ബിസിനസ്. പെട്ടെന്ന് കുറേ ഓപ്പറേഷൻസ് നിർത്താൻ വേണ്ടി തീരുമാനിച്ചു. പെട്ടെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു പ്ലാൻ്റെ ഒന്നും ബേസിലല്ലാതെ പെട്ടെന്ന് ഞാനൊരു ഓപ്പറേഷൻ തീരുമാനിച്ചു കഴിഞ്ഞാലോ അത് ഡിസ്കണ്ടിന്യൂയിങ് ആവില്ല. പക്ഷേ അതൊരു മുൻകൂട്ടി തീരുമാനിച്ച പ്ലാനിൻ്റെ ബേസിലാണ്. അതൊരു മേജർ സെഗ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷനായിട്ട് എടുക്കേണ്ടിയും വരും. ഷിഫ്റ്റിംഗ് ഓഫ് പ്രൊഡക്ഷൻ ഓർ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഫോർ എ പർട്ടിക്കുലർ ലൈൻ ഓഫ് ബിസിനസ് ഫ്രം വൺ ലൊക്കേഷൻ എന്നത്. കേരളത്തിലിപ്പം പൊതുവേ ഈ പാർട്ടി പ്രശ്നങ്ങളും കാര്യങ്ങളും കോസ്റ്റും കൂടുതലായതുകൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി കേരളത്തിൽ നിന്ന് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ ലേബർ ഇച്ചിരി ചീപ്പാണ്, മെറ്റീരിയൽസും കുറച്ച് ചീപ്പായിട്ട് കിട്ടും. അല്ലെങ്കിൽ മാർക്കറ്റിംഗ് നമ്മൾ മുംബൈയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ ആകുമ്പോൾ ബോളിവുഡ് സ്റ്റാർസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അങ്ങോട്ട് ആക്ടിവിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ക്ലിയർ? സോ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീനെ നമ്മളൊരു ഏരിയയിൽ നിന്ന് അടുത്ത ഏരിയയിലേക്ക് മാറ്റി കഴിഞ്ഞാലോ അത് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷനായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ക്ലോസിംഗ് ഓഫ് എ ഫെസിലിറ്റി ടു അച്ചീവ്
പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ് ഓർ റാദർ കോസ്റ്റ് സേവിങ്. നമ്മളൊരു നഷ്ടത്തിലോടുന്നൊരു സെഗ്മെൻറ്റ് നമ്മൾക്ക് പ്രൊഡക്ടിവിറ്റി അതിനി നോക്കുന്നതിനേക്കാളും നല്ലത് വേറെ സെഗ്മെൻറ്റിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് കരുതിക്കൊണ്ട് നമ്മളങ്ങ് ഒരു ഓപ്പറേഷൻ നിർത്താൻ വേണ്ടി തീരുമാനിച്ചു. അത് നമ്മളെ സംബന്ധിച്ച് എന്തായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, പൊതുവേ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷനായിട്ട് തീർത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ബാക്കിയുള്ള സർക്കംസ്റ്റൻസസൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് ഡിസ്കണ്ടിന്യൂയിങ് ആവോ ഇല്ലയോ എന്നുള്ളത്. ഇതൊരു പക്ക തിയറി ക്വസ്റ്റൻ ഉള്ളതാണ്, സ്റ്റഡി മെറ്റീരിയൽ കിടക്കുന്ന സെയിം ഇത് തന്നെയാണ്. 24 ആ രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 19 ക്ലാസ് ക്വസ്റ്റൻ എത്തി. During 2023-24, enterprise incurred cost to develop and produce a routine low-risk computer software product as follows. ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി പോവാം. കംപ്ലീഷൻ ഓഫ് ഡീറ്റെയിൽഡ് പ്രോഗ്രാം ആൻഡ് ഡിസൈൻ. ഒരു പ്രോഗ്രാം ആൻഡ് ഡിസൈൻ, ഏകദേശം ഒരു ഡിസൈൻ സോഫ്റ്റ്വെയറിന് വേണ്ട ഡിസൈൻ ഡെവലപ്പ് ചെയ്തു 25,000. കോഡിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ടെക്നിക്കൽ ഫീസിബിലിറ്റി. ഇത് ടെക്നിക്കൽ ഫീസിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടിയുള്ള കുറച്ച് കോഡിംഗ് ആൻഡ് ടെസ്റ്റിംഗ് വർക്കുകൾ നമ്മൾ ചെയ്തു. അതർ കോഡിംഗ് കോസ്റ്റ് phase 3. ട്രെയിനിങ് കോസ്റ്റ്, ടെസ്റ്റിംഗ് കോസ്റ്റ് 4. പ്രൊഡക്റ്റ് മാസ്റ്റേഴ്സ് ഫോർ ട്രെയിനിങ് മെറ്റീരിയൽസ്. പ്രൊഡക്റ്റിൻ്റെ ബാക്കി എങ്ങനെ ഉപയോഗിക്കണം കാര്യങ്ങളൊക്കെ മാസ്റ്റേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആൻഡ് ട്രെയിനിങ് മെറ്റീരിയൽസ് ഫ്രം പ്രൊഡക്റ്റ് മാസ്റ്റേഴ്സ്. Then packing the product 11,000. After completion of phase 2, it was established that the computer software is technically feasible for the market. ഇപ്പോൾ രണ്ടാമത്തെ ഇത് കഴിഞ്ഞപ്പോഴാണ് ഇത് ടെക്നിക്കലി ഫീസിബിൾ ആണ് നമുക്ക് മനസ്സിലായത്. ഇതെന്താണെന്ന് വെച്ചാൽ AS26 ബേസിലുള്ള പ്രോബ്ലമാണ്. 26 ഇൻടാഞ്ചിബിൾ അസറ്റ് പ്രകാരം ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ഏതാ റിസർച്ച് ഫേസ് എക്സ്പെൻസസും എന്ത് ചെയ്യണം, എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഡെവലപ്മെൻറ്റ് ഫേസസ് എക്സ്പെൻസസ് ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിലോ ഒരു 6 കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതിലൊന്നാണ് ടെക്നിക്കൽ ഫീസിബിലിറ്റി. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻസ് ആയിട്ട് ഈ സെക്കൻഡ് ഫേസ് കഴിഞ്ഞപ്പോഴാണ് ഇത് ഓക്കെ ആണെന്ന് മനസ്സിലായത്. അപ്പം സെക്കൻഡ് ഫേസിന് ശേഷമുള്ള എക്സ്പെൻസസ് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ ഇവിടെ ഈ ഡ്യൂപ്ലിക്കേഷൻ ഇവിടെ ഏകദേശം എപ്പോഴത്തെ സ്റ്റേജും കൊണ്ട് ഇത് കംപ്ലീറ്റ് ആവും. കോഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് പിന്നെ അവസാനം അതിൻ്റെ മെറ്റീരിയൽസ് പ്രൊഡക്റ്റ് മാസ്റ്റേഴ്സ് എങ്ങനെ അത് യൂസ് ചെയ്യണം എന്നുള്ള പ്രൊഡക്റ്റ് മാസ്റ്റേഴ്സ് റെഡിയാക്കി കഴിയുമ്പോൾ അത് റെഡിയായി. പിന്നെ അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നത്, ട്രെയിനിങ് മെറ്റീരിയൽസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് കോപ്പീസ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നൊന്നും ഒരു സോഫ്റ്റ്വെയർ കോസ്റ്റിനോട് എടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അത് റെഗുലർ എക്സ്പെൻസ് ആയിട്ട് എടുക്കുക. പാക്കിംഗ് ഓഫ് ദ പ്രൊഡക്റ്റ്, എനിക്ക് തോന്നുന്നു അതൊരു പ്രൈമറി പാക്കിംഗ് ആവില്ല, അതുകൊണ്ടായിരിക്കും സെപ്പറേറ്റ് ഒരു ഇതായിട്ട് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ phase 3 തൊട്ട് അത് കംപ്ലീറ്റ് ആവുന്ന phase 5 വരെയുള്ള കോസ്റ്റുകൾ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. ആസ് പെർ പാരയൊന്നും വേണ്ട. ആസ് പെർ AS26 ഇൻടാഞ്ചിബിൾ അസറ്റ്, കോസ്റ്റ് ഇൻകേർഡ് ഇൻ ക്രിയേറ്റിംഗ് എ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഷുഡ് ബി ചാർജ്ഡ് ടു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫേസ് എക്സ്പെൻസ് വെൻ ഇൻകേർഡ്. അതിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫേസ് എക്സ്പെൻസ് ആയിട്ട് തിരിക്കണം. ടെക്നോളജിക്കൽ ഫീസിബിലിറ്റി ഹസർ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് അപ്പോൺ കംപ്ലീഷൻ എന്നുള്ള ഡീറ്റെയിൽഡ് പ്രോഗ്രാം ഡിസൈൻ ഓർ വർക്കിംഗ് മോഡൽ. അതായത് സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞപ്പോഴാണ് നമുക്കിത് ടെക്നിക്കലി ഫീസിബിൾ ആണ്, ബാക്കി കണ്ടീഷനെല്ലാം ഓക്കെ ആണെന്ന് മനസ്സിലായത്. ഇൻ ദിസ് കേസ് 45,000 ഷുഡ് ബി റെക്കോർഡ് ആസ് എക്സ്പെൻസ്. 45,000 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 സ്റ്റേജിലെ phase 1 ആൻഡ് phase 2 എക്സ്പെൻസസോ അതുവരെയുള്ള എക്സ്പെൻസസോ അതുവരെയുള്ള നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആഫ്റ്റർ phase 2 കഴിഞ്ഞപ്പോഴാണ് അത് ടെക്നിക്കലി ഫീസിബിൾ ആണ്, ഓക്കെ ആണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അതുവരെ ഉള്ളത് റിസർച്ച് ഫേസ് എക്സ്പെൻസസ് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതിനുശേഷം വരുന്ന എക്സ്പെൻസസ് കോസ്റ്റ് ഇൻകേർഡ് ഫ്രം ദ പോയിന്റ് ഓഫ് ടെക്നോളജിക്കൽ ഫീസിബിലിറ്റി ആൻഡ് അസറ്റ് റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ അൻഡിൽ വെൻ ദ പ്രൊഡക്റ്റ് കോസ്റ്റ് ആർ ഇൻകേർഡ് ആർ ക്യാപിറ്റലൈസ്ഡ് ആസ് സോഫ്റ്റ്വെയർ. അതിനുശേഷമുള്ള നമ്മുടെ എക്സ്പെൻസസ്, അതായത് ബാക്കി 48,000, 12,000, 13,000 ഈ 3 എക്സ്പെൻസസ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആൻഡ് ട്രെയിനിങ് മെറ്റീരിയൽസ് ഫ്രം പ്രൊഡക്റ്റ് മാസ്റ്റേഴ്സ് ആൻഡ് പാക്കിംഗ് പ്രൊഡക്ട്സ് ആർ കോസ്റ്റ് ഇൻകേർഡ് ആഫ്റ്റർ ഡെവലപ്മെൻറ്റ്. അത് ഡെവലപ്മെൻറ്റിന് ശേഷമുള്ള ചിലപ്പം സെല്ലിംഗ് എക്സ്പെൻസസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസസ് മാത്രമോ, അതുകൊണ്ട് അത് എന്ത് ചെയ്യരുത്, എക്സ്പെൻസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്. അതുകൊണ്ട് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല, അത് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ phase 1ഉം phase 2 എന്തായാലും എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. phase 3, 4, 5 വരെയുള്ളത്, അത് ഡെവലപ്പ് ആവുന്ന വരെയുള്ള സ്റ്റേജിലെ എക്സ്പെൻസസ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കി 5ഉം 6ഉം 7ഉം അതിന് ശേഷമുള്ള എക്സ്പെൻസസ്, പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള എക്സ്പെൻസസ് അതെന്ത് ചെയ്യണം, എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. AS26 ബേസിലുള്ളൊരു പ്രോബ്ലമാണ്. ദെൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 20. ഡ്യൂറിങ് ദി ഇയർ QA Limited delivered manufactured products to customer K. അപ്പോൾ QA Limited എന്ത് ചെയ്തു, ഒരു മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് കസ്റ്റമർ കെക്ക് വിറ്റു. പ്രൊഡക്ട്സ് വെയർ ഫോൾട്ടി ആൻഡ് ഓൺ 1st October 2023 കസ്റ്റമർ കെ കമൻസ്ഡ് ലീഗൽ ആക്ഷൻ അഗെയിൻസ്റ്റ് ദ കമ്പനി ക്ലെയിമിംഗ് ഡാമേജസ് ഇൻ റെസ്പെക്ട് ഓഫ് ലോസസ് ഡ്യൂ ടു ദ സപ്ലൈ ഓഫ് ഫോൾട്ടി പ്രൊഡക്റ്റ്. ഈ വിറ്റ പ്രൊഡക്റ്റ് ഫോൾട്ടി ആയിരുന്നു, എന്തോ ഫോൾട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു, കസ്റ്റമർ കെ നമുക്കെതിരെ കേസ് കൊടുത്തു. ഡ്യൂറിങ് ദ QA Limited പ്രൊഡക്റ്റ് ഉണ്ടാക്കി കസ്റ്റമർ കെ എന്ന് പറയുന്ന ഒരാൾക്ക് വിറ്റു.
അതിനകത്ത് എന്തോ ഫോൾട്ട് ഉണ്ടായി, അതുകൊണ്ട് കസ്റ്റമർ നമുക്കെതിരെ ലീഗൽ ആക്ഷൻസ് എന്ത് ചെയ്തു, റേസ് ചെയ്തു. നമുക്കെതിരെ കേസ് വന്നു. കേസ് 29 പ്രൊവിഷൻസ് കണ്ടിജന്റ് ലയബിലിറ്റീസ് കണ്ടിജന്റ് അസറ്റ് ബേസിലുള്ള റൂളാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ മാറ്റർ QA ലിമിറ്റഡ് ഡിസ്കവേർഡ് ദാറ്റ് ദ പ്രോഡക്ട്സ് വെയർ ഫോൾട്ടി ഡ്യൂ ടു ദ ഡിഫക്റ്റീവ് റോ മെറ്റീരിയൽസ് പ്രൊക്യൂർഡ് ഫ്രം സപ്ലയർ F. നമ്മളിത് അന്വേഷിച്ചു, എന്തുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് ഫോൾട്ട് ആയി. ഇപ്പം നമ്മൾ അന്വേഷിച്ച് മനസ്സിലായി, നമ്മൾ F എന്ന് പറയുന്ന ഒരു സപ്ലയറിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് റോ മെറ്റീരിയൽ മേടിച്ചു, അതിൽ ഫോൾട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ആക്ച്വൽ പ്രൊഡക്റ്റിൽ ഫോൾട്ട് വന്നതെന്ന് മനസ്സിലായി. Therefore, on 1st December 2023, company commenced legal actions against F claiming damages in respect to supply of defective raw material. അതുകൊണ്ട് നമ്മൾ എഫിനെതിരെയും കേസ് കൊടുത്തു, ഫുള്ള് കേസാണ്. നമുക്കെതിരെ K എന്ന് പറയുന്ന ഒരു കസ്റ്റമർ കേസ് വന്നിട്ടുണ്ട്, നമ്മൾ നമ്മുടെ സപ്ലയർ എഫിനെതിരെ കേസ് അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. QA ലിമിറ്റഡ് ഹാസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഓഫ് ബോത്ത് ദി ലീഗൽ ആക്ഷൻസ് ദ ആക്ഷൻ ഓഫ് K അഗെയിൻസ്റ്റ് Q ലിമിറ്റഡ്, Kക്ക് നമുക്കെതിരെ തന്നേക്കുന്ന കേസിനും നമ്മൾ QA ലിമിറ്റഡ് എഫിനെതിരെ കൊടുത്തേക്കുന്ന കേസസും വെരി ഹൈ ആണ്. അപ്പം രണ്ടും കേസും വിജയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ Kക്ക് നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടേയും വരും, എഫിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കോമ്പൻസേഷൻ റിക്കവറും ചെയ്യാൻ വേണ്ടി പറ്റും. പ്രോബിലിറ്റി ഹൈ ഉണ്ട്. ഓൺ 1st October 2023, QA ലിമിറ്റഡ് 1st October എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ കേസ് വന്ന സമയത്ത് തന്നെ QA ലിമിറ്റഡ് ഹാവ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദ ഡാമേജസ് ഇറ്റ് വുഡ് ഹാവ് ടു പേ K വുഡ് ബി 5 crore. അപ്പോൾ കേസ് വന്ന 1st October തന്നെ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായി Kക്ക് ഏകദേശം എത്ര കൊടുക്കേണ്ടി വരുമായിരിക്കും, 5 crore കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുമെന്ന് നമ്മുടെ ആദ്യത്തെ ഇനീഷ്യൽ എസ്റ്റിമേഷൻ. എന്ന് കേസ് കൊടുക്കുന്ന അന്ന് തന്നെ 1st October ഫോൾട്ടാന്ന് അറിഞ്ഞാൽ അയാൾ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത എത്രയാണ്, 5 crore. ദി എസ്റ്റിമേറ്റ് വാസ് റിവൈസ്ഡ് ടു 5.2 crore ഓൺ 31st March 2024. അത് 5.2 crore ആയിട്ട് മാറ്റി. എന്ന് 31st March ആയപ്പോൾ നമുക്ക് മനസ്സിലായി 5 crore കൊടുത്താൽ പോരാ, 5.2 crore കൊടുക്കേണ്ടി വരുമെന്നായിരുന്നു എസ്റ്റിമേറ്റ്. As at 15th May 2024. Sorry, earlier estimate 5 crore ആയിരുന്നു, 31st March ആയിരുന്നപ്പോൾ അത് 5.2 crore ആയി. ഇനി 15th May ആയപ്പോൾ അത് 5.25 കൊടുക്കേണ്ടി വരുമെന്നുള്ള എസ്റ്റിമേറ്റ് ആയി. ദിസ് കേസ് വാസ് ഇവഞ്ച്വലി സെറ്റിൽഡ് ഓൺ 1st June 2022. അതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, 1st June 2024 ഡേറ്റിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 1st June 2024 അത് സെറ്റിൽ ചെയ്തപ്പം ഡാമേജ് എത്ര പേ ചെയ്യേണ്ടി വന്നു, 5.3 crore to K. അവസാനം കേസ് നമ്മൾ തോറ്റു, നമുക്കെതിരെയുള്ള കേസ് വന്നു, അത് സക്സസ് ആയി. അപ്പോൾ നമ്മൾ കോമ്പൻസേഷൻ എത്ര, 5.3 crore കൊടുക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ ഈ പറയുന്നൊക്കെയോ കേസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ എസ്റ്റിമേഷൻ എത്രയായിരുന്നു, എത്ര കൊടുക്കണം, 5 crore. പിന്നെ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആയപ്പോൾ 5.2, പിന്നെ 15th May ആയപ്പോൾ 5.25 കൊടുക്കേണ്ടി വരുമെന്ന് ഏകദേശം കേസ് തീരാനായപ്പോൾ നമ്മൾ തീരുമാനിച്ചത്. പക്ഷേ അവസാനം കേസ് വന്നപ്പോൾ നമ്മൾ എത്ര കൊടുക്കേണ്ടി വന്നു, 5.3 crore കൊടുക്കേണ്ടി വരും. ഓൺ 1st December 2023, QA ലിമിറ്റഡ് അപ്പോഴാണ് മനസ്സിലായത് എന്ത്, ഇത് ആരുടെ ഫോൾട്ടും കൊണ്ടാണ്, എഫ് നമുക്ക് സപ്ലൈ ചെയ്ത മെറ്റീരിയൽസിലെ ഫോൾട്ടും കൊണ്ടല്ലേ നമുക്ക് ഈ ഒരു ഡാമേജ് വന്നത്, ഡിഫക്റ്റീവ് ആയത്. അതുകൊണ്ട് QA ലിമിറ്റഡ് ഹാഡ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഇറ്റ് വുഡ് റിസീവ് ഡാമേജസ് 3.5 crore ഫ്രം എഫ്. 3.5 crore കിട്ടുമെന്നായിരുന്നു എസ്റ്റിമേറ്റ്. ദ എസ്റ്റിമേറ്റ് വാസ് റിവൈസ്ഡ് ടു 3.6 crore അറ്റ് 31st March 2024. അത്രയും കിട്ടും, റീഇംബേഴ്സ്മെൻറ്റ് ഇത്ര കിട്ടുമെന്നായിരുന്നു നമ്മുടെ 3.6 കിട്ടും എന്നുള്ള രീതിയിലേക്ക് ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ എസ്റ്റിമേറ്റ് ആയി. 15th May ആയപ്പോൾ അത് 3.7 crore എന്നുള്ള രീതിയിലായി. ദിസ് കേസ് വാസ് ഇവഞ്ച്വലി സെറ്റിൽഡ് ആൻഡ് 1st June 2024. ഇവിടെയും ഡേറ്റ് തിരുത്താനുണ്ട് കേട്ടോ. 1st June 2024 വെൻ എഫ് പെയ്ഡ് 3.75 crore to QA ലിമിറ്റഡ്. QA ലിമിറ്റഡ് ഹാഡ് in its financial statements for the year ended 31st March 2024 provided that 3.6 crore as the financial statements were approved by the board of directors on 26th April. ഇവരെന്ത് ചെയ്തു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ this was cash eventually settled if paid 3. QA Limited had in its financial statements for the year ended 31st March 2024 provided that 3.6 crore as the financial statements were approved by the board of directors on 26th April 2024 ആയപ്പം ഒരു 3 crore 6 lakh പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇതൊക്കെ കുറച്ചിട്ട് ഏകദേശം ഒരു എമൗണ്ടിന് അങ്ങ് പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അങ്ങ് തീരുമാനിച്ചു. ക്ലിയർ? ഇനി എന്താ ക്വസ്റ്റ്യൻ? Whether the company is required to make provision for the claim from customer K as applicable as per applicable as. ഇതിൻ്റെ applicable as എന്ന് പറയുന്നത് ഏതായിരിക്കണം? ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവണം. AS 29 പ്രൊവിഷൻസ് കണ്ടീജന്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടീജന്റ് അസറ്റ്സ് പ്രകാരം പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആവശ്യമാണോ? ഇഫ് യെസ് പ്ലീസ് ഗിവ് ദ റാഷണൽ ഫോർ ദ സെയിം. അതിൻ്റെ ലോജിക്ക് പറയണം. ദെൻ ഇഫ് ദ ആൻസർ ടു എ ഈസ് എബോ ഈസ് യെസ്, അപ്പോൾ പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ
വാട്ട് എൻട്രി ഷുഡ് ബി പാസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓൺ 31st March. ഈ വർഷം ഇയർ എൻഡിൽ എങ്ങനെ എൻട്രി എഴുതണം. വാട്ട് വിൽ ബി ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ആക്ഷൻ ഓഫ് ദ QA ലിമിറ്റഡ് അഗേൻസ്റ്റ് ദ സപ്ലയർ എഫ് ആസ് പെർ ആപ്ലിക്കബിൾ ഏസ്. അപ്പോൾ വർഷാവസാനം ഈ QA ലിമിറ്റഡിന് എഫ് നമ്മുടെ സപ്ലയർക്ക് എതിരെയുള്ള ആക്ഷനകത്ത് എന്ത് കാര്യങ്ങൾ ചെയ്യണം. ഒരു പ്രൊവിഷൻ നമ്മുടെ ബുക്കിൽ കാണിക്കണമെങ്കിലുള്ള ക്രൈറ്റീരിയ എന്താ? ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം. ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം. പ്രസൻറ്റ് ഒബ്ലിഗേഷൻ മീൻസ് ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ഇങ്ങനെ ഒരു ഇവൻറ്റ് വരുമെന്ന് ഒരു പ്രോബബിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് ചുരുക്കി പറഞ്ഞ ഒരു മോർ ദാൻ 50% ചാൻസസ് ഉണ്ടാവണം. ഒരു ഒബ്ലിഗേഷൻ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഫോൾട്ടി ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ വിറ്റു. അപ്പോൾ ഈ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ട് അവിടെ. നമ്മൾ ഓൾറെഡി പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ട്. അതിന് കേസ് നമുക്കെതിരെ ഉണ്ട്. പിന്നെയോ അതിൻ്റെ എമൗണ്ട് നമുക്കൊരു എസ്റ്റിമേഷൻ്റെ ബേസിലേ നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു ലയബിലിറ്റി വരുന്ന മോർ ദാൻ 50% ചാൻസസ് ഉണ്ട്. അതൊരു എസ്റ്റിമേഷൻ ബേസിൽ നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്താണെങ്കിലും ഈ ഒരു എമൗണ്ടിന് പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സ് എൻകംപ്ലിങ് എക്കണോമിക് ബെനിഫിറ്റ്സ്. ഒരു പ്രൊവിഷൻ നമ്മുടെ ബുക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ വേറെ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന് പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം. ഇവിടെ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ് ഡേറ്റിന് മുമ്പ് ഈ ഫോൾട്ടി പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ടത് ഫോൾട്ട് ആയിട്ടുമുണ്ട്. അപ്പോൾ ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ട്. പിന്നെ ഔട്ട്ഫ്ലോ ഓഫ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ഷുഡ് ബി പ്രോബിൾ. ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഔട്ട്ഫ്ലോ ഓഫ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് കൊടുക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം പ്രോബിൾ ആയിരിക്കണം. ചാൻസസ് ഉണ്ടാവണം. അതുകൊണ്ട് എമൗണ്ട് ഒരു എസ്റ്റിമേഷൻ്റെ ബേസിൽ മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. യെസ്, QA ലിമിറ്റഡ് ഈസ് റിക്വയർഡ് ടു മേക്ക് പ്രൊവിഷൻ ഫോർ ദ ക്ലെയിം ഫ്രം കസ്റ്റമർ കെ ആസ് പെർ AS29. AS29 പേരിനൊക്കെ എഴുതിയാൽ നല്ലതായിരുന്നു. സിൻസ് ദ ക്ലെയിം ഈസ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ആസ് എ റിസൾട്ട് ഓഫ് ഡെലിവറി ഓഫ് ഫോൾട്ടി പ്രൊഡക്റ്റ് മാനുഫാക്ചർ. ഓൾറെഡി നമ്മൾ ഈ പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ട്. അത് ഓൾറെഡി ഫോൾട്ടും ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ട്. ഓൾസോ ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് എൻകംപ്ലിങ് എക്കണോമിക് ബെനിഫിറ്റ്സ് വിൽ ബി റിക്വയർഡ് ടു സെറ്റിൽ ദ ഒബ്ലിഗേഷൻ. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു ഒബ്ലിഗേഷൻ വരും. അതൊരു എസ്റ്റിമേഷൻ്റെ ബേസിൽ ബാലൻസ് ഷീറ്റ് ഡേറ്റിലെ എസ്റ്റിമേറ്റ് പ്രകാരം എത്ര കൊടുക്കേണ്ടി വരും അത് നോക്കിയാൽ മതി. ബാലൻസ് ഷീറ്റ് ഡേറ്റിലെ എസ്റ്റിമേറ്റ് പ്രകാരം നമ്മൾ എത്ര രൂപ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും? ബാലൻസ് ഷീറ്റ് ഡേറ്റിലെ എസ്റ്റിമേറ്റ് പ്രകാരം നമ്മൾ എത്ര 5.2 lakh കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. 5.2 crore അല്ലേ? അത്രയും കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രൊവിഷനായിട്ടൊന്ന് ബാലൻസ് ഷീറ്റ് ഡേറ്റ് റെക്കോർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എൻട്രി ഇത്രയുള്ളൂ. P&L അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡാമേജസ്. അതാ കറക്റ്റ്. P&L അക്കൗണ്ട് ഇട്ടിട്ട് പ്രൊവിഷൻ ഫോർ ഡാമേജസ്. ഈ പ്രൊവിഷൻ ഫോർ ഡാമേജസ് ഷോർട്ട് ടൈം പ്രൊവിഷൻ ആയിട്ട് കറണ്ട് ലയബിലിറ്റിയുടെ എൻട്രി കാണിക്കണം. അപ്പോൾ എൻട്രി എന്താ എഴുതണമെന്ന് ചോദിച്ചാൽ ഇത്രയും മതി. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡാമേജസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എത്ര കാണിക്കണം? 5.2 crore എന്ത് ചെയ്യണം? പ്രൊവിഷൻ ആയിട്ട് റെക്കോർഡ് ചെയ്യണം. ക്ലിയർ? ഇനി കേസിനെ കുറിച്ച് ഇതൊരു ചാൻസസ് ലോ ആണെന്നാണ് പറയുന്നതെങ്കിലോ ഒരു 20, 30%, 40% ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞായിരുന്നെങ്കിലോ അത് കണ്ടിജൻ ലയബിലിറ്റി ആയിട്ട് കാണിക്കണമെന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ട്. എമൗണ്ട് എസ്റ്റിമേഷൻ ബേസിൽ തീരുമാനിക്കാൻ പറ്റും. ഒരു ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് ഉണ്ടാവും എന്ന കാര്യം ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ പ്രൊവിഷനായിട്ട് റെക്കോർഡ് ചെയ്തു. അതിന് ലോജിക്ക് കൂടെ വേണം. അതിൻ്റെ റാഷണൽ അതിൻ്റെ ലോജിക്ക് അതുകൂടെ പറയണം. ഇത് ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് അത് പ്രൊവൈഡ് ചെയ്യണോ വേണം. ഇനി അതിന് എൻട്രി എന്തായിരിക്കും? ഇതിൽ എൻട്രി ഇച്ചിലൂടെ നല്ലത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡാമേജസ് എന്നുള്ള എൻട്രി എഴുതുന്നതായിരിക്കും കേട്ടോ നല്ലത്. അടുത്ത എന്താ? വാട്ട് വിൽ ബി ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ആക്ഷൻ ഓഫ് QA ലിമിറ്റഡ് അഗെയിൻസ്റ്റ് സപ്ലയർ എഫ്. സപ്ലയർ എഫിനെതിരെ നമ്മൾ എന്ത് ചെയ്തു? ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതിപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളെ സംബന്ധിച്ച് അസറ്റായി വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കേസിൻ്റെ വിധി വരണം. അപ്പോൾ ഒരു കണ്ടീജൻ അതൊരു പക്ക അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുക്കിൽ കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. സോ അതൊരു കണ്ടീജൻ്റ് അസറ്റ് പോലെ നമ്മുടെ ബുക്കിലേക്ക് കാണിക്കേണ്ടി വരും. ഇനി നമ്മുടെ ബുക്കിൽ കാണിക്കണമെങ്കിലോ ഇത് റീഇംബേഴ്സ്മെൻറ്റ്. നമ്മൾ ഈ കേസിൽ തോറ്റാലും കോമ്പൻസേഷൻ കൊടുക്കേണ്ട വന്നാലും ഒരു എമൗണ്ട് കിട്ടും എന്നുള്ള കാര്യം ഏകദേശം സെർട്ടൈനാണ്. പക്ഷേ അത് വിർച്വലി സെർട്ടൈൻ വിത്ത് ഡോക്യുമെൻ്ററി പ്രൂഫ് നമുക്ക് 31st March നമുക്ക് പറയാൻ വേണ്ടി പറ്റണം ഇത്ര കോമ്പൻസേഷൻ കിട്ടും എന്നത് ക്ലാരിറ്റിയോടെ പറയാൻ പറ്റുവാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ. അതായത് പ്രൊവിഷന് റീഇംബേഴ്സ്മെൻറ്റ്. ഇപ്പോൾ നമ്മളൊരു കേസ് തോറ്റ് ഒരു കോമ്പൻസേഷൻ കൊടുക്കേണ്ട വന്നാലോ അടുത്തൊരു പാർട്ടിയുടെ അടുത്ത് നിന്ന് അത് റീഇംബേഴ്സ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട്. പക്ഷേ അത് വിർച്വലി സെർട്ടൈൻ വിത്ത് ഡോക്യുമെൻ്ററി പ്രൂഫ് ഇത്ര കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? അസറ്റായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ പാരയൊക്കെ വിട്ട് കാസ്പർ AS29 QA ലിമിറ്റഡ് ഷാൽ നോട്ട് റിക്കഗ്നൈസ് കണ്ടിജൻ്റ് അസറ്റ്. ഇതൊരു കണ്ടിജൻ്റ് അസറ്റ് മാത്രം. അത് റെക്കോർഡ് ചെയ്യരുത്. കണ്ടിജൻ്റ് അസറ്റ് ഒരിക്കലും ബുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ ഹിയർ ദ പോസിബിലിറ്റി ഓഫ് സക്സസ് ഓഫ് ലീഗൽ ആക്ഷൻ ഇസ് വെരി ഹൈ ബട്ട് ദർ ഇസ് നോ കോൺക്രീറ്റ് എവിഡൻസ് വിച്ച് മേക്സ് ദ ഇൻഫ്ലോ വിർച്വലി സെർട്ടൻ. വിർച്വലി ഈ പൈസ കിട്ടും എന്നുള്ള ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എവിഡൻസ് നമ്മുടെ കയ്യിലില്ല. ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യായിരുന്നു? അതൊരു മെയിൻ അസറ്റായിട്ട് കാണിക്കായിരുന്നു. റീഇംബേഴ്സബിൾ എന്ന് പറഞ്ഞുകൊണ്ട്. ഹെൻസ് ഇറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് എ കണ്ടിജൻ്റ് അസറ്റ് ഓൺലി ഷാൽ നോട്ട് ബി ഡിസ്ക്ലോസ്. കണ്ടിജൻ്റ് അസറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം?
ബാലൻസ് ഷീറ്റിലോ നോട്ട്സിലോ ഒന്നും ഡിസ്ക്ലോസ് ചെയ്തില്ല. വേണമെങ്കിൽ അത് ഡയറക്ടേഴ്സ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യാം. ഇങ്ങനൊരു കേസ് ഉണ്ടായിരുന്നു, അത് തോറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ സപ്ലയറുടെ അടുത്ത് നിന്ന് കേസ് കൊടുത്ത് ഇത്ര കിട്ടാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഡയറക്ടേഴ്സ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യാം. അല്ലാതെ ഫിനാൻഷ്യൽസിലൊന്നും ഡിസ്ക്ലോസ് ചെയ്യരുത്. പക്ഷേ ഇത് വിർച്വലി സെർട്ടൈൻ ആണ്, ഈ എമൗണ്ട് കിട്ടും എന്നുള്ളത് വിത്ത് ഡോക്യുമെൻ്ററി പ്രൂഫ് സെർട്ടൈൻ ആണ്. 31 മാർച്ചിനുള്ളിൽ തന്നെ അത് സെർട്ടൈൻ ആയി. കേസ് തോറ്റാൽ നമുക്ക് ഈ ഒരു കോമ്പൻസേഷൻ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു, അതൊരു അസറ്റായിട്ട് റെക്കോർഡ് ചെയ്യായിരുന്നു, നോർമൽ അസറ്റായിട്ട് റെക്കോർഡ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടോ ഒരു വിർച്വൽ സെർട്ടൈനിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു കണ്ടിജൻ്റ് അസറ്റ് പോലെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ റിവിഷൻ ടെസ്റ്റ് പേപ്പറിൽ നമുക്ക് മാക്സിമം ടോട്ടൽ കവർ ചെയ്യാനുള്ളത്. ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് MCQ മോഡലായിരുന്നു. അത് ഇത്രേ ഉള്ളൂ. എക്സാമിന് MCQ ചോദിക്കും 3 കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. 3 കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു കേസ് സ്റ്റഡിയിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ വെച്ചിട്ട് അങ്ങനെ 3 കേസ് സ്റ്റഡി, ടോട്ടൽ 12. പിന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് MCQ ക്വസ്റ്റ്യൻസ് ഒരു 3 ചോദിക്കും. അപ്പോൾ അതിനൊരു പാറ്റേൺ മനസ്സിലാകാൻ വേണ്ടി ആദ്യത്തെ ഒരു 2 ക്വസ്റ്റ്യൻസ് MCQ മോഡൽ തന്നെ ഒരു കേസ് സ്റ്റഡി ബേസ്ഡ് വിട്ടു, നോർമൽ വിട്ടു. പിന്നെ ബാക്കിയെല്ലാം AS റിലേറ്റഡ് പ്രൊവിഷൻസ് ആയിരുന്നു. AS 1 തൊട്ട് AS 29 വരെ എന്ന് പറഞ്ഞാൽ AS ചാപ്റ്റർ 4 to ചാപ്റ്റർ 10 വരെയുള്ള ഈ ഒരു RTP കവർ ചെയ്തിട്ടുള്ളൂ. ചാപ്റ്റർ 10 വരെ ഉള്ള AS റിലേറ്റഡ് പോർഷൻസ് മാത്രമേ AS 1 to AS 29 വരെ കവർ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രിപ്പറേഷനോ ബൈബാക്കോ ഇന്റേണൽ കൺസ്ട്രക്ഷനോ അമാൽഗമേഷൻ ജസ്റ്റ് പർച്ചേസ് കൺസ്ട്രക്ഷൻ കവർ ചെയ്തു. AS പാർട്ട് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ബ്രാഞ്ചോ ഏരിയ ഒന്നും കവർ ചെയ്തിട്ടില്ല. അപ്പോൾ എക്സാമിന് ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി എന്നല്ല, ഇതിൽ നിന്ന് ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പൊതുവെ എളുപ്പമായിരുന്നു. ക്ലിയർ? RTP ഇത് കവർ ചെയ്തിട്ട് തന്നെ പോവുക. കാരണം എക്സാമിന് നിങ്ങൾക്ക് കണ്ടുപരിചയമുള്ള പ്രോബ്ലംസ് ചെയ്യാനാണോ പുതിയ മോഡൽ പ്രോബ്ലംസ് ചെയ്യാനാണോ ഇഷ്ടം? കണ്ടുപരിചയമുള്ളതായിരിക്കും, അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൽ എളുപ്പം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, കൂടുതൽ പ്രോബ്ലംസ് പരിചയപ്പെട്ടിട്ട് പോകുക എന്ന് പറയാൻ മാക്സിമം പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസോഴ്സസ് വെച്ചിട്ടുള്ള പഠിത്തം മതി. കുറേ സ്റ്റുഡൻസൊക്കെ നമുക്ക് മറ്റേ പ്രൈവറ്റ് ഓതേഴ്സിൻ്റെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽസും കുറേ സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് കുറേ ഫാക്കൽറ്റീസ് ഉണ്ടാക്കിയ കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കിട്ടും. അതൊന്നും നിങ്ങൾ നോക്കണ്ട, അത് നിങ്ങൾക്ക് എക്സ്ട്രാ പ്രഷർ തരത്തുള്ളൂ. അതിനകത്ത് കുറേ എണ്ണത്തിൽ ഞാൻ മിസ്റ്റേക്സും കാണാറുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ. സോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസോഴ്സസ് വെച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, RTP ക്വസ്റ്റ്യൻസ്, MTP ക്വസ്റ്റ്യൻസ് ഇത് വെച്ചിട്ട് മാത്രം നിങ്ങളുടെ പഠിത്തം ലിമിറ്റ് ചെയ്ത് പോയാൽ മതി. കാരണം ഇത് അല്ല തന്നെ ലെങ്തിയാണ്. പിന്നെ അക്കൗണ്ട്സ് മാത്രം ഒറ്റ പേപ്പർ മാത്രം പഠിച്ചാൽ പോരല്ലോ. അതുകൊണ്ട് ഇതൊന്ന് കവർ ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസോഴ്സസ് വെച്ചിട്ട് മാക്സിമം നല്ല രീതിയിൽ പഠിക്കുക. ടെൻഷനൊന്നും വേണ്ട. ചിലരെ സംബന്ധിച്ച് പഠിച്ചതൊന്നും ഓർമ്മയില്ല, അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. അതൊന്നും വേണ്ട. നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. പിന്നെ മോഡൽ എക്സാംസ്, മോക്ക് എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ എഴുതാൻ വേണ്ടി നോക്കുക. ക്ലിയർ? നമ്മൾ റിവിഷൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ RTP ഒന്ന് കവർ ചെയ്തിട്ട് പോവുക. അത് അത്ര ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അതേതൊന്നും എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല, പക്ഷേ അതൊന്ന് കവർ ചെയ്തിട്ട് പോവുക. ഓക്കെ, വിഷ് ഓൾ ദി ബെസ്റ്റ്. റിവിഷനൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ, പ്രിപ്പറേഷൻ നല്ല രീതിയിൽ നടക്കട്ടെ, എക്സാം അടിച്ച് പൊളിച്ച് എഴുതാൻ വേണ്ടി പറ്റട്ടെ. വിഷ് ഓൾ ദി ബെസ്റ്റ്. സ്റ്റോപ്പ് ചെയ്താലോ? ബൈ ബൈ.